ഹായ് ഹലോ. നമ്മുടെ ഇൻ്റർനാഷണൽ ട്രേഡ് ആയിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മൾ ഏറ്റവും സിലബസിന് അവസാന ഭാഗമായിട്ടുള്ള ഇൻ്റർനാഷണൽ ട്രേഡ് തിയറീസിലേക്ക് എത്തിയിട്ടുണ്ട്. അതിൽ മെർക്കൻറ്റിലിസം വ്യൂ, അതുപോലെ തന്നെ അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ്, അതുപോലെ തന്നെ കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ്, ഈ 3 തിയറീസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് ഹെക്ഷർ ഓയിൽ മോഡലിലേക്കാണ്. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് പറയാം, ഫാക്ടർ എൻഡോമെൻറ്റ് അപ്രോച്ച് എന്നും പറയാം. എന്താണ് ഫാക്ടർ എൻഡോമെൻറ്റ് അപ്രോച്ച്? ഇവിടെ 2 ഫാക്ടർ ഉണ്ട് അല്ലേ, 2 ഫാക്ടർ അല്ലേ, ഒരൊറ്റ ഫാക്ടർ ഉള്ളൂ കേട്ടോ. ദാറ്റ് മീൻസ് ഇതിലെന്താണ് ഫാക്ടർ എൻഡോമെൻറ്റ് അപ്രോച്ച് എന്നുള്ള രീതിയിലാണ് എന്ത് പറയുന്നത് നമ്മൾ ഹെക്ഷർ ഓയിൽ മോഡലിനെ വിളിക്കുന്നത് അല്ലേ. അപ്പോൾ ബേസിക്കലി നമ്മൾ എന്ത് ചെയ്യാണ്, മെർക്കനിലിസം കഴിഞ്ഞു, അതുപോലെ തന്നെ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി കഴിഞ്ഞു, അതുപോലെ തന്നെ കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഈ ഒരു 3 തിയറി നമ്മൾ പഠിച്ചു വരുന്ന സമയത്ത് അറിയാമല്ലേ, നമ്മൾ ഒരൊറ്റ ക്ലാസ്സിലാണ് 3 തിയറിയും തീർത്തിട്ടുള്ളത്. നമുക്ക് വളരെ സിമ്പിളായിട്ട് തോന്നും തിയറി അല്ലേ. അതിൽ നിന്ന് നമ്മൾ ഹെക്ഷർ ഓയിലിലേക്ക് വരുന്ന സമയത്ത് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആണോ, ചില ടേംസ് ഒക്കെ ക്യാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുപോലെ നമുക്ക് എന്ത് ചെയ്യും, ഫീൽ ചെയ്യും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു തിയറിയാണ്, വളരെ പ്രാക്ടിക്കൽസ് ആയിട്ടുള്ളൊരു തിയറിയാണിത്. അതായത് പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ പറയുന്ന ചില കോൺസെപ്റ്റൊക്കെ എന്ത് ചെയ്യാണ്, നമുക്ക് വളരെ പ്രാക്ടിക്കലായിട്ട് തോന്നും. എന്നാൽ എല്ലാ അസംഷൻസും എന്തല്ല, കറക്റ്റ് അല്ല കേട്ടോ. പറയുന്നത് എന്താ വെച്ചാൽ ഇതിൽ പറയുന്ന പല അസംഷൻസും എന്താണ്, പൊട്ട തെറ്റായിട്ട് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവുക. എന്നാൽ ഇതിൻ്റെ ഒരു ഓവറോൾ തിയറി നോക്കുന്ന സമയത്ത് ശരിയാണല്ലോ, എവിടേക്കോ ഒന്ന് ശരിയാണെന്നുള്ള പോലെ നമുക്ക് തോന്നും. അപ്പോൾ ഇൻ്റർനാഷണൽ ട്രേഡ് തിയറീസ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, കുറേ പ്രാക്ടിക്കൽ ആയിട്ടുള്ള തിയറീസാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ. അങ്ങനെ ആയിരിക്കും എന്നുള്ളത് നമുക്ക് ഏകദേശം എന്ത് കിട്ടും, നമുക്ക് തിങ്ക് ചെയ്യാൻ കഴിവുണ്ടേ നമുക്ക് മനസ്സിലാവില്ലേ, അത് അങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഹെക്ഷർ ഓയിലേക്ക് വരുന്ന സമയത്ത് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചില ടേംസ് ഉണ്ട്. ഈ ഫാക്ടർ ഇൻറ്റൻസിറ്റി, അതുപോലെ തന്നെ ഫാക്ടർ അബൻഡൻറ്റ്. അപ്പോൾ ഇതൊക്കെ എന്താണെന്നുള്ളത് ജസ്റ്റ് എന്ത് ചെയ്യും, നമ്മൾ ചിലപ്പോൾ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ വെച്ചിട്ടായിരിക്കും പറയുന്നുണ്ടാവുക, അല്ലെങ്കിൽ പ്രൈസ് റേഷ്യോ വെച്ചിട്ടായിരിക്കും പറയുന്നുണ്ടാവുക, അല്ലെങ്കിൽ ടോട്ടൽ അവൈലബിലിറ്റി ഓഫ് ഗുഡ്സിൻ്റെ റേഷ്യോ വെച്ചിട്ടായിരിക്കും പറയുന്നുണ്ടാവുക. അപ്പോൾ അതൊക്കെ എന്തിന് മാച്ച് ആയിട്ടാണ് വരുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുകയാണെങ്കിൽ ഈ തിയറി എന്താണ്, വളരെ എളുപ്പമാണ്. ബേസിക്കലി ഈ ഒരു തിയറി എന്താണ്, വളരെ എളുപ്പമാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ തിയറിനെ കൊണ്ടുപോകാൻ പറ്റും. നമ്മൾ എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് കണ്ടു, 3 തിയറീസ് കണ്ടു അല്ലേ. ഒന്ന് മെർക്കൻറ്റിലിസം ആണ് അല്ലേ. മെർക്കൻറ്റിലിസം പറയുന്നത് എന്താണ്, ഇൻ്റർനാഷണൽ ട്രേഡിൻ്റെ ബേസിക് റീസൺ എന്ന് പറയുന്നത് മാക്സിമം വെൽത്ത് അക്യുമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. നമുക്ക് വളരണമെങ്കിൽ അത് എന്ത് മുഖേന മാത്രമേ സാധിക്കുള്ളൂ, നമ്മുടെ ഓപ്പോസിറ്റുള്ള കൺട്രി എക്സ്പ്ലോയിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് വളരാൻ പറ്റുള്ളൂ അല്ലേ. ഇൻ്റർനാഷണൽ ട്രേഡ് എന്ന് പറയുന്നത് എന്താണ്, സീറോ സം ഗെയിമാണ്. ഒരാൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവുകയാണെങ്കിൽ മറ്റാൾക്ക് എന്താവും, നഷ്ടമുണ്ടാവും അല്ലെങ്കിൽ ലോസ് ഉണ്ടാവും എന്നാണ് എന്ത് പറഞ്ഞത്, ഇൻ്റർനാഷണൽ ട്രേഡ് കേസിൽ മെർക്കനിലിസം പറയുന്നത്. അതായത് നമുക്ക് ഗ്രോ ചെയ്യണമെങ്കിൽ വേറൊരു കൺട്രിയുടെ നഷ്ടത്തിലൂടെ മാത്രമേ നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ എന്നതാണ് എന്ത് പറയുന്നത്, മെർക്കനിലിസം വ്യൂ പറയുന്നത്. അതായത് ഇൻ്റർനാഷണൽ ട്രേഡ് ഒരാൾക്ക് മാത്രമേ ബെനിഫിറ്റ് ഉണ്ടാക്കൂ എന്നുള്ളതാണ് മെർക്കനിലിസം പറയുന്നത്. അതിനാണ് നമ്മൾ എന്ത് പറയാം, സീറോ സം ഗെയിം എന്ന് പറയാം അല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എന്ത് ചെയ്യാണ്, കുറച്ച് ഗുഡ് എന്ത് ചെയ്യാണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ 100 റുപ്പീസിൻ്റെ ഒരു ഗുഡ് നമ്മൾ എന്ത് ചെയ്യാണ്, എക്സ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും, നമുക്ക് ബി എന്ന് പറയുന്ന കൺട്രിയിൽ നിന്ന് എന്ത് കിട്ടും, ആ ഒരു 100 റുപ്പീസ് എന്ത് ചെയ്യും, നമുക്ക് ക്രെഡിറ്റ് ആയിട്ട് കിട്ടും അല്ലേ. ബി എന്ന് പറയുന്ന കൺട്രിയിൽ നിന്ന് എന്ത് ചെയ്യും, നമുക്ക് ആ ഒരു 100 റുപ്പീസ് എന്ത് ചെയ്യും, ക്രെഡിറ്റ് ആയിട്ട് കിട്ടും അല്ലേ. അതേ സമയം എന്ത് സംഭവിക്കുന്നുണ്ട്, ബി എന്ന് പറയുന്ന കൺട്രിയിൽ നിന്ന് എന്താവുന്നത്, 100 റുപ്പീസ് എന്ത് ചെയ്യുന്നുണ്ട്, മൈനസ് ആവുന്നുണ്ട് അല്ലേ, 100 റുപ്പീസ് എന്ത് ചെയ്യുന്നുണ്ട്, ഡെബിറ്റ് ആവുന്നുണ്ട്. ദാറ്റ് മീൻസ് മൈനസ് ആവുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ പ്ലസും മൈനസും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, വാല്യൂ അറ്റ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും, 0 ആയിരിക്കും അല്ലേ. അതുകൊണ്ടാണ് മെർക്കനിലിസം അപ്രോച്ചിന് നമ്മൾ എന്ത് പറയുന്നത്, സീറോ സം ഗെയിം എന്ന് പറയുന്നത്. ഇവിടെ എ എന്ന് പറയുന്ന കൺട്രിക്ക് എന്താണ് ഈക്വൽ ആയിട്ടുള്ള എന്താണ്, എ എന്ന കൺട്രിക്ക് കിട്ടിയിട്ടുള്ള ഈക്വൽ ആയിട്ടുള്ള ബെനഫിറ്റിന് എന്താണ്, ഈക്വൽ ആയിട്ടുള്ള നഷ്ടം ആർക്ക് സംഭവിക്കുന്നുണ്ടാവും, ബി എന്ന് പറഞ്ഞ കൺട്രിക്ക് ഉണ്ടായിരിക്കും അല്ലേ. അവിടെ എന്തായിരിക്കും, ട്രേഡ് ബാലൻസ്ഡ് ആയിരിക്കും അല്ലേ. എക്സ്പോർട്ട് ഈസിക്കൽ ടു എന്തായിരിക്കും, ഇമ്പോർട്ട് ആയിരിക്കും. അതുപോലെ തന്നെ എന്താണ് അവിടെ എന്താ പറയുന്നുണ്ട്, നമ്മുടെ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ വേണം, ഇതൊക്കെ ആര് പറയുന്നുണ്ട്, മെർക്കനിലിസം പറയുന്നുണ്ട്. ഇത് നമ്മൾ അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജിലേക്ക് വരുന്ന സമയത്ത് ആഡം സ്മിത്ത് പറയുകയാണ്, ഇൻ്റർനാഷണൽ ട്രേഡ് ഒരാൾക്ക് മാത്രമല്ല ബെനിഫിറ്റ് ഉണ്ടാകുന്നത്, ആ ട്രേഡിൽ ഏർപ്പെടുന്ന 2 പേർക്ക് എന്തുണ്ടാവുന്നുണ്ട്, ഇൻ്റർനാഷണൽ ട്രേഡിലൂടെ ബെനിഫിറ്റ് ഉണ്ടാകുന്നുണ്ട്. ബേസിക് ആയിട്ട് ഇൻ്റർനാഷണൽ ട്രേഡിൻ്റെ ബേസിക് റീസൺ ആയിട്ട് അദ്ദേഹം പറയുന്നത് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ആണ് പറയുന്നത്. അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉണ്ടാവണമെങ്കിൽ 2 റീസൺസ് ഉണ്ടായിരിക്കണം. ഒന്നെന്ന് പറയുന്നത് നമ്മൾ 2 കൺട്രീസിന് എടുക്കുകയാണെങ്കിൽ 2 കൺട്രി എന്ത് ചെയ്യാണ്, സെയിം കോസ്റ്റിൽ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഏത് കൺട്രിക്കാണോ ആ ഒരു സെയിം കോസ്റ്റിൽ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ കൺട്രിക്ക് നമുക്ക് എന്ത് പറയും, ആ ഗുഡിന് മുകളിൽ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് പറയാം. രണ്ടാമത്തെ കേസ് എന്താണ്, 2 കൺട്രീസ് എന്ത് ചെയ്യാണ്, ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഏത് കൺട്രിക്കാണോ ആ ഫിക്സഡ് ഔട്ട്പുട്ട് ലോവർ കോസ്റ്റിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു ഗുഡിൻ്റെ മുകളിൽ എന്ത് ഉണ്ടാവും, ആ കൺട്രിക്ക് എന്തുണ്ടാവും, അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉണ്ടാവും എന്ന് പറയാം. അപ്പോൾ എച്ച് എന്ന് പറയുന്നത് എന്താണ്, എച്ച് എന്ന് പറയുന്ന ഗുഡിൻ്റെ മുകളിൽ എ എന്ന് പറയുന്ന കൺട്രിക്ക് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് വിചാരിക്കാം. അതുപോലെ തന്നെ വൈ എന്ന് പറയുന്ന ഗുഡിൻ്റെ മുകളിൽ ബി എന്ന് പറയുന്ന കൺട്രിക്ക് എന്തുണ്ട്, അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന് വിചാരിക്കാം. അപ്പോൾ എന്താ സംഭവിക്കുന്നുണ്ടാവുക, എച്ച് എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ത്യൻ്റെ കേസാണെങ്കിൽ എന്താണ്, ടെക്സ്റ്റൈൽസ് ആയിട്ട് എടുക്കാം. വൈ എന്ന് പറയുന്നത് സൗദി അറേബ്യൻ്റെ കേസാണെങ്കിൽ പെട്രോളിയം പ്രൊഡക്റ്റ് ആയിട്ട് എടുക്കാം. എന്തുണ്ടാവും, എ എന്ന് പറയുന്ന ഇന്ത്യ എന്ത് ചെയ്യും, ഈ അബൻഡൻ്റ് ആയിട്ട് വരുന്ന
അബൻഡൻ്റ് അല്ല, ഈ ഒരു അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്ന ഈ ഒരു ഗുഡ് എന്ത് ചെയ്യും, സ്പെഷ്യലൈസ് ചെയ്യുകയും അതെന്ത് ചെയ്യും, നമ്മുടെ ബി എന്ന് പറയുന്ന സൗദിയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ബി എന്ന് പറയുന്ന കൺട്രി എന്തായിരിക്കും, അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉള്ള വൈ ആണ്. വൈ എന്ത് ചെയ്യും, സ്പെഷ്യലൈസ് ചെയ്യുകയും കൂടുതലായിട്ട് പ്രൊഡക്ഷൻ നടത്തുകയും അത് എയിലേക്ക്, അതായത് ഇന്ത്യയിലേക്ക് എന്ത് ചെയ്യും, എക്സ്പോർട്ട് നടത്തുകയും ചെയ്യും. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പോർട്ട് ഇമ്പോർട്ട് നടത്തുന്ന സമയത്ത് എന്ത് സംഭവിക്കും, രണ്ടു പേർക്കും ഇന്റർനാഷണൽ ട്രേഡിലൂടെ ബെനിഫിറ്റ് ഉണ്ടാവുന്നതാണ് ആര് പറയുന്നത്, നമ്മുടെ അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറിയിൽ ആഡം സ്മിത്ത് പറയുന്നത്. ഇനി നമ്മൾ കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജിലേക്ക് വരാം. കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജിൽ പറയുന്നത് എന്താ വെച്ചാൽ, രണ്ട് പ്രൊഡക്റ്റിൻ്റെ മുകളിൽ ഇപ്പോൾ എക്സും വൈയും നമ്മൾ എടുക്കുകയാണെങ്കിൽ രണ്ട് പ്രൊഡക്റ്റിൻ്റെ മുകളിലും എ എന്ന് പറയുന്ന കൺട്രിക്കാണ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉള്ളതെങ്കിൽ എന്താണ് സംഭവിക്കുക, അവിടെ ട്രേഡ് ഹാപ്പൻ ആവില്ലേ. ബി എന്ന് പറയുന്ന കൺട്രിക്കായിരിക്കും എന്ത് സംഭവിക്കുന്നുണ്ടാവാം, അബ്സല്യൂട്ട് ഡിസ്അഡ്വാൻറ്റേജ് ആയിരിക്കും രണ്ട് കൂടിൻ്റെ മുകളിൽ. അതായത് എനെയും വൈനെയും എടുക്കുന്ന സമയത്ത് കൺട്രി എക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ എക്സിനെയും വൈനെയും, അതായത് എക്സിനെയും വൈനെ എടുക്കുന്ന സമയത്ത് കൺട്രി എക്ക് എന്തുണ്ട്, എക്സും വൈയും ലോവസ്റ്റ് കോസ്റ്റിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആരേക്കാൾ, ബി എന്ന് പറയുന്ന കൺട്രിയിലേക്കാൾ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, എ എന്ന് പറയുന്ന കൺട്രിക്ക് എന്തുണ്ട്, എച്ചിൻ്റെ വൈൻ്റെ മുകളിൽ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് പറയാം. ബി എന്ന് പറയുന്ന കൺട്രിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, എച്ച് ആൻഡ് വൈൻ്റെ മുകളിൽ അബ്സല്യൂട്ട് എന്താണ്, ഡിസ്അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് പറയാം അല്ലേ. അപ്പോൾ ഈ ഒരു കേസിൽ ഇന്റർനാഷണൽ ട്രേഡ് ഹാപ്പൻ ആവോ എന്നുള്ളതാണ്. കാരണം എന്താണ്, രണ്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്, ഒരാളെന്നാണ് പറയുന്നത് അല്ലേ. അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് വരുമ്പോൾ രണ്ടും പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് ഒരാളായിരിക്കണം, ആളെന്നല്ല പറയുന്നത്, ഒരാളായിരിക്കണം അല്ലേ. ബി എന്തായിരിക്കും, രണ്ടും പ്രൊഡ്യൂസ് ചെയ്യാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കും അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജിൽ വരാം. എന്നാൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ ഡൊമസ്റ്റിക് കൺട്രിയിലേക്ക് വരും അല്ലേ. ഇപ്പോൾ എന്താണ്, എ എന്ന് പറയുന്നത് എന്താണ്, ഇന്ത്യ എന്ന് വിചാരിക്കും. ഇന്ത്യ എന്ത് ചെയ്യും, ഇന്ത്യക്ക് എന്തുണ്ട്, ടെക്സ്റ്റൈൽസിൻ്റെ മുകളിലും എന്തുണ്ട്, അതുപോലെ തന്നെ സ്പൈസസിൻ്റെ മുകളിലും എന്തുണ്ട്, അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് വിചാരിക്കാം. അതുപോലെ തന്നെ എന്തുണ്ട്, യു കെക്ക് അല്ലെങ്കിൽ യു എസ് എക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ടെക്സ്റ്റൈൽസിൻ്റെ മുകളിലും അതുപോലെ തന്നെ സ്പൈസസിൻ്റെ മുകളിലും എന്തുണ്ട്, അബ്സല്യൂട്ട് ഡിസ്അഡ്വാൻറ്റേജ് ആണെന്ന് വിചാരിക്കുക. അതായത് ലോവർ കോസ്റ്റിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല, അവരെ സംബന്ധിച്ചുള്ള ഹയർ കോസ്റ്റിൽ മാത്രമായിരിക്കും ടെക്സ്റ്റൈൽസും അതുപോലെ തന്നെ സ്പൈസസും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചുള്ള രണ്ടിനും മുകളിലും അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉണ്ട്, രണ്ടും എന്ത് ചെയ്യാൻ പറ്റും, ലോവർ കോസ്റ്റിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യും, ഇന്ത്യ എന്ത് ചെയ്യും, അതിൻ്റെ ഡൊമസ്റ്റിക് കൺട്രിയിലേക്ക് വരും അല്ലേ. എന്ത് ചെയ്യും, വിത്തിൻ ഏഷ്യയിലേക്ക് വന്നിട്ട് എന്ത് ചെയ്യും, ഈ ടെക്സ്റ്റൈൽസിനെയും അതുപോലെ തന്നെ സ്പൈസസിനെയും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇന്ത്യക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഏറ്റവും ലോവർ കോസ്റ്റിൽ എന്താണ്, ടെക്സ്റ്റൈൽസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇന്ത്യനേക്കാൾ, സ്പൈസസിനേക്കാൾ. അപ്പോൾ എന്ത് ചെയ്യും, ഇന്ത്യ എന്ത് ചെയ്യും, ടെക്സ്റ്റൈൽസിൻ്റെ മുകളിൽ എന്ത് ചെയ്യും, സ്പെഷ്യലൈസ്ഡ് ആവുകയും അതെന്ത് ചെയ്യും, യു കെയിലേക്ക് എന്ത് ചെയ്യും, എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ഇനി യു കെൻ്റെ കേസിൽ വരുന്ന സമയത്ത് രണ്ട് ഗുഡ്സിൻ്റെ മുകളിൽ എന്താണ്, അബ്സല്യൂട്ട് ഡിസ്അഡ്വാൻറ്റേജ് ആണ്, രണ്ടും പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറയുമ്പോൾ ഇന്ത്യയെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, ഹയർ കോസ്റ്റ് ആണ് അല്ലേ. അപ്പോൾ യു കെ എന്ത് ചെയ്യും, വിത്തിൻ ഏഷ്യയിലേക്ക് വന്നിട്ട് എന്ത് ചെയ്യും, ഇത് രണ്ടിനെയും കമ്പയർ ചെയ്യുന്ന സമയത്ത് യു കെക്ക് മനസ്സിലാവാണ് എന്താണ്, ഏറ്റവും ലെസർ കോസ്റ്റിൽ എനിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് സ്പൈസസ് ആണ്. അപ്പോൾ യു കെ എന്ത് ചെയ്യും, സ്പൈസസ് കൂടുതലായിട്ട് എന്ത് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യുകയും സ്പെഷ്യലൈസ് ചെയ്യുകയും അതെന്ത് ചെയ്യും, ഇന്ത്യയിലേക്ക് എന്ത് ചെയ്യും, എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇന്ത്യ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്താണ്, കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് നോക്കിയിട്ടാണ് അല്ലേ. രണ്ടും കൂടെ കമ്പയർ ചെയ്തിട്ട് അതിൽ ഏറ്റവും ലീസ്റ്റ് കോസ്റ്റിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഏതാണോ അതായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ഇന്ത്യ എന്ത് ചെയ്യുന്നുണ്ടാവാം, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക. എന്നാൽ രണ്ട് ഗുഡിൻ്റെ മുകളിൽ ഇന്ത്യക്ക് എന്തുണ്ട്, അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉണ്ട്. എന്നാൽ യു കെൻ്റെ സംബന്ധിച്ചോളം എന്താണ്, രണ്ട് ഗുഡിൻ്റെ മുകളിൽ എന്താണ്, അബ്സല്യൂട്ട് ഡിസ്അഡ്വാൻറ്റേജ് ആണ് അല്ലേ. രണ്ടും എന്താണ് പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറയുന്നത്, ഇന്ത്യയെ കമ്പയർ ചെയ്യുമ്പോൾ ഹയർ കോസ്റ്റ് ആണ്. എന്നാൽ എന്ത് ചെയ്യും, ഡൊമസ്റ്റിക് കൺട്രിയിലേക്ക് വന്നിട്ട് എന്ത് ചെയ്യും, ഇത് രണ്ടിനെയും കമ്പയർ ചെയ്തിട്ട് എന്ത് ചെയ്യും, അതിൽ നിന്ന് ലീസ്റ്റ് കമ്പാരിറ്റീവ് ഡിസ്അഡ്വാൻറ്റേജ് ഉള്ളത്, അതായത് രണ്ടും ഡിസ്അഡ്വാൻറ്റേജ് ആണ് എന്നിട്ട് അതിൽ നിന്നും ഏറ്റവും ലീസ്റ്റ് കോസ്റ്റിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ലീസ്റ്റ് കമ്പാരിറ്റീവ് ഡിസ്അഡ്വാൻറ്റേജ് അല്ലേ. ലീസ്റ്റ് കമ്പാരിറ്റീവ് ഡിസ്അഡ്വാൻറ്റേജ്, ആ ഒരു ടേം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ലീസ്റ്റ് കമ്പാരിറ്റീവ് ഡിസ്അഡ്വാൻറ്റേജ്. ലീസ്റ്റ് കമ്പാരിറ്റീവ് ഡിസ്അഡ്വാൻറ്റേജ് ഉള്ള കുട്ടീനെ എന്ത് ചെയ്യും, നമ്മുടെ യു കെ എന്ത് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യില്ല. അതിൽ ഏതാണ്, സ്പൈസസ് ആയിരിക്കും എന്ന് പറയുന്നത് ലീസ്റ്റ് കമ്പാരിറ്റീവ് ഡിസ്അഡ്വാൻറ്റേജ്, ലീസ്റ്റ് കമ്പാരിറ്റീവ് ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതെന്ത് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യുകയും സ്പെഷ്യലൈസ് ചെയ്യുകയും അതെന്ത് ചെയ്യും, നമ്മുടെ ഇന്ത്യയിലേക്ക് എന്ത് ചെയ്യും, എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പോർട്ട് ഇമ്പോർട്ട് നടക്കുമ്പോൾ ട്രേഡ് ഹാപ്പൻ ആവും. ഇനി നമ്മൾ എക്ഷർ ഓയിലി മോഡലിലേക്ക് വരുന്ന സമയത്ത് ഇതെന്താണ്, ആക്ച്വലി കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറിൻ്റെ എന്താണ് ഒരു എക്സ്റ്റൻഷൻ വേർഷനാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളുടെ ഡേവിഡ് റിക്കാർഡോ എന്ത് പറയുന്നുണ്ട്, ഒരു കൺട്രി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഗുഡ് സ്പെഷ്യലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു കൺട്രിക്ക് അതിൻ്റെ മുകളിൽ എന്തുണ്ടായിരിക്കും, കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടായിരിക്കും അല്ലേ, കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒരു കൺട്രിക്ക് എന്തായിരിക്കും, ആ ഒരു കൺട്രീൻ്റെ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ മുകളിൽ എന്തായിരിക്കും, ലീസ്റ്റ് കമ്പാരിറ്റീവ് എന്തായിരിക്കും, ഡിസ്അഡ്വാൻറ്റേജ് ഉണ്ടാവും. ഈ ഒരു സിറ്റുവേഷനിലാണ് എന്ത് ചെയ്യുന്നുണ്ടാവുക, ആ ഒരു ഗുഡ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുകയും അത് എന്ത് ചെയ്യുന്നുണ്ടാവുക, എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടാവുക. ഇതാണ് ബേസിക്കലി നമ്മൾ എന്ത് പറയുന്നത്, കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജിലേക്ക് വരുന്ന സമയത്ത് പറയുന്നത്. എന്നാൽ ഡേവിഡ് റിക്കാർഡോ ഒരിക്കലും പറയുന്നില്ല എന്തുകൊണ്ട് ഒരു കൺട്രിക്ക് കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് ഒരു ഗുഡിൻ്റെ മുകളിൽ വരുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഒരു കൺട്രിക്ക് ലീസ്റ്റ് കമ്പാരിറ്റീവ് ഡിസ്അഡ്വാൻറ്റേജ് ഒരു ഗുഡിൻ്റെ മുകളിൽ വരുന്നുണ്ട്. ഇതിൻ്റെ ബേസിക് റീസൺ ആണ് ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, എക്ഷർ ഓയിൽ മോഡലിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് നമുക്കറിയാം കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറി പ്രകാരം കമ്പാരിറ്റീവ് കോസ്റ്റിലുള്ള
പ്രൊഡക്റ്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ഒരു കൺട്രി സ്പെഷ്യലൈസ് ചെയ്യുകയും അത് എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ടാവുക. അതുപോലെ തന്നെ ഒരു കൺട്രിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കൺട്രിക്ക് 2 കൂടിൻ്റെ മുകളിലും അബ്സല്യൂട്ട് ഡിസ്അഡ്വാൻറ്റേജ് ആണുള്ളെങ്കിൽ അതിൽ ലീസ്റ്റ് കമ്പാരിറ്റീവ് ഡിസ്അഡ്വാൻറ്റേജ് ഉള്ള പ്രൊഡക്റ്റിനെ എടുത്തിട്ട് എന്ത് ചെയ്യും, അത് സ്പെഷ്യലൈസ് ചെയ്യുകയും അത് എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യും. എന്നാൽ എങ്ങനെയാണ് ഒരു കൺട്രി ഒരു ഗുഡിൻ്റെ മുകളിൽ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ആയിട്ട് മാറുന്നത്, എന്തുകൊണ്ട് ഒരു ഗുഡ് ലോവർ കോസ്റ്റിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്, അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഒരു ഗുഡിൻ്റെ മുകളിൽ ഒരു കൺട്രി ലീസ്റ്റ് കമ്പാരിറ്റീവ് ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് മാറുന്നത്, എന്തുകൊണ്ട് ലോവർ കോസ്റ്റിൽ മറ്റേ ഗുഡിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു. ഇതിൻ്റെ ബേസിക് റീസൺ ആര് പറഞ്ഞു വെക്കുന്നില്ല, നമ്മുടെ ഡേവിഡ് റിക്കാർഡ് പറഞ്ഞു വെക്കുന്നില്ല. ഇതിൻ്റെ റീസൺസ് ആണ് ആക്ച്വലി ആര് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ഏലി എക്ഷറും അതുപോലെ തന്നെ ബേർട്ടിൽ ഓയിലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു ബേസാണ് ആക്ച്വലി നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്, എക്ഷർ ഓയിൽ തിയറി സ്റ്റാർട്ട് ചെയ്യുന്നത്. എക്ഷർ ഓയിൽ തിയറി നമുക്ക് എന്തും വിളിക്കാം, ഫാക്ടർ എൻഡോമെൻ്റ് അപ്രോച്ച് എന്നും നമുക്ക് എന്ത് ചെയ്യാം, വിളിക്കാം. ക്ലിയർ ആണല്ലോ, എന്നാൽ നമുക്ക് പോവാം അല്ലേ. ഓക്കെ, extension of the classical international theories, that means the comparative cost advantage theory, that is the basis of the international trade അല്ലേ. ഇതെന്താണ്, എക്സ്റ്റൻഷൻ ഓഫ് ദി ക്ലാസിക്കൽ ഇന്റർനാഷണൽ ട്രേഡ് തിയറി ആണ് അല്ലേ. അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി ആണെങ്കിലും കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറി ആണെങ്കിലും രണ്ടും എന്താണ്, ക്ലാസിക്കൽ തിയറിയാണ്. രണ്ടുപേരും എന്താണ്, ക്ലാസിക്കൽസ് ആണ് അല്ലേ. ഡേവിഡ് റിക്കാർഡോ ആണെങ്കിലും അതുപോലെ തന്നെ ആഡം സ്മിത്തും ആണെങ്കിലും എന്താണ്, അത് രണ്ടുപേരും എന്താണ്, ക്ലാസിക്കൽസ് ആണ്. ഇറ്റ് മെയിൻലി എക്സാമിൻ ദ ഹൗ ദ കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറി ഹാപ്പൻ. ഇതെന്താണ് ആക്ച്വലി പഠിക്കാൻ പോകുന്നത്, എങ്ങനെയാണ് കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് ഹാപ്പൻ ആവുന്നത്, എങ്ങനെയാണ് ഒരു ഗുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുകളിൽ ഒരു കൺട്രിക്ക് എന്ത് ചെയ്യുന്നത്, ലീസ്റ്റ് എക്സ്പെൻസ് വരുന്നത് അല്ലെങ്കിൽ ലെസ്സർ എക്സ്പെൻസ് വരുന്നത്. ഇതിനെയാണ് ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ എക്ഷർ ഓയിൽ മോഡലിൽ പഠിക്കുന്നത്. ഇറ്റ് എക്സ്പ്ലെയിൻ ദ റീസൺ ബിഹൈൻഡ് കമ്പാരിറ്റീവ് കോസ്റ്റ് ഡിഫറൻസ് ഇൻ്റർനാഷണൽ. എങ്ങനെയാണ് രണ്ട് കൺട്രിക്ക് എന്ത് ചെയ്യുന്നത്, ഓരോ ഗുഡിന് മുകളിലും കമ്പാരിറ്റീവ് എന്താണ് അഡ്വാൻറ്റേജ് വരുന്നത്, എങ്ങനെയാണ് ഒരു ഗുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് മറ്റേ ഗുഡിനേക്കാൾ ഒരു ഗുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അത് ലെസ്സർ കോസ്റ്റിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇതിൻ്റെ റീസൺസ് ആണ് നമ്മൾ ബേസിക്കലി എന്തിൽ നോക്കാൻ പോകുന്നത്, എക്ഷർ ഓയിൽ മോഡലിൽ നോക്കാൻ പോകുന്നത്. ഇറ്റ്സ് എ എക്സ്റ്റൻഷൻ ഓഫ് ദി ക്ലാസിക്കൽ ഇന്റർനാഷണൽ ട്രേഡ് അല്ലേ. എന്താണ്, കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറിൻ്റെ എക്സ്റ്റൻഷൻ ആണ് ആക്ച്വലി എന്ത് പറയുന്നത്, നമ്മുടെ നമ്മുടെ എക്ഷർ ഓയിൽ മോഡൽ തിയറി അല്ലേ. എക്ഷർ ഓയിൽ എക്സ്പ്ലെയിൻ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഡിറ്റർമിൻ ദ കമ്പാരിറ്റീവ് ഡിഫറൻസ് ഇന്റർനാഷണൽ. എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഈ ഒരു കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് ഒരു ഗുഡിന് മുകളിൽ വരാനുള്ള റീസൺസ് ആയിട്ട് പറയുന്നത്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഡിറ്റർമിൻ കമ്പാരിറ്റീവ് കോസ്റ്റ് ഡിഫറൻസ് ഇന്റർനാഷണൽ എന്ന് പറയുമ്പോൾ എന്താണ്, രണ്ട് കൺട്രീസ് ഉണ്ട്, രണ്ട് കൺട്രീസിനും എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ കൺട്രിക്കും ഓരോ ഗുഡിന് മുകളിൽ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ലീസ്റ്റ് കമ്പാരിറ്റീവ് ഡിസ്അഡ്വാൻറ്റേജ് വരുന്നുണ്ട് അല്ലേ. അപ്പോഴാണ് ഇന്റർനാഷണൽ ട്രേഡ് ഹാപ്പൻ ഉണ്ടാവുന്നുണ്ടാവുക. അങ്ങനെ ഇന്റർനാഷണലി നോക്കുന്ന സമയത്ത് എങ്ങനെയാണ് രണ്ട് കൺട്രിക്ക് ഇങ്ങനെ കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ലീസ്റ്റ് കമ്പാരിറ്റീവ് ഡിസ്അഡ്വാൻറ്റേജ് വരുന്നത്, ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ്, എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഇതിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ബേസിക് റീസൺ എന്നുള്ളതാണ് നമ്മൾ എക്ഷർ ഓയിൽ മോഡൽ എന്ത് ചെയ്യുന്നത്, നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് എംപിരിക്കൽ വർക്ക് പ്രൊവൈഡഡ് ബൈ ദ ഏലി എക്ഷർ ഇൻ ദ ഇയർ ഓഫ് 1919. അതായത് ഏലി എക്ഷറും ബേർട്ടിൽ ഓയിലും ചേർന്നിട്ടാണ് ഈ ഒരു തിയറി കണ്ടുപിടിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതിനെ എക്ഷർ ഓയിൽ മോഡൽ എന്ന് വിളിക്കുന്നത് അല്ലേ. സോ 1990 എന്ത് ചെയ്യുന്നത്, ഏലി എക്ഷർ ആണ് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ഒരു എംപിരിക്കൽ, അതായത് ഇത് എന്ത് ചെയ്യുന്നത്, ഡേറ്റ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ എവിഡൻസ് എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. ആർട്ടിക്കൽ ദ എഫക്ട് ഓഫ് ദി ഫോറിൻ ട്രേഡ് ആൻഡ് ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി ഇൻകം. അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിളാണ് എന്ത് പറയുന്നത്, ദ എഫക്ട് ഓഫ് ദി ഫോറിൻ ട്രേഡ് ആൻഡ് ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി ഇൻകം. ഈ ഒരു ആർട്ടിക്കിളാണ് അദ്ദേഹം എന്ത് പറയുന്നത്, ഈ ഒരു എംപിരിക്കൽ വർക്ക് എന്ത് ചെയ്യുന്നത്, ഡിസ്പ്ലേ ചെയ്യുന്നത്. ഏത് ഇയറിലാണ്, 1990. ലേറ്റർ ദ ഇയർ ഓഫ് ദി 1933 his own student Bertil Oil published his famous book The Inter-Regional and the International Trade. ആരാണ്, സത്യം പറഞ്ഞാൽ ഇവിടെ എന്തുണ്ട്, ഒരു ഗുരു ശിഷ്യ ബന്ധമുണ്ട് അല്ലേ. ഇവിടെ ആക്ച്വലി എന്താ സംഭവിക്കുന്നത്, അതായത് ഒരു സാറും അതായത് ഒരു ടീച്ചറും അയാളുടെ സ്റ്റുഡൻറ്റും കൂടെ ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ തിയറി എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത് അല്ലേ. ഏലി എക്ഷറിൻ്റെ പാത പിന്തുടർന്ന് 1933 എന്ത് ചെയ്യാണ്, അദ്ദേഹത്തിൻ്റെ ഓവൻ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ബേർട്ടിൽ ഓയിൽ എന്ത് ചെയ്യാണ്, അദ്ദേഹത്തിൻ്റെ പുസ്തകമായിട്ടുള്ള ഇന്റർ റീജിയണൽ ആൻഡ് ഇൻ്റർനാഷണൽ ട്രേഡിലൂടെ എന്ത് ചെയ്യാണ്, ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് എന്ത് ചെയ്യാണ്, പ്രൊവൈഡ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ. ദീസ് ബുക്സ് പ്രൊവൈഡ് ദ ബേസിക് ഔട്ട്ലൈൻ ഓഫ് ദ എക്ഷർ ഓയിൽ മോഡൽ ഫാക്ടർ എൻഡോമെൻ്റ് അപ്രോച്ച്. ഈ രണ്ട് പുസ്തകങ്ങളും ചേർന്നിട്ടല്ലേ, ഈ രണ്ട് വർക്കും കൂടെ, ഒന്ന് ആർട്ടിക്കിളാണ് ഒന്ന് പുസ്തകമാണ്, ഈ രണ്ട് വർക്കും കൂടെ ചേർന്നിട്ട് ഏലി എക്ഷർ 1999 അതുപോലെ തന്നെ 1933 അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ബേർട്ടിൽ ഓയിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഇന്റർ റീജിയണൽ ആൻഡ് ഇൻ്റർനാഷണൽ ട്രേഡും അല്ലേ. ഇവർ രണ്ടുപേരും എന്ത് ചെയ്യുന്നതാണ്, കമ്പൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, ഡെവലപ്പ് ചെയ്തിട്ടുള്ള തിയറിയാണ് ആക്ച്വലി എന്ത് പറയുന്നത്, എക്ഷർ ഓയിൽ തിയറി അല്ലെ, എക്ഷർ ഓയിൽ മോഡൽ അല്ലെ, ഫാക്ടർ എൻഡോമെൻ്റ് അപ്രോച്ച് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇപ്പോൾ രണ്ടുപേരും എന്താണ്, ഏലി എക്ഷറിൻ്റെ പാത പിന്തുടർന്നിട്ടാണ് ബേർട്ടിൽ ഓയിൽ എന്ത് ചെയ്യുന്നത്, ഫെർദർ ആയിട്ടുള്ള സ്റ്റഡീസ് നടത്തുന്നതും രണ്ടുപേരും എന്ത് ചെയ്യുന്നത്, കമ്പൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നത്, ഈ ഒരു തിയറി ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ,
അപ്പോൾ ഇയേഴ്സിൻ്റെ വ്യത്യാസം നോക്കാം. 1990 ഏലി അക്ഷർ, അതുപോലെ തന്നെ 1933 ബേർട്ടിൽ ഓയിൽ അല്ലേ. ഇത്രയും ഇയേഴ്സിൻ്റെ ഡിഫറൻസ് വന്നിട്ടുണ്ടെങ്കിൽ കൂടെ രണ്ടുപേരും പഠിക്കാൻ ശ്രമിക്കുന്നതും പ്രൊജക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്താണ് അക്ഷർ ഓയിൽ മോഡൽ അല്ലേ, എന്താണ് കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറിൻ്റെ ബിഹൈൻഡ് ദ റീസൺ ആയിട്ട് വരുന്നത് അല്ലേ. സോ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ബേസിക്കലി നോക്കാൻ പോകുന്ന ടേംസുകൾ എന്ന് പറയുന്നത് ഒന്ന് ബേസിക് അസംഷൻസ് ആണ്. അതായത് നമുക്ക് ചില തിയറീസ് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ബേസിക് ആയിട്ടുള്ള അസംഷൻസ് വേണം അല്ലേ. അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറിയിൽ നമ്മൾ എന്തൊക്കെ കണ്ടു, 2-to-1 മോഡലാണെന്ന് കണ്ടു അല്ലേ. പിന്നെ അതുപോലെ തന്നെ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ, വിത്തൗട്ട് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ആണെന്ന് കണ്ടു, ഫ്രീ ട്രേഡ് ആണ്, ഇതൊക്കെ നമ്മൾ കണ്ടു അല്ലേ. കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജിൽ വരുന്ന സമയത്ത് നമ്മൾ ബേസിക് ആയിട്ടുള്ള ചില അസംഷൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ അസംഷൻസ് പോലെ തന്നെ എന്തുണ്ട്, എക്ഷർ ഓയിലും ചില എന്തുണ്ട് അസംഷൻസ് ഉണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് എന്താണ്, ഫാക്ടർ എൻഡോമെൻറ്റ് എന്ന് പറയുന്നത് അല്ലെ, ഫാക്ടർ അപ്പൻഡൻറ്റ് എന്ന് പറയുന്നത് അല്ലേ. ഫാക്ടർ എൻഡോമെൻറ്റിനെ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്, പ്രൈസ് ക്രൈറ്റീരിയയും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ടോട്ടൽ ഔട്ട്പുട്ടിൻ്റെ ക്രൈറ്റീരിയയും വെച്ചിട്ടാണ്. പ്രൈസ് ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ പ്രൈസ് ഓഫ് ദി എക്സ് ഡിവൈഡഡ് ബൈ പ്രൈസ് ഓഫ് ദി വൈ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, പ്രൈസ് ക്രൈറ്റീരിയ നമ്മൾ കാണുന്നുണ്ടാവുക. അതുപോലെ തന്നെ എന്താണ് ടോട്ടൽ ഔട്ട്പുട്ടിൻ്റെ കേസിൽ വരുന്ന സമയത്ത് ടോട്ടൽ ഔട്ട്പുട്ട് ഓഫ് എക്സ്, അതുപോലെ തന്നെ എന്താണ് ടോട്ടൽ ഔട്ട്പുട്ട് ഓഫ് വൈ, ടോട്ടൽ ഔട്ട്പുട്ട് ഓഫ് എക്സ് ആൻഡ് ടോട്ടൽ ഔട്ട്പുട്ട് ഓഫ് വൈ വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, നമ്മുടെ എന്ത് കാണുന്നുണ്ടാവാം, നമ്മുടെ ഔട്ട്പുട്ടിൻ്റെ ആ ഒരു റേഷ്യോ കാണുന്നുണ്ടാവുക. അവിടെ പ്രൈസ് റേഷ്യോ അതുപോലെ തന്നെ ഔട്ട്പുട്ട് റേഷ്യോ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, നമ്മുടെ ഫാക്ടർ എൻഡോമെൻറ്റ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവുക. ഫാക്ടർ ഇൻറ്റൻസിറ്റി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവുക ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ വെച്ചിട്ടാണ്. കെ ഡിവൈഡഡ് ബൈ എൽ ആണല്ലേ, ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ വെച്ചിട്ടാണ്. എന്താണ് ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ, ഒരു എക്സ് എന്ന് പറയുന്ന ഒരു ഗുഡ് ഉണ്ടാക്കണമെങ്കിൽ ഒരൊറ്റ യൂണിറ്റ് ഓഫ് ലേബറിന് നമ്മൾ എത്ര ക്യാപിറ്റൽ യൂസ് ചെയ്യണം, ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സോപ്പ് എന്നുള്ളത് ഒരു പ്രൊഡക്റ്റ് ആയിട്ട് എടുക്കാം. ഈ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണം, മാൻ പവറും വേണം, അതുപോലെ തന്നെ മെഷീൻ്റെ പവറും വേണമെന്ന് വിചാരിക്കാം. അപ്പോൾ ഒരൊറ്റ ലേബറിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒരൊറ്റ ലേബറിന് നമുക്ക് വേണ്ടി വരുന്ന യൂണിറ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ യൂണിറ്റ് ഓഫ് എന്താണ് മെഷീൻസിനെയാണ് ആക്ച്വലി നമ്മൾ എന്ത് പറയുന്നത്, ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, ദി ബേസിസ് ഓഫ് ദി എക്ഷർ ഓയിൽ തിയറി ആൻഡ് ദ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ, ഇത്രയാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ എക്ഷർ ഓയിൽ മോഡൽ നമുക്ക് ബേസിക് ആയിട്ട് പഠിക്കാനുള്ളത്. അത്ര കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂ ഒന്നല്ല. ഓക്കെ, എന്നാലും ശ്രദ്ധിച്ചിട്ടിരിക്കണം. ഓക്കെ ഫൈൻ. സോ നമ്മൾ ബേസിക് ആയിട്ടുള്ള അസംഷനിലേക്ക് പോവാണ്. അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജിലും അതുപോലെ തന്നെ കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജിലും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു 2-to-1 മോഡലായിരുന്നു. കാരണം എന്താണ്, അവിടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ എന്ത് ചെയ്യാണ്, ലേബർ മാത്രം എടുക്കുന്നുള്ളൂ. എന്നാൽ ഇവിടെ നമ്മൾ എടുക്കുന്ന എന്താണ് 2-to-2 മോഡലാണ്. എന്താണ്, 2 countries ആണ്, 2 commodities ആണ്, 2 factors of production ആണ് അല്ലേ. എന്തൊക്കെയുണ്ട്, ഓൺലി ഹാവ് 1 factors of production ഈസ് കൺസിഡേർഡ് അണ്ടർ ദ ക്ലാസിക്കൽ ലേബർ ആയിരുന്നു അല്ലേ. അതായത് അബ്സല്യൂട്ടിലാണെങ്കിലും അതുപോലെ തന്നെ കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജിലാണെങ്കിൽ നമ്മൾ ഒറ്റ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എടുത്തിട്ടുള്ളൂ, അത് ലേബർ ആയിരുന്നു. എന്നാൽ ഹിയർ വി കൺസിഡർ ദ ക്യാപിറ്റൽ ആസ് വെൽ ആസ് ദി ലേബർ അല്ലേ. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, 2 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എടുക്കുന്നുണ്ട്, ക്യാപിറ്റലിനും എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ എന്തെടുക്കുന്നുണ്ട്, ലേബറിനെ നമ്മൾ എടുക്കുന്നുണ്ട്. ദ കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിൽ, രണ്ടാമത്തെ അസംഷനാണ് കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിൽ. ഇതിൻ്റെ അസംഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എന്ത് ചെയ്യും, കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ചൂസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് വരും. അപ്പോൾ ഓരോ അസംഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ കോൺസ്റ്റന്റ് റിട്ടേൺ സ്കെയിലാണോ, ഇൻക്രീസ് റിട്ടേൺ സ്കെയിലാണോ, ഡിമിനിഷൻ റിട്ടേൺ സ്കെയിലാണോ, ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. ഇപ്പോൾ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തരാം, എക്ഷർ ഓയിൽ മോഡൽ ഈസ് ദ ഇൻക്രീസ് റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അതെന്ത് ചെയ്യണം, ക്ലാരിഫൈ ചെയ്യാൻ പറ്റണം. അപ്പോൾ എന്ത് ചെയ്യണം, ഈ ഒരു അസംഷൻസ് എന്ത് ചെയ്യണം, നിങ്ങൾ കറക്റ്റായിട്ട് ഓർഡർ വൈസ് എന്ത് ചെയ്യണം, നിങ്ങൾ പഠിച്ചു വെക്കണം അല്ലേ. പിന്നെ എന്താണ് ഇവിടെ എന്താ പറയുന്നത്, കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിലല്ല പറയുന്നത്. ദാറ്റ് മീൻസ് ഇഫ് ദ ക്യാപിറ്റൽ ആൻഡ് ദ ലേബർ ഇൻക്രീസ് ഇൻ എ ഗിവൺ പ്രൊപ്പോർഷൻ ആൻഡ് ദ ഔട്ട്പുട്ട് ഇൻക്രീസ് ഇൻ ദി സെയിം പ്രൊപ്പോർഷൻ. നമുക്കറിയാം ഇൻപുട്ട് 10% ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതേ 10% എന്ത് ചെയ്യാണ്, ഔട്ട്പുട്ടും ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിലാണ് അതിന് നമ്മൾ എന്ത് പറയാം, കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറയാം അല്ലേ. അതുപോലെ തന്നെ ഇൻക്രീസ് റിട്ടേൺ ടു സ്കെയിൽ ഉണ്ട് അല്ലേ. 10% ആണ് നമ്മുടെ ഇൻപുട്ട് ഇൻക്രീസ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യാണ്, മോർ ദാൻ 10% ആയിട്ടുള്ള 20% നമ്മുടെ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് പറയാം, നമ്മുടെ ഇൻക്രീസ് റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറയാം. ഇനി എന്താണ്, 10% ആണ് നമ്മുടെ ഇൻപുട്ട് ഇൻക്രീസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ലെസ്സർ പ്രൊപ്പോർഷനേറ്റിലാണ് നമ്മുടെ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നതെങ്കിൽ എന്താണ്, ഏകദേശം 5% ആണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ 8% ആണ് നമ്മുടെ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം, അതിനെന്താണ്, ഡിക്രീസ് ഇൻ റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറയും. ഇവിടെ എന്താണ്, കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിലാണ്. അതായത് നമ്മുടെ ഇൻപുട്ട് ആയിട്ടുള്ള ക്യാപിറ്റലിനെയും ലേബറിനെ നമ്മൾ ഇൻക്രീസ് ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയിട്ട്, ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാപിറ്റലിനെയും ലേബറിനെ നമ്മൾ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ആ സെയിം പ്രൊപ്പോർഷനേറ്റിൽ തന്നെ എന്ത് ചെയ്യാണ്, സെയിം പ്രൊപ്പോർഷനേറ്റിൽ തന്നെ എന്ത് ചെയ്യുകയാണ്, നമ്മുടെ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയാം, കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറയാം. അതായത് 10% നമ്മൾ നമ്മുടെ ഇൻപുട്ട് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുകയാണ്, 10% എന്ത് ചെയ്യുക, നമ്മുടെ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നതിന് നമുക്ക് എന്ത് പറയാം, കോൺസ്റ്റന്റ് റിട്ടേൺ ടു
സ്കെയിൽ എന്ന് പറയാം. ഓക്കെ ആണല്ലോ. ദ കമ്മോഡിറ്റി വൈ ഈസ് അസ്യൂംഡ് ടു ബി ക്യാപിറ്റൽ ഇൻറ്റൻസീവ് കമ്മോഡിറ്റി ആൻഡ് ദ കമ്മോഡിറ്റി എച്ച് ഈസ് അസ്യൂംഡ് ടു ബി എ ലേബർ ഇൻറ്റൻസീവ് കമ്മോഡിറ്റി. അതായത് നമുക്കറിയാം 2 കമ്മോഡിറ്റീസ് ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. ഒന്ന് എന്താണ് എച്ച് ആണ്, അതുപോലെ തന്നെ എന്താണ് ഒന്ന് വൈ ആണ്. ഇതിൽ വൈ എന്ന് പറയുന്നത് എന്താണ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് കമ്മോഡിറ്റി ആണ്. വിച്ച് മീൻസ് ഇവിടെ നമ്മുടെ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ എന്തായിരിക്കും കൂടുതലായിരിക്കും. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം കേട്ടോ. വൈൻ്റെ കേസിൽ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ എന്തായിരിക്കും കൂടുതലായിരിക്കും. എച്ച് ഈസ് അസ്യൂംഡ് ടു ബി ദ ലേബർ ഇൻറ്റൻസീവ് കമ്മോഡിറ്റി. ദാറ്റ് മീൻസ് ലേബർ, അതായത് എച്ചിൻ്റെ കേസിൽ എന്തായിരിക്കും ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ എന്തായിരിക്കും കുറവായിരിക്കും. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ വൈ എന്ന് പറയുന്ന ഗുഡ് എന്താണ് നമ്മൾ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഗുഡായിട്ടും എസ് എന്ന് പറയുന്ന ഗുഡിനെ നമ്മൾ എന്താണ് ലേബർ ഇൻറ്റൻസീവ് ഗുഡായിട്ടാണ് എടുക്കുന്നത്. ഇതിൻ്റെ ബേസിക് അസംഷൻ ആണ്. സെയിം ടെക്നോളജി, അതായത് 2 കൺട്രിയിലും എന്താണ് നമ്മൾ ഫീൽ ചെയ്യുന്നത്, സെയിം ടെക്നോളജിയാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് 2 കൺട്രിയിലും ഫീൽ ചെയ്യുന്നത്. ടേസ്റ്റ് ഈസ് ദ സെയിം ഇൻ ദി 2 കൺട്രീസ്. അതായത് നമുക്ക് ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് ആയിട്ടുള്ള വൈൻ്റെ മുകളിലും എന്താണ് കൺട്രി എക്കും കൺട്രി ബിക്കും എന്തായിരിക്കും സെയിം പ്രിഫറൻസ് ആയിരിക്കും ഉണ്ടാവുക, സെയിം ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള എച്ച് എന്ന് പറയുന്ന ഗുഡിൻ്റെ മുകളിൽ 2 കൺട്രിക്ക് എന്തായിരിക്കും സെയിം ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ എന്താണ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള വൈ എന്ന് പറയുന്ന ഗുഡിൻ്റെ മുകളിൽ എന്തായിരിക്കും 2 കൺട്രീസിന് എന്തായിരിക്കും സെയിം ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ദ ഫാക്ടേഴ്സ് ഓഫ് ദി പ്രൊഡക്ഷൻ ആർ ദ മൊബൈൽ വിത്തിൻ ദ കൺട്രി ആൻഡ് ദി ഇമ്മൊബൈൽ ബിറ്റ്വീൻ ദ കൺട്രീസ്. ദാറ്റ് മീൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലേബറിന് എന്ത് ചെയ്യാൻ പറ്റും, ഇന്ത്യയിൽ എന്ത് ചെയ്യാം ഏത് ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൂവ് ഓൺ ചെയ്യാൻ പറ്റും അല്ലേ. ഏതൊരു സംസ്ഥാനത്തേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൂവ് ഓൺ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. എന്നാൽ എന്താണ് വിത്തൗട്ട് മൊബൈലാണെങ്കോ എന്തിൻ്റെ കേസിൽ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് പോകാമെന്ന് പറയുന്നത് എന്തായിരിക്കും, ലേബറിനെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ അമേരിക്കൻ്റെ ഏത് സ്ഥലത്തേക്കും എന്ത് ചെയ്യാൻ പറ്റും, ക്യാപിറ്റലിനെ മൂവ് ചെയ്യാൻ പറ്റും. എന്നാൽ എന്ത് ചെയ്യാൻ പറ്റില്ല, അമേരിക്കയ്ക്ക് വേറൊരു കൺട്രിയിലേക്ക് ഇന്ത്യയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്യാപിറ്റലിനെ മൂവ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് മീൻസ് ഫാക്ടേഴ്സ് ഓഫ് ദി പ്രൊഡക്ഷൻ ആർ ദി മൊബൈൽ വിത്തിൻ ദ കൺട്രി ആൻഡ് ദി ഇമ്മൊബൈൽ ബിറ്റ്വീൻ ദ കൺട്രി. ഓക്കെ, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ദി ബോത്ത് പ്രൊഡക്റ്റ് എക്സ് ആൻഡ് വൈ ആൻഡ് ദി ഫാക്ടർ മാർക്കറ്റ്. നമുക്കറിയാം പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ നമുക്കറിയാം നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് സെല്ലേഴ്സ് എല്ലാം എന്തായിരിക്കും, പ്രൈസ് എന്തായിരിക്കും, പ്രൈസ് ടേക്കർ ആയിരിക്കില്ലേ. പ്രൈസ് ടേക്കർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇവിടെ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്താണ്, ഇൻഡസ്ട്രി ലെവലിൽ ആരാണ്, സപ്ലൈ ഓഫ് ദി ഗുഡും അതുപോലെ തന്നെ ഡിമാൻഡ് ഓഫ് ദി ഗുഡാണ്. ആ ഒരു പ്രൈസിന് ആർക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, ഒരു കൺസ്യൂമറിനോ ഒരു സെല്ലറിനോ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇൻ കേസ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, അയാൾക്ക് എന്ത് ചെയ്യാം, വീണ്ടും അയാൾ എന്ത് ചെയ്യും, ആ ഒരു ഈക്വിലിബ്രിയം റേഞ്ചിലേക്ക് തന്നെ വരും എന്നുള്ളതാണ്. അവിടെ ഫ്രീ എക്സിറ്റ് ആൻഡ് എൻട്രിയിലുണ്ട് വീണ്ടും ആ ഒരു ഈക്വിലിബ്രിയം റേഞ്ചിലേക്ക് തന്നെ അവർ വരും അല്ലേ. അപ്പോൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ് എന്തിൽ, ബോത്ത് പ്രൊഡക്റ്റ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ്, എഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, വൈ ഉണ്ട് അല്ലേ. പിന്നെ എന്ത് പറയുന്നത്, ഫാക്ടർ മാർക്കറ്റ്, ദാറ്റ് മീൻസ് ക്യാപിറ്റൽ ആൻഡ് ലേബർ എന്ന് പറയുന്നത്. ഓക്കെ, നോൺ ട്രേഡ് ബാരിയേഴ്സ്, താരിഫ് ഓർ അതർ നോൺ താരിഫ് ബാരിയേഴ്സ്, നോൺ അതർ ട്രേഡ് ബാരിയേഴ്സ്. അതായത് നോൺ ട്രേഡ് ബാരിയേഴ്സ് ആണ്, അതായത് ഒരു തരത്തിലുള്ള ഇമ്പോർട്ട് കോട്ട, അതുപോലെ തന്നെ എക്സ്പോർട്ട് കോട്ട, അതുപോലെ തന്നെ താരിഫ്, നോൺ താരിഫ്, ടാക്സ്, ഇതൊന്നും എന്ത് ചെയ്യുന്നില്ല ഇവിടെ നമ്മൾ ആപ്ലിക്കബിൾ അല്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്കറിയാമല്ലോ, നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, കോട്ടാസ് എന്ന് പറയുമ്പോൾ ക്വാണ്ടിറ്റീൻ്റെ അണ്ടറിൽ വരുന്നതല്ലേ. നമ്മൾ എന്ത് ചെയ്യും, ഗൾഫിലേക്ക് ഒരു സാധനം എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇത്ര കിലോ മാത്രമേ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നുണ്ട് അല്ലേ. ഈ ഒരു കിലോയിൽ കൂടുതൽ കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമ്മളൊരു ടാക്സ് കൊടുക്കണം അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്, ഇങ്ങനെ ടാക്സ് കൊടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കാം, അത് നമ്മുടെ ഡൊമസ്റ്റിക്കലി അവൈലബിൾ ആവുന്ന ഫോറിൻ ഗുഡ്സിൻ്റെ പ്രൈസിൽ എന്ത് സംഭവിക്കാം, ഇൻക്രിമെൻറ്റ് സംഭവിക്കാം. ഫോർ എക്സാമ്പിൾ എന്ത് ചെയ്യാണ്, നമ്മുടെ എച്ച് എന്ന് പറയുന്ന ഗുഡിന് എന്താണ് കൺട്രി എയിൽ എന്ത് ചെയ്യുന്നുണ്ട്, 100 rupees ആണെന്ന് വിചാരിക്കാം. ഇതെന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കൺട്രി എയിൽ എന്ത് ചെയ്യുന്നുണ്ടാവും, അത് സ്പെഷ്യലൈസ് ചെയ്യുന്നുണ്ടാവും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, കൺട്രി ബിയിലേക്ക് എന്ത് ചെയ്യും, എച്ച് എന്ന് പറയുന്ന ഗുഡിനെ നമ്മൾ എന്ത് ചെയ്യും, എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇൻ കേസ് അവിടെ ട്രേഡ് ബാരിയർ വരാണെങ്കിൽ, അതായത് ആ ഒരു എച്ച് എന്ന് പറയുന്ന ഗുഡ് അവിടെ ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഒരു ടാക്സ് കൊടുക്കണം എന്ന് പറയുമ്പോൾ ആ ടാക്സ് റേറ്റ് ഏകദേശം ഒരു 10 rupees ആണെങ്കിൽ എച്ച് എന്ന് പറയുന്ന ഗുഡ് ബി എന്ന് പറയുന്ന കൺട്രിയിൽ വിൽക്കുന്നത് എത്ര രൂപയ്ക്കായിരിക്കും, 110 rupeesനായിരിക്കും. എങ്ങനെയായിരിക്കും, 110 rupeesനായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, വിൽക്കുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഇവിടെ ട്രേഡ് ബാരിയേഴ്സ് വരുന്ന സമയത്ത് ഫോറിൻ ഗുഡ്സ് എന്ത് ചെയ്യും, ഡൊമസ്റ്റിക്കലി അവൈലബിൾ ആവുന്ന സമയത്ത് അതിൻ്റെ പ്രൈസിൽ ഡിഫറൻസ് വരും. അങ്ങനെ ഒരിക്കലും പ്രൈസിൽ ഡിഫറൻസ് വരില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ്, ഒരു തരത്തിലുള്ള ട്രേഡും ആൻഡ് നോൺ ട്രേഡ് ബാരിയേഴ്സും ഇല്ല എന്നാണ് ആര് പറയുന്നത്, നമ്മുടെ എക്സ്ചർ ഓയിൽ മോഡലിൻ്റെ അസംഷനായിട്ട് പറയുന്നത്. ഓക്കെ, എന്താണ്, താരിഫും ഇല്ല, അതുപോലെ തന്നെ അതർ നോൺ താരിഫും ഇല്ല, അതുപോലെ തന്നെ എന്താണ്, നോ അതർ ട്രേഡ് ബാരിയേഴ്സും എന്തില്ല നമ്മുടെ ഈ ഒരു കേസിൽ വരുന്നില്ല. പിന്നെന്താണ്, ദർ ഇസ് എ നോ കംപ്ലീറ്റ് സ്പെഷ്യലൈസേഷൻ ഓഫ് ദി ബോത്ത് കൺട്രീസ് വിൽ പ്രൊഡ്യൂസ് ദ ബോത്ത് കമ്മോഡിറ്റീസ് ഈവൻ ആഫ്റ്റർ ദ ഫ്രീ ട്രേഡ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്, വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. അതുകൊണ്ടാണ് ഇതിനെ ഞാൻ റെഡിങ്ങിൽ എന്ത് ചെയ്തിട്ടുള്ള മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതായത് നമുക്കറിയാം അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറിയിൽ എന്താണ്, ഒരു കൺട്രിക്ക് ഒരു ഗുഡിൻ്റെ മുകളിൽ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് വരാണെങ്കിൽ ആ കൺട്രി എന്ത് ചെയ്യും, എച്ച് എന്ന് പറയുന്ന ഗുഡാണെങ്കിൽ അത് സ്പെഷ്യലൈസ് ചെയ്യുകയും അതെന്ത് ചെയ്യും, കൺട്രി ബിയിലേക്ക് എന്ത് ചെയ്യും, എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ഇനി കൺട്രി ബീൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ വൈൻ്റെ മുകളിൽ എന്തായിരിക്കും,
കൺട്രി ബിക്ക് എന്തുണ്ടായിരിക്കും അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉണ്ടാവും. കൺട്രി ബി എന്ത് ചെയ്യും, വൈ എന്ന് പറയുന്ന ഗുഡ് എന്ത് ചെയ്യും, കൺട്രി എയിലേക്ക് എന്ത് ചെയ്യും, എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പോർട്ട് ഇമ്പോർട്ട് നടക്കുകയും ഇൻ്റർനാഷണൽ ട്രേഡ് ഹാപ്പൻ ആവുകയും രണ്ടുപേർക്ക് മ്യൂച്വൽ ബെനിഫിറ്റ് കിട്ടുകയും ചെയ്യും. ഇനി എന്ത് ചെയ്യാണ്, നമ്മൾ കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജിലേക്ക് വരുന്ന സമയത്ത് സെയിം ഇതാണ് സംഭവിക്കുന്നത് അല്ലേ. എന്ത് ചെയ്യും, രണ്ട് ഗുഡ്സിന് എന്ത് ചെയ്യും, വിത്തിൻ നേഷനിൽ വന്നിട്ട് എന്ത് ചെയ്യും, എ എന്ന് പറയുന്ന ഗുഡ് എ എന്ന് പറയുന്ന കൺട്രി കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, എക്സിൻ്റെ മുകളിൽ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് മനസ്സിലാക്കി അത് സ്പെഷ്യലൈസ് ചെയ്യുകയും അതെന്ത് ചെയ്യും, ബി എന്ന് പറയുന്ന കൺട്രിയിലേക്ക് എന്ത് ചെയ്യും, ഇമ്പോർട്ട് ചെയ്യുകയും ചെയ്യും, എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ഇനി ബി എന്ന് പറയുന്ന കൺട്രിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പോകുന്ന സമയത്ത് രണ്ട് കുട്ടീൻ്റെ മുകളിൽ എന്താണ് അബ്സല്യൂട്ട് ഡിസഡ്വാൻറ്റേജ് ആണ് എങ്കിൽ കൂടെ എന്ത് ചെയ്യും, ആ രണ്ട് കുട്ടീനെയും വിത്തിൻ നാഷനിലേക്ക് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും, അതിനെ പരസ്പരം കമ്പയർ ചെയ്യും. പരസ്പരം കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുകയാണ്, ബി എന്ന് പറയുന്ന നാഷൻ റിയലൈസ് ചെയ്യാണ് എന്താണ്, വൈ എന്ന് പറയുന്ന ഗുഡ് എന്ത് ചെയ്യാൻ പറ്റും, ലീസ്റ്റ് കോസ്റ്റ് ഡിസഡ്വാൻറ്റേജിൽ എന്ത് ചെയ്യാൻ പറ്റും, ലീസ്റ്റ് കമ്പാരിറ്റീവ് ഡിസഡ്വാൻറ്റേജിൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ബിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ബി എന്ത് ചെയ്യും, അത് സ്പെഷ്യലൈസ് ചെയ്യുകയും അത് എയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതെന്ത് ചെയ്യും, എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യും അല്ലേ. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ നോക്കുക, എ എന്ന് പറയുന്ന കൺട്രി സ്പെഷ്യലൈസ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി സ്പെഷ്യലൈസ് ചെയ്യുന്നത് എച്ച് എന്ന് പറയുന്ന ഗുഡിൻ്റെ മുകളിലാണ്. ബി എന്ന് പറയുന്ന കൺട്രി എന്ത് ചെയ്യാണ്, കംപ്ലീറ്റ്ലി സ്പെഷ്യലൈസ് ചെയ്യുന്നത് വൈ എന്ന് പറയുന്ന ഗുഡിൻ്റെ മുകളിലാണ് അല്ലേ. എക്ക് വൈ വേണമെങ്കിൽ എന്ത് ചെയ്യണം, അതൊരിക്കലും എ പ്രൊഡ്യൂസ് ചെയ്യില്ല, മറിച്ച് എന്ത് ചെയ്യും, വൈ എന്ത് ചെയ്യും, നമ്മുടെ ബി എന്ന് പറയുന്ന കൺട്രിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ ബിക്ക് എന്ത് വേണം, എക്സ് വേണമെങ്കിൽ ഒരിക്കലും ബി എന്ത് ചെയ്യില്ല, വിത്തിൻ നേഷനിൽ എന്ത് ചെയ്യില്ല, ഒരിക്കലും എക്സിനെ എന്ത് ചെയ്യില്ല, പ്രൊഡ്യൂസ് ചെയ്യില്ല. അതെന്ത് ചെയ്യും, വിത്തിൻ നാഷണൽ എന്ത് ചെയ്യും, അവരെന്ത് ചെയ്യും, അത് എ എന്ന് പറയുന്ന കൺട്രിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യുക. ഇതാണ് കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജിൽ. അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജിലും ഈ സെയിം സാധനം തന്നെയാണ് പറയുന്നത്. എന്നാൽ നമ്മുടെ എക്സ്ചർ ഓയിൽ മോഡലിലേക്ക് വരുന്ന സമയത്ത് ഇത് എന്ത് ചെയ്യും, നമ്മൾ ബ്രേക്ക് ചെയ്യും. ആക്ച്വലി എന്താ പറയുന്നത്, എക്സ്ചർ ഓയിൽ മോഡൽ പ്രകാരം എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഗുഡിൻ്റെ മുകളിൽ ഇപ്പോൾ കൺട്രി വണ്ണിന് ചിലപ്പോൾ എക്സിൻ്റെ മുകളിലായിരിക്കും എന്തുണ്ടാവാം, കൂടുതലായിട്ടുള്ള എന്ത് ഉണ്ടാവുന്നുണ്ടാവാം, ഫാക്ടർ അബൻഡൻസ് ഉണ്ടാവുന്നുണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, കൺട്രി എന്ത് ചെയ്യും, എക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. എന്നാൽ കമ്പാരിറ്റീവ്ലി എന്തായിരിക്കും, വൈൻ്റെ മുകളിൽ എന്തായിരിക്കും, ഫാക്ടർ അബൻഡൻസ് കുറവായിരിക്കും. എങ്കിൽ കൂടെ വൈ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, കൺട്രി വൺ എന്ത് ചെയ്യുന്നില്ല, പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കുന്നില്ല. കൺട്രി വൺ എന്ത് ചെയ്യും, ലെസ്സർ ക്വാണ്ടിറ്റിയിൽ വൈ പ്രൊഡ്യൂസ് ചെയ്യുകയും അതുപോലെ തന്നെ മോർ ക്വാണ്ടിറ്റിയിൽ എന്ത് ചെയ്യും, എക്സ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യും, രണ്ട് ഗുഡ്സും ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, എ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ബീൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും, ബീൻ്റെ കേസ് എടുക്കുന്ന സമയത്ത് എന്താണ്, ബീനെ സംബന്ധിച്ചോളം എന്താണ്, വൈ എന്ന് പറയുന്നത് എന്താണ്, ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഗുഡ് എന്താണ്, കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. എന്താണ്, അവിടെ ക്യാപിറ്റൽ കൂടുതൽ അബൻഡൻ്റ് ആയതുകൊണ്ട് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, വൈ എന്ത് ചെയ്യും, കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, എച്ചിൻ്റെ കേസ് എടുക്കുന്ന സമയത്ത് എന്താണ്, വൈനെ കമ്പയർ ചെയ്യുമ്പോൾ എച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ക്യാപിറ്റൽ അബൻഡൻസ് കുറവാണ്. അതുപോലെ തന്നെ എന്താണ്, ഫാക്ടർ ഇൻറ്റൻസിറ്റി എന്താണ്, കുറവാണെന്നുള്ളത് മനസ്സിലാക്കുക. ഫാക്ടർ ഇൻറ്റൻസിറ്റി എന്താണ്, കുറവാണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യും, ബി എന്ന് പറയുന്ന കൺട്രി എന്ത് ചെയ്യും, വൈനെ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയും എന്ത് ചെയ്യും, എക്സിന് എന്ത് ചെയ്യും, വൈനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ലെസ്സറായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, രണ്ട് ഗുഡ്സിനെയും ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, രണ്ട് കൺട്രീസും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. ബോത്ത് കൺട്രീസ് ഹാവ് ദ ബാലൻസ്ഡ് ട്രേഡ്. എന്താണ്, ദ വാല്യൂ ഓഫ് ദി എക്സ്പോർട്ട് ഈസ് ഈക്വൽ ടു വാല്യൂ ഓഫ് ഇമ്പോർട്ട് ആണ്. പ്രസൻസ് ഓഫ് ദി ഫുൾ എംപ്ലോയ്മെൻറ്റ് അല്ലേ. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആയിട്ടുള്ള എന്താണ്, ബോത്ത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്. ലേബർ ആണെങ്കിലും ക്യാപിറ്റൽ ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ ഫുള്ളി എംപ്ലോയിഡ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഫുള്ളി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ ക്യാപിറ്റലിനും യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്തുണ്ട്, എല്ലാ എംപ്ലോയീസിനെയും കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പണിയെടുപ്പിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് എല്ലാവർക്കും എന്താണ്, ജോബ് അവൈലബിൾ ആണ്. അപ്പോൾ എന്താണ്, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആയിട്ടുള്ള ലേബർ ആൻഡ് ക്യാപിറ്റൽ എന്താണ്, ഫുള്ളി എംപ്ലോയിഡ് ആണ്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആർ അസ്യൂം ടു ഹാവ് ദ ഫുൾ എംപ്ലോയിഡ് ഇൻ ബോത്ത് കൺട്രീസ്, രണ്ട് കൺട്രീസിലും. ഓക്കെ, ദെൻ ഓക്കെ. അപ്പോൾ ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള അസംഷൻസ് വരുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള അസംഷൻസ് ആണ്. എന്ത് ചെയ്യുക, കണക്ട് ചെയ്ത് പഠിക്കാം. അതായത് ഇപ്പോൾ മൊബൈൽ വിത്തിൻ കൺട്രി, ഇമ്മൊബൈൽ ബിറ്റ്വീൻ കൺട്രി എന്ന് പറയുമ്പോൾ ആ ടേം വെറുതെ കാണാപ്പാടം പഠിക്കല്ലേ ചെയ്യുന്നത്, മറിച്ച് എന്ത് ചെയ്യാത്ത ആലോചിക്കാം. മൊബൈൽ വിത്ത് കൺട്രി, വിത്തിൻ കൺട്രി എന്ന് പറയുമ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ത് ചെയ്യാൻ പറ്റും, മൂവ് ഓൺ ചെയ്യാൻ പറ്റും വിത്തിൻ കൺട്രിയിൽ. അതുപോലെ തന്നെ ഇമ്മൊബൈൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്താ ചെയ്യില്ല, നമുക്ക് ബിറ്റ്വീൻ കൺട്രീസിൻ്റെ ഇടയിൽ ഇമ്മൊബൈൽ ആയിരിക്കും, ഒരിക്കലും മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെ എന്ത് ചെയ്യാം, മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, എക്സ്ചർ ഓയിൽ മോഡലിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള രണ്ട് ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സിലേക്ക് പോവാണ്. ഒന്ന് ഫാക്ടർ ഇൻറ്റൻസിറ്റിയും ഒന്ന് ഫാക്ടർ അബൻഡൻസും. ഈ രണ്ട് ഫാക്ടറും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, എക്സ്ചർ ഓയിൽ മോഡൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അതായത് ഈ രണ്ട് ഫാക്ടേഴ്സിനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എക്സ്ചർ ഓയിൽ മോഡലേഴ്സ് നിങ്ങൾക്ക് എന്താ, സിമ്പിൾ സില്ലിയാണ്, ജസ്റ്റ് എ പീസ് ഓഫ് കേക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാമല്ലേ എന്താണ് ഫാക്ടർ ഇൻറ്റൻസിറ്റി, എന്താണ് ഫാക്ടർ അബൻഡൻസ്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഡേവിഡ് റിക്കാർഡോ പറയുന്നുണ്ട് കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജിനെ ബേസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ലീസ്റ്റ് കമ്പാരിറ്റീവ് കോസ്റ്റ് ഡിസഡ്വാൻറ്റേജിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്,
ഒരു കൺട്രി എന്ത് ചെയ്യുന്നത്, ഒരു ഗുഡ് സ്പെഷ്യലൈസ് ചെയ്യുകയും അത് എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത്. അതിൻ്റെ റീസൺസ് ആര് പറയുന്നില്ല, നമ്മുടെ ഡേവിഡ് റിക്കാർഡ് പറയുന്നില്ല. എന്തുകൊണ്ട് ഒരു ഗുഡ് നമ്മൾ ലെസർ കോസ്റ്റിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു, എന്തുകൊണ്ട് ഒരു ഗുഡ് നമുക്ക് മോർ കോസ്റ്റിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ട് മാറുന്നു അല്ലേ. ഇതിൻ്റെ ബേസിക് റീസൺ ആര് പറയുന്നില്ല, നമ്മുടെ ഡേവിഡ് റിക്കാർഡ് പറയുന്നില്ല. ഇതിൻ്റെ ബേസിക് റീസൺ ആണ് ആക്ച്വലി എന്ത് പറയുന്നത്, ഫാക്ടർ ഇൻറ്റൻസിറ്റിയും അതുപോലെ തന്നെ ഫാക്ടർ അബൻഡൻസും. ബേസിക് റീസൺ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് നമ്മളെന്ന് പറയുന്നത് എക്സൽ ഓഗറി മോഡൽ എന്ന് പറയുന്നത്. ഈ ബേസിക് റീസൺ ആയിട്ട് പറയുന്നത് എന്താണ്, ഫാക്ടർ ഇൻറ്റൻസിറ്റിയും അതുപോലെ തന്നെ എന്താണ് ഫാക്ടർ അബൻഡൻസും. ഫാക്ടർ ഇൻറ്റൻസിറ്റിയും ഫാക്ടർ അബൻഡൻസും. അപ്പോൾ എന്താണ് ഇത് രണ്ടും നോക്കാം അല്ലേ. ഓക്കെ, ഫസ്റ്റ് പറയുന്നത് എന്താണ്, ഫാക്ടർ ഇൻറ്റൻസിറ്റി ആണ്. ഫാക്ടർ ഇൻറ്റൻസിറ്റി മെഷർ യൂസ് ഇൻ ദ ക്യാപിറ്റൽ ആൻഡ് ദി ലേബർ റേഷ്യോ. ഫാക്ടർ ഇൻറ്റൻസിറ്റി നമ്മൾ മെഷർ ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്, ക്യാപിറ്റൽ ആൻഡ് ലേബർ റേഷ്യോ വെച്ചിട്ടാണ്. ക്യാപിറ്റൽ ലേബർ റേഷ്യോ കാണുന്നതാണ് K/L വെച്ചിട്ടാണ്. അതെന്താണ്, ഒരു റേഷ്യോ ആണ് കേട്ടോ. ദെൻ ദാറ്റ് മീൻസ് ദ ക്വാണ്ടിറ്റി ഓഫ് ദി ക്യാപിറ്റൽ എംപ്ലോയിഡ് പെർ യൂണിറ്റ് ഓർ 1 യൂണിറ്റ് ഓഫ് ദി ലേബർ. നമുക്കറിയാം, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ സോപ്പ് എന്ന് പറയുന്നൊരു ഗുഡ് ഉണ്ട് അല്ലേ. ഈ സോപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് വേണം, മാൻ പവറും വേണം, അതുപോലെ തന്നെ മെഷീൻ പവറും വേണമെന്ന് വിചാരിക്കാം. അപ്പോൾ ലേബറായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരൊറ്റ ലേബറിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഹയർ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. ഈ ഒരൊറ്റ ലേബറിന് എത്ര ക്യാപിറ്റൽ വേണം എന്നുള്ളതാണ് ആക്ച്വലി എന്ത് പറയുന്നത്, നമ്മുടെ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോയിൽ പറയുന്നത്. ഇഫ് ദ കമ്മോഡിറ്റി ഈസ് എ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ദർ ഈസ് എ ക്യാപിറ്റൽ ആൻഡ് ദി ലേബർ റേഷ്യോ വിൽ ബി ഹയർ ദാൻ ദി അതർ കമ്മോഡിറ്റി. ഒരു കമ്മോഡിറ്റി ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആണെന്ന് പറയണമെങ്കിൽ നമുക്കറിയാം, അസംഷനിൽ നമ്മൾ പറഞ്ഞേക്കുന്നുണ്ട് വൈ എന്ന് പറയുന്ന കമ്മോഡിറ്റി എന്താണ്, ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആണെന്ന് നമ്മൾ പറഞ്ഞേക്കുന്നുണ്ട്. വൈ എന്ന് പറയുന്ന കമ്മോഡിറ്റി ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആണെന്ന് നമ്മൾ പറഞ്ഞേക്കുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ് എന്ന് പറയുന്ന കമ്മോഡിറ്റി എന്തായിരിക്കും, ലേബർ ഇൻറ്റൻസീവ് ആണെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പറഞ്ഞു വെക്കുന്നുണ്ട് അല്ലേ. അസംഷൻ ആണ്, അത് ബേസിക് അസംഷൻ ആണ്, അത് അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. അത് അല്ലാതെ എന്തുകൊണ്ട് അത് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആവുന്നു വൈ, അല്ലെങ്കിൽ എന്തുകൊണ്ട് ലേബർ ഇൻറ്റൻസീവ് ആവുന്നു, എന്തുകൊണ്ട് എച്ചിനെ നമുക്ക് എന്ത് ചെയ്താൽ മതി, ലേബർ ഇൻറ്റൻസീവ് ആയി എടുത്തുകൂടാ, അതൊരിക്കലും പറയാൻ പറ്റില്ല. അത് ബേസിക് അസംഷൻ ആണ്. വൈ എപ്പോഴും ക്യാപിറ്റൽ ഇൻറ്റൻസീവും എന്താണ്, എക്സ് എപ്പോഴും എന്താണ്, ലേബർ ഇൻറ്റൻസീവ് ആണ് അല്ലേ. ഇപ്പോൾ എന്താണ്, ഒരു ഗുഡിൻ്റെ മുകളിൽ എന്ത് ചെയ്യാണ്, കൂടുതലായിട്ടുള്ള ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ വരാണെങ്കിൽ ആ ഒരു ഗുഡ് എന്തായിരിക്കും, ക്യാപിറ്റൽ എന്താണ്, ഇൻറ്റൻസീവ് ഗുഡ് ആവും. അപ്പോൾ അസംഷനിൽ നമ്മൾ പറയുന്നുണ്ട് എന്താണ്, വൈ ആണ് എന്ത് പറയുന്നത്, ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഗുഡായിട്ട് വരുന്നത്. അപ്പോൾ വൈ എന്തുകൊണ്ട് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഗുഡായിട്ട് വരുന്നുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ കൂടുതലായതുകൊണ്ടാണ്. ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ കൂടുതലായതുകൊണ്ടാണ്. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഗുഡ്, അതായത് സോപ്പ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 1 ലേബർ, അതായത് സോപ്പ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര മതി, 2 ലേബേഴ്സിനെ വേണമെന്ന് വിചാരിക്കാം. ഒരു സോപ്പ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ലേബേഴ്സിനെ വേണമെന്ന് വിചാരിക്കാം. എന്നാൽ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് വെറും എന്ത് മതി, ഒരൊറ്റ ക്യാപിറ്റൽ മതി എന്ന് വിചാരിക്കാം. അപ്പോൾ എന്തായിരിക്കും, 1/2 ആണെന്ന് പറയുന്നത് നമ്മുടെ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും, 0.5 എന്ന് പറയുന്നൊരു വാല്യൂ കിട്ടും അല്ലേ. 0.5 എന്ന് പറയുന്നൊരു വാല്യൂ കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, രണ്ടാമത്തെ സോപ്പ് അല്ലെങ്കിൽ വേറൊരു പ്രൊഡക്റ്റ്, ഇപ്പോൾ സോപ്പ് തന്നെ ആവണമെന്നില്ല, ഒരു സോസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം, 4 ലേബേഴ്സിനെ വേണമെന്ന് വിചാരിക്കുക. ഈ 4 ലേബേഴ്സിന് മുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരൊറ്റ ക്യാപിറ്റലാണെന്ന് വിചാരിക്കാം. അപ്പോൾ ആക്ച്വലി എന്ത് സംഭവിക്കുന്നുണ്ടാവും, 1/4 ആയിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ ആക്ച്വലി എന്താണ്, ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്, ആക്ച്വലി 0.25 ആണ്. 0.25 ആണ്. അപ്പോൾ ഇവിടെ ഞാൻ റാൻഡംലി പറയുകയാണെങ്കിൽ ഫസ്റ്റത്തെ ഗുഡിന് ഞാൻ എ എന്ന് കൊടുക്കാം, അതുപോലെ തന്നെ എന്ത് ചെയ്യാം, സെക്കൻഡ് ഗുഡിന് ഞാൻ എന്ത് ചെയ്യാം, ബി എന്ന് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഏതായിരിക്കും ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഗുഡ്, എ ആയിരിക്കും ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഗുഡ്. കാരണം എന്താണ്, ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ ഏറ്റവും കൂടുതൽ ഹയർ ആയിട്ട് വരുന്ന ഗുഡ് ഏതാണോ അതാണ് എന്ത് പറയുന്നത്, ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഗുഡായിട്ട് പറയുന്നത് അല്ലേ. അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന ഗുഡ് എന്താണ്, ആക്ച്വലി ലേബർ ഇൻറ്റൻസീവ് ഗുഡായിരിക്കും. കാരണം എന്താണ്, ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ എന്ത് ചെയ്യാണ്, മറ്റേ ഗുഡിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, ബി എന്ന് പറയുന്ന ഗുഡിന് എന്തായിരിക്കും, ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ എന്താണ്, കുറവാണ്. ഈ എന്താണ്, എക്സ് എന്ന് പറയുന്ന ഗുഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് 1:2 റേഷ്യോയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ ക്യാപിറ്റൽ ഔട്ട്പുട്ടിന് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ബി എന്ന് പറയുന്ന കൺട്രിയിൽ നമ്മൾ വൈ എന്ന് പറയുന്ന ഗുഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, 1:4 എന്താണ് റേഷ്യോയിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ നമ്മുടെ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ എന്ത് ചെയ്തിട്ടുള്ളത്, യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൺട്രി എനെ സംബന്ധിച്ചോളം എന്താണ്, 1:2 എന്ന് പറയുമ്പോൾ എന്താണ്, ലേബർ എന്ത് ചെയ്തിട്ടുള്ളൂ, 2 മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ, ക്യാപിറ്റൽ എന്താണ്, 1 തന്നെയാണ് അല്ലേ. എന്നാൽ എന്താണ്, കൺട്രി 2നെ സംബന്ധിച്ചോളം എന്താണ്, ലേബർ ഏറ്റവും കൂടുതലായിട്ട് വന്നു അല്ലേ, 4 വന്നു, എന്താണ്, ക്യാപിറ്റൽ 1 തന്നെയാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഇത്ര മാത്രമാണ്, എന്താണ്, നമ്മൾ എന്ത് ചെയ്യും, 2 കൺട്രീസിൻ്റെ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ കാണും അല്ലേ.
കെ ഡിവൈഡഡ് ബൈ എൽ കാണും അല്ലേ. കെ ഡിവൈഡഡ് ബൈ എൽ കാണുന്ന സമയത്ത് ആക്ച്വലി എന്ത് സംഭവിക്കും, ഇതിൽ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ ഏറ്റവും കൂടുതൽ ഏത് ഗുഡിനാണോ വരുന്നത് അതെന്ത് ചെയ്യും, നമ്മൾ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഗുഡായിട്ട് എടുക്കും. ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഗുഡ് എന്ന് പറയുന്നത് അസംഷൻ പ്രകാരം വൈ ആണ്. സോ വൈ ഈസ് ദ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് പ്രൊഡക്റ്റ് ആൻഡ് ദാറ്റ് മീൻസ് ദ ക്യാപിറ്റൽ ലേബർ റേഷ്യോ ഈസ് റിക്വയർഡ് ടു ദ പ്രൊഡക്ഷൻ ഓഫ് ദി വൈ ഈസ് ഹയർ ദാൻ ദി പ്രൊഡക്ഷൻ ഓഫ് ഇറ്റ്സ് അല്ലേ. അപ്പോൾ അതായത് ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ എന്ത് ചെയ്യാണ്, നമ്മുടെ പ്രൊഡക്ഷൻ ഓഫ് വൈനേക്കാൾ കൂടുതലായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, പ്രൊഡക്ഷൻ ഓഫ് എക്സിനേക്കാൾ കൂടുതലായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, പ്രൊഡക്ഷൻ ഓഫ് വൈക്ക് വരുന്നുണ്ടാവുക. ഇനി എക്സ് ഈസ് എ ലേബർ ഇൻറ്റൻസീവ് പ്രൊഡക്റ്റ്. ദാറ്റ് മീൻസ് ക്യാപിറ്റൽ ലേബർ റേഷ്യോ എന്ത് ചെയ്യുന്നുണ്ടാവും, ക്യാപിറ്റൽ ലേബർ റേഷ്യോ ആണ്, ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ ആണ് എപ്പോഴും പറയുന്നത്. ക്യാപിറ്റൽ ലേബർ റേഷ്യോ എന്തായിരിക്കും, ഈസ് റിക്വയർഡ് ടു പ്രൊഡക്ഷൻ ഓഫ് എക്സ് ഈസ് സ്മോളർ ദാൻ ദി പ്രൊഡക്ഷൻ ഓഫ് ദി വൈ അല്ലേ. അതായത് ക്യാപിറ്റൽ ലേബർ റേഷ്യോ എന്തായിരിക്കും, കുറവായിരിക്കും എന്തിന്, എഡ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്താണ്, വൈനേക്കാൾ. അപ്പോൾ ഇവിടെ ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാവുക ഫാക്ടർ ഇൻറ്റൻസിറ്റി നമ്മൾ മെഷർ ചെയ്യുന്നുണ്ടാവുക ക്യാപിറ്റൽ ലേബർ റേഷ്യോ വെച്ചിട്ടായിരിക്കും. ക്യാപിറ്റൽ ലേബർ റേഷ്യോ വരുന്ന സമയത്ത് ഒരു കുട്ടീൻ്റെ മുകളിൽ എന്ത് ചെയ്യാണ്, നമ്മൾ എന്ത് ചെയ്യാണ്, എ എന്ന് പറയുന്ന ഗുഡുണ്ട്, അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന ഗുഡുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ എ എന്ന് പറയുന്ന ഗുഡ് ആക്ച്വലി എന്താണ്, ബി എന്ന് പറയുന്ന ഗുഡിനേക്കാൾ അതുപോലെ തന്നെ ക്യാപിറ്റൽ ലേബർ റേഷ്യോ കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് പറയും, ആ എ എന്ന് പറയുന്ന ഗുഡ് എന്താണ്, ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഗുഡായിട്ട് പറയും. അതുപോലെ തന്നെ എന്താണ്, ബി എന്ന് പറയുന്ന ഗുഡ് എന്താണ്, ക്യാപിറ്റൽ ലേബർ റേഷ്യോ എന്താണ്, കുറവാണെന്ന് വിചാരിക്കുക. അവൻ കമ്പാരിറ്റീവ് ടു എന്താണ്, ബി എന്താണ്, എ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അതിനെന്ത് ചെയ്യും, നമ്മൾ ലേബർ ഇൻറ്റൻസീവ് ഗുഡായിട്ട് നമ്മൾ പറയും. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ 0.5 ആണ് എന്ത് പറയുന്നത്, ക്യാപിറ്റൽ ലേബർ റേഷ്യോ എന്തിൻ്റെ കേസിൽ, എൻ്റെ കേസിൽ 0.25 ആണ് എന്ത് പറയുന്നത്, ബീൻ്റെ കേസിൽ എന്ത് പറയുന്നത്, ക്യാപിറ്റൽ ലേബർ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ക്യാപിറ്റൽ ലേബർ റേഷ്യോ വന്നിട്ടുള്ളത് എ എന്ന് പറയുന്ന കുട്ടിനാണ്. സോ നമുക്ക് എന്ത് പറയാം, എസ് എ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് എന്താണ് പ്രൊഡക്റ്റ് എന്ന് പറയാം. അതുപോലെ തന്നെ എന്ത് പറയാം, ബി എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് എ ലേബർ ഇൻറ്റൻസീവ് പ്രൊഡക്റ്റ് എന്ന് പറയാം. ക്ലിയർ ആണോ? ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് പറയുന്നുണ്ടാവുക, ഫാക്ടർ ഇൻറ്റൻസിറ്റി നമ്മൾ മെഷർ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ക്ലിയർ ആണോ? So 1 unit of the Y produced by the using the 1 unit of capital employed with the 2 unit of the labor. So the capital labor ratio is 1 divided by 2 is equal to 0.5 and 1 unit of X is produced by the using of the 1 unit of capital employed with the 4 unit of the labor. The capital labor ratio is equal to 1 divided by 4 അല്ലേ. നമ്മൾ എന്ത് ചെയ്യണം, Y പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം, 1 യൂണിറ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ മുകളിൽ 1 യൂണിറ്റ് ഓഫ് ക്യാപിറ്റൽ അതായത് എംപ്ലോയിഡ് ഫോർ ദ എന്താണ് 2 യൂണിറ്റ് ഓഫ് ലേബർ അല്ലേ. 2 യൂണിറ്റ് ലേബറിൻ്റെ കൂടെ എന്ത് ചെയ്യണം, നമ്മൾ 1 യൂണിറ്റ് ഓഫ് ക്യാപിറ്റൽ നമ്മൾ എംപ്ലോയ് ചെയ്യുകയാണ്. അപ്പോൾ എന്തായിരിക്കും നമുക്ക് കിട്ടുന്നത് 0.5 ആയിരിക്കും നമ്മുടെ ക്യാപിറ്റൽ ലേബർ റേഷ്യോ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്തായിരിക്കും, ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, എച്ച് എന്ന് പറയുന്ന കൂട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 1 യൂണിറ്റ് ഓഫ് എന്ത് ചെയ്യാണ്, ക്യാപിറ്റലിന് പകരം 4 യൂണിറ്റ് ഓഫ് ലേബറാണ് യൂസ് ചെയ്യുന്നത്. സോ ക്യാപിറ്റൽ ലേബർ റേഷ്യോ എന്ന് പറയുന്നത് 0.25 ആണ്. സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കിയേക്കുക ക്യാപിറ്റൽ ലേബർ റേഷ്യോ ഏറ്റവും കൂടുതൽ ഹയർ ആയിട്ടുള്ളത് ഏത് പ്രൊഡക്റ്റിൻ്റെ മുകളിലായിരിക്കും, അതായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, നമ്മുടെ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് പ്രൊഡക്റ്റ് ആവുന്നുണ്ടാവുക. ഏറ്റവും ലോവർ ആരായിരിക്കും, മറ്റുള്ള ഗുഡിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത്, ഏത് ഗുഡിനാണ് ഏറ്റവും ലോവർ ആയിട്ട് വരുന്നത് അതായിരിക്കും എന്ത് പറയുന്നുണ്ടാവുക, ലേബർ ഇൻറ്റൻസീവ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സോ ദ ക്യാപിറ്റൽ ലേബർ റേഷ്യോ ഈസ് ഹയർ ടു ദി പ്രൊഡക്ഷൻ ഓഫ് ദി വൈ കമ്മോഡിറ്റി. ദാറ്റ് മീൻസ് ദ വൈ ഈസ് ദി ക്യാപിറ്റൽ ഇൻറ്റൻസീവ് പ്രൊഡക്റ്റ് ഡീലിംഗ് വിത്ത് ദ amount of the capital employed with the 1 unit of labor. This means the capital labor ratio measured in the Excher-Oily model. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് പറയാം, ഒരു ഗുഡ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആണോ അല്ലെങ്കിൽ ലേബർ ഇൻറ്റൻസീവ് ആണോ എന്ന് പറയാം. ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ കൂടിയിട്ടുള്ള ഗുഡാണെങ്കിൽ ആ ഗുഡ് എന്തായിരിക്കും, ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഗുഡായിരിക്കും. ക്യാപിറ്റൽ ലേബർ റേഷ്യോ കുറഞ്ഞിട്ടുള്ള ഗുഡ് എന്തായിരിക്കും, മറ്റേ ഗുഡിനെ കമ്പയർ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ലേബർ റേഷ്യോ കുറഞ്ഞിട്ടുള്ള ഗുഡ് എന്തായിരിക്കും, ലേബർ ഇൻറ്റൻസീവ് ഗുഡായിരിക്കും. അപ്പോൾ ഈ ഒരു പോയിന്റ് ക്ലിയർ ആണോ? ഓക്കെ, ഇനി ഫാക്ടർ അബൻഡൻസ് ആണ് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ ഫാക്ടർ എൻഡോമെന്റ് എന്ന് പറയും. ഫാക്ടർ അബൻഡൻസ് ഓർ ഫാക്ടർ എൻഡോമെന്റ്. ഫാക്ടർ അബൻഡൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ഫാക്ടർ എന്താണ്, നമുക്ക് ഒരുപാട് അവൈലബിൾ ആണ് അല്ലേ. അബൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്, കുറേ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അല്ലേ. എൻഡോമെന്റ് ആണ് നമ്മൾ പറയില്ലേ, വളരെ കൂടുതലാണല്ലേ. അബൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ഫാക്ടർ നമുക്ക് ഒരുപാട് അവൈലബിൾ ആണല്ലേ. ഇതിനാണ് ആക്ച്വലി നമ്മൾ എന്ത് പറയാം, അബൻഡന്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഫാക്ടർ അബൻഡന്റ് നമ്മൾ മെഷർ ചെയ്യുന്നത് ഒന്ന് ഫിസിക്കൽ ക്രൈറ്റീരിയൻ്റെ മുകളിലും അതുപോലെ തന്നെ ഒന്ന് പ്രൈസ് ക്രൈറ്റീരിയൻ്റെ മുകളിലായിരിക്കും കേട്ടോ. ദെൻ ഫിസിക്കൽ ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അണ്ടർ ദ ഫിസിക്കൽ ക്രൈറ്റീരിയ വി കൺസിഡർ ദ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ദി ക്യാപിറ്റൽ ആൻഡ് ദി ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ദി ലേബർ. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ എത്രത്തോളം ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ക്യാപിറ്റൽ നമ്മുടെ കൺട്രിയിൽ അവൈലബിൾ ആണ്, അതുപോലെ തന്നെ എത്രത്തോളം ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ലേബർ നമ്മുടെ കൺട്രിയിൽ അവൈലബിൾ ആണ്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് പറയുന്നുണ്ടാവുക, ഫിസിക്കൽ ക്രൈറ്റീരിയ നമ്മൾ പറയുന്നുണ്ടാവുക. ഇറ്റ് റെപ്രസെൻറ്റ് ആസ് എ റേഷ്യോ. ഇതെന്താണ്, റേഷ്യോ തന്നെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇഫ് ദിസ് റേഷ്യോ ഈസ് ഹയർ ദ കൺട്രി കൺസിഡർ ദ ക്യാപിറ്റൽ അബൻഡൻറ്റ് ഓർ ദ ക്യാപിറ്റൽ റിച്ച് കൺട്രി. എങ്ങനെയായിരിക്കും നമ്മൾ ഇതിനെ എന്ത് ചെയ്യാം, ഈ ഒരു ക്വാണ്ടിറ്റി റേഷ്യോ നമ്മൾ കാണാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇപ്പോൾ എന്ത് ചെയ്യാണ്, 100 ആണെന്ന് വിചാരിക്കാം.
ഡിവൈഡഡ് ബൈ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ലേബർ എന്താണ്, അതായത് ഒരു കൺട്രിയിൽ എന്ത് ചെയ്യാണ്, കൺട്രി എ എടുക്കുന്ന സമയത്ത് ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ക്യാപിറ്റൽ 100 ആണെന്ന് വിചാരിക്കുക അവൈലബിൾ ആയിട്ടുള്ളത്, ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ലേബർ എന്താണ് 50 ആണെന്ന് വിചാരിക്കുക അല്ലേ. അപ്പോൾ ആക്ച്വലി എന്തുണ്ടായിരിക്കും, ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും 2 ആയിരിക്കും അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ബി എന്ന് പറയുന്ന കൺട്രീനെ എടുക്കാം. ബി എന്ന് പറയുന്ന കൺട്രി എടുക്കുന്ന സമയത്ത് എന്തായിരിക്കും, അവിടെ എന്ത് ചെയ്യാണ്, ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് എന്താണ്, ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് എന്താണ് ക്യാപിറ്റൽ എന്ന് പറയുന്നപ്പോൾ എന്താണ് 50 ആണെന്ന് എടുക്കാം, 50 ഓർ 25 ആണെന്ന് എടുക്കാം. ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ് 25 ആണെന്ന് എടുക്കാം. ദ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ലേബർ എന്ന് പറയുന്നത് എത്രയാണ് 50 തന്നെയാണെന്ന് എടുക്കാം. ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ലേബർ എത്രയാണ്, ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ക്യാപിറ്റൽ എത്രയാണ് 25 ആണ്. ആൻഡ് ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ലേബർ എത്ര എടുക്കാമെന്ന് വിചാരിക്കുക 25 എത്രയായിരിക്കും കിട്ടുന്നുണ്ടാവും നമുക്ക്, ഓക്കെ. അപ്പോൾ 25 ആണെന്ന് പറയുന്നത് ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് എന്ത് ചെയ്യുന്നത് കൺട്രി ബീൻ്റെ കേസിൽ ക്യാപിറ്റലായിട്ട് വരുന്നത്. അതുപോലെ തന്നെ എന്താണ് ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് എന്ത് വരുന്നത്, നമ്മുടെ ലേബർ വരുന്നത് എന്ത് ചെയ്യാണ് 50 തന്നെയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ആക്ച്വലി എന്തായിരിക്കും അവിടുത്തെ ടോട്ടൽ ക്വാണ്ടിറ്റി റേഷ്യോ എന്ന് പറയുന്നത് എത്രയായിരിക്കും, ഇവിടെ 50 തന്നെയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ടോട്ടൽ ക്വാണ്ടിറ്റി റേഷ്യോ എന്ന് പറയുന്നത് എന്തായിരിക്കും 1 ആയിരിക്കില്ല. ടോട്ടൽ ക്വാണ്ടിറ്റി റേഷ്യോ എന്ന് പറയുന്നത് എന്തായിരിക്കും 1 ആയിരിക്കില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കിയേക്കാം, ഈ ടോട്ടൽ ക്വാണ്ടിറ്റി റേഷ്യോയിൽ ഏറ്റവും ഹയർ ആയിട്ടുള്ളതാണ് ആക്ച്വലി എന്ത് പറയുന്നത് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഗുഡായിട്ട് പറയുന്നത്. കാരണം എന്താണ്, ഇവിടെ ലേബറിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കൺട്രി എയിൽ എന്ത് ചെയ്യാണ് നമ്മുടെ ക്യാപിറ്റലിൻ്റെ അളവ് എന്ന് പറയുന്നത് എന്താണ് ഡബിൾ ആണ് അല്ലേ. പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യാണ് ബീൻ്റെ കേസ് എടുക്കുന്ന സമയത്ത് എന്താണ് നമ്മുടെ കൺട്രി ബീൻ്റെ കേസിൽ എന്താണ് ക്യാപിറ്റൽ എന്ത് ചെയ്യാണ് ആക്ച്വലി നമ്മുടെ ലേബറിനെ സംബന്ധിച്ചോളം എന്ത് ചെയ്യാണ് 2 മടങ്ങ് എന്താണ് കുറവാണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, നമ്മുടെ ലേബറിൻ്റെ അളവ് എന്ന് പറയുന്നത് എന്താണ് കൺട്രി ബിയിൽ എന്താണ് ക്യാപിറ്റലിൻ്റെ അളവിനേക്കാൾ എന്താണ് ട്വൈസ് ആണെന്ന് നമുക്ക് പറയാം അല്ലേ. അപ്പോൾ ഇവിടെ ആക്ച്വലി നമുക്ക് എന്ത് പറയാം, കൺട്രി എ എന്ന് പറയുന്നത് എന്താണ് ഔട്ട്പുട്ട് റേഷ്യോ എടുക്കുന്ന സമയത്ത് എന്താണ് ക്യാപിറ്റൽ അബൻഡൻറ്റ് കൺട്രിയാണ് അല്ലേ. അതുപോലെ തന്നെ എന്താണ് കൺട്രി ബി എന്ന് പറയുന്നത് എന്തായിരിക്കും നമ്മുടെ ഔട്ട്പുട്ടിൻ്റെ കേസ് എടുക്കുന്ന ഔട്ട്പുട്ട് റേഷ്യോ എടുക്കുന്ന സമയത്ത് എന്താണ് ലേബർ അബൻഡൻറ്റ് കൺട്രിയാണ്. അതായത് ഏത് കൺട്രിയിലാണ് ഏറ്റവും കൂടുതൽ അബൻഡൻറ്റ് ഫാക്ടർ ആയിട്ടുള്ള ആ ഒരു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉള്ളത്, ആ ഒരു പേരിലായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക ആ ഒരു കൺട്രീനെ അറിയപ്പെടുന്നുണ്ടാവുക. ഇപ്പോൾ ക്യാപിറ്റലാണ് എ എന്ന് പറയുന്ന കൺട്രിയിൽ ഏറ്റവും കൂടുതൽ അബൻഡൻറ്റ് ഫാക്ടർ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് പറയും, ആ കൺട്രി എ എന്ന് പറയുന്ന കൺട്രി എന്താണ് ക്യാപിറ്റൽ അബൻഡൻറ്റ് കൺട്രിയാണ്. അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന കൺട്രി എടുക്കുന്ന സമയത്ത് എന്താണ് അവിടെ ലേബറാണ് ഏറ്റവും കൂടുതൽ അബൻഡൻറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ആ ഒരു ബി എന്ന് പറയുന്ന കൺട്രി എന്താണ് ലേബർ അബൻഡൻറ്റ് കൺട്രിയാണ്. സിമ്പിൾ അല്ലേ. ഇറ്റ് റെപ്രസെൻറ്റ് ആസ് എ റേഷ്യോ ഇഫ് ദ റേഷ്യോ ഓഫ് ദി ഹയർ അല്ലേ. ഏറ്റവും കൂടുതൽ റേഷ്യോ ഹയർ ആയിട്ടുള്ളത് ഏതിൻ്റെ കേസിലാണ് 2 ആണെന്ന് പറയുന്നത്, മറ്റേതിനേക്കാൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഹയർ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ആ ഒരു കൺട്രീനെ നമുക്ക് ക്യാപിറ്റൽ അബൻഡൻറ്റ് കൺട്രി അല്ലെങ്കിൽ ക്യാപിറ്റൽ റിച്ച് കൺട്രി എന്ന് പറയാം. ക്യാപിറ്റൽ റിച്ച് കൺട്രി എന്ന് പറയുന്നത് ക്യാപിറ്റലിന് കുറേ പൈസ കൊടുക്കണം എന്നുള്ള അർത്ഥത്തിലല്ല, ക്യാപിറ്റൽ ഒരുപാട് അവൈലബിൾ ആണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത് ക്യാപിറ്റൽ റിച്ച് കൺട്രി എന്ന് പറയുന്നത്. ഇഫ് ദ റേഷ്യോ ഈസ് സ്മോളർ ദെൻ ദ കൺട്രി കൺസിഡർ ദ ലേബർ അബൻഡൻറ്റ് ഓർ ലേബർ റിച്ച് കൺട്രി അല്ലേ. അതായത് റേഷ്യോ കുറവായിട്ടുള്ള അല്ലേ, മറ്റേനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് രണ്ടാമത്തെ കൺട്രീൻ്റെ കേസിൽ നമ്മുടെ ഔട്ട്പുട്ട് റേഷ്യോ എന്ന് പറയുന്നത് 1 ആയിരുന്നു. സോ നമുക്ക് എന്ത് പറയാം, ക്വാണ്ടിറ്റി റേഷ്യോ എന്ന് പറയുന്നത് എന്തായിരുന്നു 1 ആയിരുന്നു. അപ്പോൾ നമുക്ക് എന്ത് പറയാം, രണ്ടാമത്തെ കൺട്രി എന്താണ് ആക്ച്വലി സ്മോളർ ആണല്ലോ. മറ്റേനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ക്വാണ്ടിറ്റി റേഷ്യോ എന്ന് പറയുന്നത് സ്മോളർ ആണല്ലോ. ക്യാപിറ്റൽ ലേബർ ക്വാണ്ടിറ്റി റേഷ്യോ എന്ന് പറയുന്നത് എന്താണ് രണ്ടാമത്തെ കൺട്രിയിൽ സ്മോളർ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, രണ്ടാമത്തെ കൺട്രി എന്താണ് ലേബർ അബൻഡൻറ്റ് കൺട്രി എന്ന് പറയാം. കാരണം എന്താണ് രണ്ടാമത്തെ കൺട്രിയിൽ എന്താണ് 25നേക്കാൾ എന്താണ് ട്വൈസ് ആണ് ആക്ച്വലി എന്ത് പറയുന്നത് ലേബറിൻ്റെ അളവ് അല്ലേ. 50 ആണ് എന്ത് പറയുന്നത് ലേബർ അവൈലബിൾ ആയിട്ടുള്ള അളവ്. ഇനി കൺട്രി എൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ എന്താണ് 15നേക്കാൾ ട്വൈസ് ആണ് എന്ത് പറയുന്നത് ക്യാപിറ്റലിൻ്റെ അളവ് അവൈലബിൾ ആയിട്ടുള്ളത് അല്ലേ കൺട്രി എയിൽ. അപ്പോൾ അതുകൊണ്ട് എന്ത് പറയാം, കൺട്രി എനെ നമുക്ക് എന്ത് പറയാം ക്യാപിറ്റൽ അബൻഡൻറ്റ് കൺട്രി എന്നും കൺട്രി ബീനെ നമുക്ക് എന്ത് പറയാം ലേബർ അബൻഡൻറ്റ് കൺട്രി എന്നും പറയാം. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ പ്രൈസ് ക്രൈറ്റീരിയയിൽ നമുക്ക് മെഷർ ചെയ്യാം. ഹിയർ വി കൺസിഡർ ദ ടോട്ടൽ റെൻ്റൽ പ്രൈസ് ഓഫ് ദി ക്യാപിറ്റൽ ആൻഡ് ദി ലേബർ. സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ പഠിച്ച സമയത്തും അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ് ഔട്ട്പുട്ട് അല്ലെ ക്യാപിറ്റൽ ലേബർ റേഷ്യോ എടുത്ത സമയത്തും അതുപോലെ തന്നെ അതുപോലെ തന്നെ ലേബറിൻ്റെ ക്വാണ്ടിറ്റി റേഷ്യോ എടുത്ത സമയത്തും ഏറ്റവും കൂടുതൽ ഹയർ ഏതാണ് വരുന്നത് അതായിരിക്കും ക്യാപിറ്റൽ അബൻഡൻറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് എന്താ പറയുന്നത് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്യാപിറ്റൽ അബൻഡൻറ്റ് കൺട്രി എന്ന് പറയുന്നത്. ഏറ്റവും ലോവർ ഏതാണ് വരുന്നത് എന്തിൻ്റെ കേസിൽ ക്യാപിറ്റൽ ഇൻറ്റൻസീവിൻ്റെ കേസിലാണെങ്കിൽ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് അല്ല ഫാക്ടർ ഇൻറ്റൻസീവിൻ്റെ കേസിൽ ഏറ്റവും ലോവർ ഏതാണ് വരുന്നത് അതായിരിക്കും എന്ത് പറയുന്നുണ്ടാവുക നമ്മൾ ഏറ്റവും ലോവർ വരുന്നതിന് നമ്മൾ എന്ത് പറയും ലേബർ ഇൻറ്റൻസീവ് പ്രൊഡക്റ്റ് എന്നും ഏറ്റവും ഹയർ വരുന്നതിന് നമ്മൾ എന്ത് പറയും
ക്യാപിറ്റൽ ഇൻറ്റൻസീവ് പ്രൊഡക്റ്റ് എന്നും പറയും. എന്നാൽ പ്രൈസ് ക്രൈറ്റീരിയൻ്റെ കേസ് എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, റെൻ്റൽ പ്രൈസ് ഓഫ് ദി ക്യാപിറ്റൽ വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ മെഷർ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എടുക്കേണ്ടതെന്ന് വെച്ചാൽ ഈ പ്രൈസ് റേഷ്യോ, ക്യാപിറ്റൽ ആൻഡ് ലേബറിൻ്റെ പ്രൈസ് റേഷ്യോ കുറവുള്ള കൺട്രീനെയാണ് നമ്മൾ ആക്ച്വലി എന്ത് പറയുന്നത്, ക്യാപിറ്റൽ അബൻഡൻറ്റ് കൺട്രിയിലെ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് എന്ന് പറയുന്നത്, ക്യാപിറ്റൽ അബൻഡൻറ്റ് കൺട്രി എന്ന് പറയുന്നത്. എന്നാൽ ഇത് കൂടുതലുള്ള കേസാണ് ആക്ച്വലി നമ്മൾ എന്ത് പറയുന്നത്, ലേബർ അബൻഡൻറ്റ് കൺട്രി എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടായിരിക്കും, അതായത് ഇപ്പോൾ ഇന്ത്യൻ്റെ കേസ് എടുക്കുക, ഇന്ത്യയെ സംബന്ധിച്ചോളം എന്താണ്, ഒരുപാട് ലേബേഴ്സിന് അവൈലബിൾ ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, സപ്ലൈ ഓഫ് ലേബർ കൂടുതലാണ് എന്തിനേക്കാൾ, ഡിമാൻഡ് ഓഫ് ലേബറിനേക്കാൾ കൂടുതൽ. അതുകൊണ്ട് എന്ത് ചെയ്യാം, ഈ സപ്ലൈ ഓഫ് ലേബർ എന്ത് ചെയ്യും, ഏത് ലോവർ കോസ്റ്റിൽ എന്ത് ചെയ്യും, പണിയെടുക്കാൻ തയ്യാറായിരിക്കും. അവർക്ക് നമുക്ക് എന്ത് കൊടുത്താൽ മതി, ലെസ്സർ പ്രൈസ് കൊടുത്താൽ മതി അല്ലേ. ദാറ്റ് മീൻസ് ലെസ്സർ വേജ് ഓർ ലെസ്സർ സാലറി കൊടുത്താൽ മതി. അപ്പോൾ റെൻ്റൽ പ്രൈസ് ഓഫ് ക്യാപിറ്റൽ ലേബർ എന്ന് പറയുമ്പോൾ റെൻ്റൽ പ്രൈസ് ഓഫ് ലേബർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചോളം എന്തായിരിക്കും, കുറവായിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ടായിരിക്കും കുറവാകുന്നത്. എന്തുകൊണ്ടാണ്, ആ ഒരു കൺട്രിയിൽ ഏറ്റവും കൂടുതൽ ലേബർ അബൻഡൻ്റ് ആവുന്നതുകൊണ്ടാണ് അല്ലേ. പിന്നെ അതുപോലെ തന്നെ എന്താണ്, ക്യാപിറ്റൽ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ അമേരിക്കയിൽ എന്താണ്, ക്യാപിറ്റലിൻ്റെ മുകളിൽ എന്തായിരിക്കും, പ്രൈസ് എന്ത് ചെയ്താൽ മതി, കുറച്ച് കൊടുത്താൽ മതി. കാരണം ഏറ്റവും കൂടുതൽ ക്യാപിറ്റൽ എന്താണ്, സപ്ലൈ ആണ് ഇതിനേക്കാൾ, ഡിമാൻഡിനേക്കാൾ. അപ്പോൾ അവിടെ എന്തായിരിക്കും, എന്തുകൊണ്ട് അമേരിക്കയിൽ ക്യാപിറ്റലിൻ്റെ മുകളിൽ ലെസ്സർ പ്രൈസ് കൊടുത്താൽ മതി, ക്യാപിറ്റൽ അവിടെ അബൻഡൻ്റ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, പ്രൈസ് ഓഫ് ക്യാപിറ്റൽ ഡിവൈഡഡ് ബൈ പ്രൈസ് ഓഫ് ലേബർ എടുക്കുന്ന സമയത്ത് ഏറ്റവും ലോവറായിട്ട് വരുന്നത് ഏതാണോ അതായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ക്യാപിറ്റൽ അബൻഡൻറ്റ് കൺട്രി ആയിട്ട് എടുക്കുന്നുണ്ടാവുക. കാരണം എന്താണ്, ക്യാപിറ്റൽ അബൻഡൻ്റ് ആവുന്ന സ്ഥലത്താണ് ആക്ച്വലി നമ്മൾ എന്ത് കൊടുക്കുന്നത്, നമ്മുടെ ആ ഒരു ക്യാപിറ്റൽ ലേബർ പ്രൈസ് റേഷ്യോൻ്റെ എന്ത് ചെയ്യുന്നത്, ചെറിയൊരു എമൗണ്ട് കൊടുക്കേണ്ടി വരുന്നത്. ക്യാപിറ്റൽ അബൻഡൻ്റ് ആവുന്ന സ്ഥലത്ത് എന്ത് ചെയ്യും, നമ്മൾ ക്യാപിറ്റലിൻ്റെ മുകളിൽ ചെറിയൊരു പ്രൈസ് കൊടുത്താൽ മതി, ചെറിയൊരു റവന്യൂ കൊടുത്താൽ മതി. ഇനി ലേബർ അബൻഡൻ്റ് ആവുന്ന സ്ഥലത്ത് എന്ത് ചെയ്താൽ മതി, നമുക്ക് എന്ത് ചെയ്താൽ മതി, ഒരു ലോവർ ആയിട്ടുള്ള പേയ്മെൻറ്റ് ലേബറിന് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ഇറ്റ് ഈസ് റെപ്രസെൻറ്റ് ആസ് എ റേഷ്യോ ഇഫ് ദ കൺട്രി ഈസ് എ കൺസിഡർ ദ ക്യാപിറ്റൽ അബൻഡൻറ്റ് കൺട്രി ദ ക്യാപിറ്റൽ ലേബർ പ്രൈസ് റേഷ്യോ ഈ സ്മോളർ. അതായത് ക്യാപിറ്റൽ ലേബർ പ്രൈസ് റേഷ്യോ സ്മോളർ ആവുന്ന സ്ഥലത്തായിരിക്കും നമ്മൾ എന്ത് പറയുന്നുണ്ടാവുക, അത് ക്യാപിറ്റൽ അബൻഡൻറ്റ് കൺട്രി ആയിട്ട് പറയുന്നുണ്ടാവുക. സോ ദ കൺട്രി 1 ഈസ് ട്രീറ്റഡ് ആസ് എ ലേബർ അബൻഡൻറ്റ് കൺട്രി ആൻഡ് ദ കൺട്രി 2 ഈസ് ട്രീറ്റഡ് ആസ് എ ക്യാപിറ്റൽ അബൻഡൻറ്റ് കൺട്രി. ദ കൺട്രി 1 ആസ് ദ ലേബർ അബൻഡൻറ്റ് കൺട്രി, ദാറ്റ് മീൻസ് ദ ലേബർ ഈസ് റിച്ച് കൺട്രി. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്താൽ മതി, പ്രൈസ് നമുക്ക് എന്ത് ചെയ്താൽ മതി, ലേബറിൻ്റെ മുകളിൽ എന്ത് ചെയ്താൽ മതി, കുറവ് കൊടുത്താൽ മതി. ഇനി എന്താണ്, ബിക്കോസ് ഓഫ് ദാറ്റ് ലേബർ പ്രൈസ് ഈസ് റിലേറ്റീവ്ലി ലോവർ ദാൻ ദി ക്യാപിറ്റൽ ഇൻ ദി കൺട്രി 2. അതായത് കൺട്രി 2 കമ്പയർ ചെയ്യുന്ന സമയത്ത്, കൺട്രി 2 എന്ത് ചെയ്യാണ് നമ്മൾ, ക്യാപിറ്റൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്താണ്, ലേബറാണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്, എന്ത് റിച്ചറായിട്ട് എന്തിലുള്ളത്, നമ്മുടെ കൺട്രി 1 അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ലോവർ പ്രൈസ് എന്തിനു മുകളിൽ കൊടുത്താൽ മതി, ലേബറിൻ്റെ കയ്യിൽ, അതായത് ലേബറിന് കൊടുത്താൽ മതി അല്ലേ. വി സമ്മറൈസ് ദാറ്റ് ദ കൺട്രി 2 ഹാസ് ദ ക്യാപിറ്റൽ അബൻഡൻറ്റ് കൺട്രി, ദാറ്റ് മീൻസ് എ ക്യാപിറ്റൽ റിച്ച് കൺട്രി ബിക്കോസ് ദാറ്റ് ദ ക്യാപിറ്റൽ പ്രൈസ് ഈസ് ലോവർ ദാൻ ദ ലേബർ ഇൻ ദി കൺട്രി 1 അല്ലേ. കൺട്രി 2 സംബന്ധിച്ചോളം ക്യാപിറ്റലാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള ക്യാപിറ്റൽ റിച്ചർ കൺട്രിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാപിറ്റലിൻ്റെ മുകളിൽ ആ പ്രൈസ് എന്ത് ചെയ്താൽ മതി, ലെസ്സറായിട്ട് കൊടുത്താൽ മതി എന്തിനേക്കാൾ, കൺട്രി 1 ആയിട്ടുള്ള കൺട്രി 1 ലേബർ അബൻഡൻറ്റിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കിയേക്കേണ്ട ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത് ഒന്നുമില്ല, സിമ്പിളാണ്, സിമ്പിളാണ്. എന്താണ്, നമ്മൾ എന്ത് ചെയ്യാണ്, റീസൺസ് കണ്ടുപിടിച്ചല്ലേ. അതായത് കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് വരാനുള്ള ബേസിക് റീസൺ എന്ന് പറയുന്നത് എന്താണ്, ഒന്ന് ഫാക്ടർ ഇൻറ്റൻസിറ്റി ആണ്, ഒന്ന് ഫാക്ടർ അബൻഡൻസ് ആണ്. ഫാക്ടർ ഇൻറ്റൻസിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫാക്ടർ ഇൻറ്റൻസിറ്റി എന്ത് ചെയ്യുന്നത്, മെഷർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം എച്ച് എന്ന് പറയുന്ന ഗുഡ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അസംഷനിൽ പറയുന്നുണ്ട്. എന്താണ്, അതെന്താണ്, എച്ച് എന്ന് പറയുന്ന ഗുഡ് എന്തായിരിക്കും, നമ്മൾ അസംഷനിൽ പറയുന്നുണ്ട് അല്ലേ. എച്ച് എന്ന് പറയുന്ന ഗുഡ് എന്തായിരിക്കും ലേബർ ഇൻറ്റൻസീവ് ഗുഡായിരിക്കും. അതുപോലെ തന്നെ വൈ എന്ന് പറയുന്ന ഗുഡ് എന്തായിരിക്കും, ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഗുഡാന്നുള്ളത് നമുക്കറിയാം അല്ലേ. എച്ച് എന്ന് പറയുന്ന ഗുഡ് ലേബർ ഇൻറ്റൻസീവും വൈ എന്ന് പറയുന്ന ഗുഡ് എന്തായിരിക്കും, ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഗുഡാന്നുള്ളത് നമുക്കറിയാം അല്ലേ. ഇനി നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ഫാക്ടർ ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ ക്യാപിറ്റൽ ലേബർ റേഷ്യോ എടുക്കും. ക്യാപിറ്റൽ ലേബർ റേഷ്യോ ഏറ്റവും കൂടുതലാണ് കമ്പയർ ചെയ്യുമ്പോൾ, മറ്റേനേക്കാൾ കമ്പയർ ചെയ്യുമ്പം കൂടുതലാണെങ്കിൽ ആ ഒരു കൺട്രീനെ നമ്മൾ എന്ത് പറയും, ക്യാപിറ്റൽ ഇൻറ്റൻസീവ് കൺട്രി എന്നാണ് പറയുക. ഈ ഒരു ക്യാപിറ്റൽ ഇൻറ്റൻസീവ് എന്തിനും മുകളിലായിരിക്കും, വൈ എന്ന് പറയുന്ന കുട്ടീനെ മുകളിൽ എന്തായിരിക്കും, ആ ഒരു കൺട്രിക്ക് എന്തായിരിക്കും, ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിരിക്കും ഉണ്ടാവുക. കാരണം ഓൾറെഡി നമ്മൾ വൈ ആണെന്നുള്ളത് അസംഷനിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഗുഡ് വൈ ആണെന്ന് നമ്മൾ ഓൾറെഡി അസംഷനിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇനി എന്ത് ചെയ്യാണ്, ഈ ഒരു ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ ഏത് കൺട്രിക്കാണോ മറ്റേ കൺട്രീനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറവാവുന്നത്, ആ ഒരു കൺട്രീനെയാണ് നമ്മൾ ആക്ച്വലി എന്ത് പറയുന്നത്, ലേബർ ഇൻറ്റൻസീവ് പ്രൊഡക്റ്റ് ഓൺ എച്ച് എന്ന് പറയുന്നത് അല്ലേ. ലേബർ ഇൻറ്റൻസീവ് ഓൺ എച്ച് എന്ന് പറയുന്നത് അല്ലേ. ആ കൺട്രിക്ക് എച്ച് എന്ന് പറയുന്ന ഗുഡായിരിക്കും ആ കൺട്രി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ എച്ച് എന്ന് പറയുന്ന ഗുഡ് എന്തായിരിക്കും, ലേബർ ഇൻറ്റൻസീവ് ഗുഡായിരിക്കും. ഓക്കെ, ഇതാണ് എന്ത് പറയുന്നത്, ഫാക്ടർ
ഇൻറ്റൻസീവിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ എന്താണ് ഫാക്ടർ അബൻഡൻസിലേക്ക് വരാം അല്ലേ, രണ്ടാമത്തെ റീസൺ ആയിട്ടുള്ള ഫാക്ടർ അബൻഡൻസിലേക്ക് വരാണ്. ഫാക്ടർ അബൻഡൻസിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും എന്താണ് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം ഫിസിക്കൽ ക്രൈറ്റീരിയ എന്നും അതുപോലെ തന്നെ എന്ത് ചെയ്യാം പ്രൈസ് ക്രൈറ്റീരിയ എന്ന് എന്ത് ചെയ്യാം നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഫിസിക്കൽ ക്രൈറ്റീരിയ വെച്ച് നോക്കുന്ന സമയത്ത് ഒരു കൺട്രി എടുക്കുന്ന സമയത്ത് ആ കൺട്രിയിൽ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ക്യാപിറ്റലും അതുപോലെ തന്നെ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ലേബറും എത്രയാണോ അവൈലബിൾ ആവുന്നത് എന്നതിനനുസരിച്ചിട്ടാണ് നമ്മളത് ഡിറ്റർമിൻ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ എന്താണ് ഫിസിക്കൽ ക്രൈറ്റീരിയയിൽ ക്വാണ്ടിറ്റി ഓഫ് ദി ക്യാപിറ്റൽ ആൻഡ് ലേബർ റേഷ്യോ കൂടുതലാണെങ്കിൽ എന്തായിരിക്കും അതിനർത്ഥം ക്യാപിറ്റൽ കൂടുതലാണ് ഇവിടെ എ എന്ന് പറയുന്ന കൺട്രിയിൽ കൂടുതലാണെങ്കിൽ ആ കൺട്രി എന്തായിരിക്കും ആക്ച്വലി ക്യാപിറ്റൽ അബൻഡൻറ്റ് കൺട്രി ആയിരിക്കും. അതുപോലെ തന്നെ എന്ത് ചെയ്യാണ് ബി എന്ന് പറയുന്ന കൺട്രി നമ്മൾ എടുക്കുന്ന സമയത്ത് അവിടെ ലേബർ കൂടുതലാണ് എന്തിനേക്കാൾ ക്യാപിറ്റലിനേക്കാൾ കൂടുതലാണെങ്കിൽ നമുക്ക് എന്ത് പറയാം അവിടെ എന്തായിരിക്കും ആ ഒരു ബി എന്ന് പറയുന്ന കൺട്രി എന്തായിരിക്കും ലേബർ അബൻഡൻറ്റ് കൺട്രി ആയിരിക്കും അല്ലേ, കാരണം ലേബർ ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക അവിടെ കൂടുതലായിട്ട് വരുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റി ഓഫ് ദി ക്യാപിറ്റൽ ആൻഡ് ലേബർ റേഷ്യോ എടുക്കുന്ന സമയത്ത് അതിൽ കൂടുതൽ വരുന്നത് നമുക്കറിയാം 100 ഡിവൈഡഡ് ബൈ എന്താണ് 100 ഡിവൈഡഡ് ബൈ 50 എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇവിടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ് ട്വൈസ് എന്താണ് 2 മടങ്ങ് എന്താണ് 2 മടങ്ങ് എന്താണ് കൂടുതലാണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് പറയാം ഇത് ക്യാപിറ്റൽ അബൻഡൻറ്റ് കൺട്രി എന്ന് പറയാം, കാരണം ക്യാപിറ്റലാണ് ഈ ഒരു കൺട്രിയിൽ ഏറ്റവും കൂടുതലാണല്ലോ എന്തിനേക്കാൾ ലേബറിനേക്കാൾ. ഇനി നമ്മൾ രണ്ടാമത്തെ കേസ് എടുക്കുന്ന സമയത്ത് എന്താണ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട് 25 ആണ് ക്യാപിറ്റൽ എന്ന് വിചാരിക്കാം, 25 ആണ് ക്യാപിറ്റൽ എന്ന് വിചാരിക്കാം. സോ അവിടെ എന്തായിരിക്കും ലേബറിൻ്റെ അളവ് എന്ന് പറയുന്നത് 50 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ പറയുകയാണ് എന്താണ് ഇവിടെ എന്താണ് ക്യാപിറ്റലിൻ്റെ അളവിനെ വെച്ച് നോക്കുന്ന സമയത്ത് ലേബർ എന്താണ് ട്വൈസ് എന്താണ് ഇൻക്രീസ് ആണല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് ഇവിടുത്തെ റേഷ്യോ എന്ന് പറയുന്നതായിരിക്കും 0.5 എന്തായിരിക്കും 5 ആയിരിക്കും, 0.5 ആയിരിക്കും. അപ്പോൾ ഇതിലെന്താണ് ക്യാപിറ്റൽ ലേബറിൻ്റെ ഔട്ട്പുട്ട് റേഷ്യോയിൽ ഏറ്റവും കൂടുതലുള്ള ക്വാണ്ടിറ്റി റേഷ്യോയിൽ ഏറ്റവും കൂടുതലുള്ളത് ഏതാണോ അതെന്തായിരിക്കും ക്യാപിറ്റൽ അബൻഡൻറ്റ് കൺട്രിയും, ഏറ്റവും കുറവ് ഏതാണോ അതായിരിക്കും എന്ത് പറയുന്നുണ്ടാവുക നമ്മുടെ ലേബർ അബൻഡൻറ്റ് കൺട്രി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇനി നമ്മൾ എന്ത് ചെയ്യണം പ്രൈസ് ക്രൈറ്റീരിയ നോക്കാം അല്ലേ, മൂന്നാമത്തെ അതായത് ഫാക്ടർ അബൻഡൻറ്റിലെ രണ്ടാമത്തെ ക്രൈറ്റീരിയ ആയിട്ടുള്ള പ്രൈസ് ക്രൈറ്റീരിയ നോക്കാണ്. പ്രൈസ് ക്രൈറ്റീരിയ നോക്കുന്ന സമയത്ത് നമ്മൾ പറയുകയാണ് അതിൽ ലോവസ്റ്റ് നോക്കിയിട്ടാണ് നമ്മൾ പറയാം. പ്രൈസ് ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ എന്താണ് ക്യാപിറ്റൽ എന്താണ് ഡിവൈഡഡ് ബൈ എ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കൺട്രി എയിൽ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ക്യാപിറ്റലിൻ്റെ മുകളിൽ എന്ത് ചെയ്യാണ് എന്താണ് 25 റുപ്പീസ് മാത്രമേ ഒരു ക്യാപിറ്റലിൻ്റെ മുകളിൽ 25 റുപ്പീസ് മാത്രമേ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. എന്നാൽ നമ്മൾ എന്ത് ചെയ്യാണ് നമ്മുടെ ലേബറിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് 50 രൂപ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ കൺട്രി എയിൽ എന്ത് ചെയ്യുന്നത് 25 റുപ്പീസ് ക്യാപിറ്റലിന് സ്മോളർ ലെവലിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്? കാരണം എന്താണ് കൺട്രി എനെ സംബന്ധിച്ചോളം ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള എന്താണ് ക്യാപിറ്റലാണ് അല്ലേ. അപ്പോൾ എന്താണ് കൺട്രി എനെ സംബന്ധിച്ചോളം എന്താണ് ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത് ക്യാപിറ്റലാണെന്ന് വിചാരിക്കുക. സോ ഇവിടെ കൺട്രി 1ഉം 2ഉം വാട്ടെവർ എടുക്കാം. ഇവിടെ എന്താണ് കൺട്രി എനെ സംബന്ധിച്ചോളം എന്താണ് ഏറ്റവും കൂടുതൽ എന്താണ് അവൈലബിൾ ആയിട്ടുള്ള എന്താണ് ക്യാപിറ്റലാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഡിമാൻഡ് കൂടുതലല്ല സപ്ലൈ ആണ് ഏറ്റവും കൂടുതൽ. അതുകൊണ്ട് തന്നെ ഏത് റേഞ്ച് ഓഫ് വേജ് റേറ്റിലും പണിയെടുക്കാൻ അവർ തയ്യാറായിരിക്കും. അതിപ്പോൾ എന്തായിരിക്കും ലോവസ്റ്റ് കോസ്റ്റിലാണെങ്കിലും അവർ പണിയെടുക്കാൻ തയ്യാറായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി സപ്ലൈ ഓഫ് ക്യാപിറ്റൽ കൂടുതലായതുകൊണ്ട് കുറച്ച് മാത്രം എന്ത് ചെയ്താൽ മതി നമുക്ക് പ്രൈസ് ലെവൽ കൊടുത്താൽ മതി. എന്നാൽ ലേബർ എന്താണ് എക്സ്പെൻസീവ് ആണ്, കാരണം എന്താണ് ലേബർ എന്താണ് കുറവാണ് കൺട്രി എയിൽ അല്ലേ. കൺട്രി 2ൽ എന്താണ് ലേബർ എന്താണ് കുറവാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എന്ത് വേണം ഓരോ ലേബറും നമ്മൾ എന്ത് ചെയ്യണം ലേബർ കുറവായതുകൊണ്ട് തന്നെ ലേബറിൻ്റെ ഡിമാൻഡ് കൂടുതലായിരിക്കും. ഓരോ ലേബറിനും നമ്മൾ എന്ത് ചെയ്യണം വലിയൊരു വേജ് റേറ്റ് കൊടുക്കണം അല്ലേ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യും നമുക്ക് കിട്ടുന്ന പ്രൈസ് റേഷ്യോ എന്ന് പറയുന്നത് അതായത് ക്യാപിറ്റൽ ലേബറിൻ്റെ പ്രൈസ് റേഷ്യോ എന്ന് പറയുന്നതായിരിക്കും 0.5 ആണെന്നുള്ളത് നമുക്ക് എന്ത് കിട്ടും. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസ് നോക്കാം എന്താണ് ക്യാപിറ്റൽ ലേബർ റേഷ്യോ എന്ത് ചെയ്യാണ് രണ്ടാമത്തെ കേസ് നോക്കാം. ക്യാപിറ്റൽ ലേബർ റേഷ്യോ എന്ത് ചെയ്യാണ് രണ്ടാമത്തെ കേസ് നോക്കുന്ന സമയത്ത് എന്താണ് കൺട്രി 1ൻ്റെ കേസാണ് നമ്മൾ എടുക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് കൺട്രി ബിൻ്റെ കേസാണ് നമ്മൾ എടുക്കുന്നത്. കൺട്രി 1ൻ്റെ കേസാണ് നമ്മൾ എടുക്കുന്നത്. അവിടെ എന്തായിരിക്കും ക്യാപിറ്റലിൻ്റെ മുകളിൽ ഓരോ ക്യാപിറ്റലിൻ്റെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യണം 100 രൂപ എന്ത് ചെയ്യണം നമ്മൾ പ്രൈസ് ആയിട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ലേബറിൻ്റെ മുകളിൽ എന്ത് ചെയ്താൽ മതി 50 രൂപ കൊടുത്താൽ മതി. എന്തുകൊണ്ടാണ് 100 രൂപ ലേബറിൻ്റെ മുകളിൽ കൊടുക്കേണ്ടി വരുന്നത്? ലേബർ എന്താണ് കൺട്രി 1നെ സംബന്ധിച്ചോളം എന്താണ് ക്യാപിറ്റൽ എന്താണ് കൺട്രി 1നെ സംബന്ധിച്ചോളം എന്താണ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും അതിൻ്റെ ഡിമാൻഡ് കൂടുകയും അതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ട ഒരു എമൗണ്ട് എന്ത് ചെയ്യും കൂടുകയും ചെയ്യൂലേ. എന്നാൽ ലേബർ എന്ന് പറയുന്നത് എന്താണ് ചീപ്പറാണ്, സപ്ലൈ ഓഫ് ലേബർ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു എമൗണ്ട് കൊടുത്താലും എന്ത് ചെയ്യും ലേബേഴ്സ് പണിയെടുക്കാൻ എന്തായിരിക്കും തയ്യാറായിരിക്കും അല്ലേ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എന്തായിരിക്കും ഇവിടുത്തെ ക്യാപിറ്റൽ ലേബർ പ്രൈസ് റേഷ്യോ എന്ന് പറയുന്നത് എത്രയായിരിക്കും 2 ആണ് ഇവിടുത്തെ ക്യാപിറ്റൽ
ലേബർ പ്രൈസ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ക്യാപിറ്റൽ ലേബർ പ്രൈസ് റേഷ്യോ കുറവായ സ്ഥലത്ത് ആക്ച്വലി എന്താ സംഭവിക്കുന്നത്, നമ്മൾ ക്യാപിറ്റലിൻ്റെ മുകളിൽ എന്ത് ചെയ്താൽ മതി, ചെറിയൊരു റെൻ്റൽ പ്രൈസ് നമ്മൾ എന്ത് ചെയ്താൽ മതി, സ്പെൻഡ് ചെയ്താൽ മതി. എന്തിനേക്കാൾ, ലേബറിനേക്കാൾ. കാരണം എന്താണ്, ക്യാപിറ്റൽ ഇവിടെ അബൻഡൻറ്റ് ഫാക്ടറാണ്. ക്യാപിറ്റലിൻ്റെ ഡിമാൻഡ് കുറവാവുകയും ക്യാപിറ്റലിൻ്റെ സപ്ലൈ കൂടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ചെറിയ റെൻ്റൽ കോസ്റ്റിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചെറിയ എക്സ്പെൻസിൽ നമുക്ക് എന്ത് ചെയ്യും, ക്യാപിറ്റൽ അവൈലബിൾ ആവും എന്നുള്ളതാണ്. എന്നാൽ എന്താണ്, ഇവിടെ ലേബർ എന്താണ് എക്സ്പെൻസീവ് ആണ്. കാരണം എന്താ, ലേബർ ഇവിടെ എന്താണ് സ്കെയറി ഫാക്ടറാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ക്യാപിറ്റൽ ആൻഡ് ലേബർ പ്രൈസ് റേഷ്യോ എന്ന് പറയുന്നത് കുറവാണ്, 0.5 ആണ്. എന്തിനെ കമ്പയർ ചെയ്യുമ്പോൾ, രണ്ടാമത്തെ കൺട്രീനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അല്ലേ, അവിടെ എന്താണ് 2 ആണ് ആക്ച്വലി എന്ത് പറയുന്നത്, ക്യാപിറ്റൽ ആൻഡ് ലേബർ പ്രൈസ് റേഷ്യോ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ആക്ച്വലി നിങ്ങൾ മനസ്സിലാക്കുക, രണ്ടാമത്തെ കേസിൽ എന്താണ് 100 രൂപ നമ്മൾ ക്യാപിറ്റലിന് മുകളിൽ ചിലവാക്കണം. കാരണം ക്യാപിറ്റലിൽ ഇവിടെ കുറവാണ്, ക്യാപിറ്റലിന് ഡിമാൻഡ് കൂടുതലാണ്. എന്നാൽ ലേബർ എന്ന് പറഞ്ഞാൽ കൂടുതലാണ്, ലേബറിൻ്റെ സപ്ലൈ വളരെ കൂടുതലുമാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് വരുന്നുണ്ടാവാം ക്യാപിറ്റലിൻ്റെ മുകളിലായിരിക്കും അല്ലേ, കൺട്രി 1. അപ്പോൾ നമുക്ക് എന്ത് പറയാം, കൺട്രി ഇവിടെ എന്താണ് പ്രൈസ് റേഷ്യോ അല്ലേ. അതായത് ഇവിടെ എന്താണ് പറയുന്നത്, നമ്മുടെ ക്യാപിറ്റൽ ആൻഡ് ദി പ്രൈസ് റേഷ്യോ സ്മോളർ ആവുന്ന കൺട്രീനെയാണ് ആക്ച്വലി നമ്മൾ എന്ത് പറയുന്നത്, ക്യാപിറ്റൽ അബൻഡൻറ്റ് കൺട്രി എന്ന് പറയാം. അപ്പോൾ സ്മോളർ എന്ന് പറയുമ്പോൾ 0.5 ആണ് ഇവിടെ പറയുന്നത് അല്ലേ. 0.5 പറയുന്നത് എന്താണ്, ക്യാപിറ്റൽ അബൻഡൻറ്റ് കൺട്രി ആണല്ലേ. കാരണം എന്താണ്, ഇവിടെ നമ്മൾ ക്യാപിറ്റലിന് കൊടുക്കുന്ന പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് വളരെ കുറവാണ്. കാരണം എന്താണ്, ക്യാപിറ്റൽ അബൻഡൻറ്റ് ആയതുകൊണ്ടാണ്, ക്യാപിറ്റൽ റിച്ചർ ആയതുകൊണ്ടാണ് അല്ലേ. അപ്പോൾ ഇതെന്ത് പറയാം, ക്യാപിറ്റൽ അബൻഡൻറ്റ് കൺട്രി എന്ന് നമുക്ക് പറയാം അല്ലേ. ഇനി അടുത്ത് എന്താണ് പറയുന്നത്, രണ്ടാമത്തെ കേസിൽ എന്താണ് 2 ആണല്ലേ. കാരണം എന്താ 2 വരാനുള്ള കാരണം എന്താണ്, ഇവിടെ ലേബർ ആണ് ആക്ച്വലി അബൻഡൻറ്റ്, ക്യാപിറ്റൽ എന്താണ് ആക്ച്വലി എക്സ്പെൻസീവ് ആണ്. ക്യാപിറ്റൽ നമ്മൾ ഓരോ ക്യാപിറ്റലിൻ്റെ മുകളിലും 100 രൂപ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. കാരണം എന്താണ്, ക്യാപിറ്റലിന് ഹൈലി ഡിമാൻഡ് ഉണ്ട്, ക്യാപിറ്റൽ സപ്ലൈ കുറവാണ്. അറ്റ് ദ സെയിം ടൈം എന്തായിരിക്കും, നമ്മുടെ എന്തിന് സപ്ലൈ കൂടുതലായിരിക്കും, നമ്മുടെ ലേബറിന് സപ്ലൈ കൂടുതലായിരിക്കും. അപ്പോൾ ലേബറിന് എന്ത് ചെയ്താൽ മതി, ഒരു 50 റുപ്പീസ് എന്ത് ചെയ്താൽ മതി, സ്പെൻഡ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ അവിടെ എന്തായിരിക്കും, ഈ ഒരു രണ്ടാമത്തെ ഗുഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ രണ്ടാമത്തെ കൺട്രി അല്ലെങ്കിൽ കൺട്രി എന്താണ്, സ്മോളർ അല്ലാതെ ഹയർ ആയിട്ട് ക്യാപിറ്റൽ ലേബർ പ്രൈസ് റേഷ്യോ വരുന്ന ആ ഒരു കൺട്രീനെ നമുക്ക് എന്ത് പറയാം, ലേബർ അബൻഡൻറ്റ് കൺട്രി എന്ന് പറയാം. ഇത് ഓക്കെ ആണോ, ക്ലിയർ ആയിട്ടുണ്ടോ, സിമ്പിളാണോ, എക്സാമ്പിൾ വെച്ച് പഠിച്ചുകൊണ്ട് സിമ്പിളാണ്. Okay, country 1 has a labor abundant country, that means the labor rich country. Because of that, the labor price is relatively lower than capital in the country 2. അതായത് ലേബർ പ്രൈസ് എന്ത് ചെയ്യാണ്, റിലേറ്റീവ്ലി ലോവർ ആണ് കൺട്രി 1. അതുകൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളൂ, 50 രൂപ കൊടുക്കേണ്ടി വന്നിട്ടുള്ളൂ. എന്നാൽ അവിടെ ക്യാപിറ്റലിന് കൊടുക്കേണ്ടി വരുന്നത് 100 രൂപയാണല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹയർ ആയിട്ട് ഏതാണോ ക്യാപിറ്റൽ ലേബർ പ്രൈസ് റേഷ്യോ വരുന്നത് അതായിരിക്കും എന്ത് പറയുന്നുണ്ടാവുക, ലേബർ അബൻഡൻറ്റ് കൺട്രി. അതുപോലെ തന്നെ അതായിരുന്നു വി സമ്മറൈസ് ദ കൺട്രി 2 ഹാസ് ദ ക്യാപിറ്റൽ അബൻഡൻറ്റ് കൺട്രി. ഇറ്റ് മീൻസ് ദ ക്യാപിറ്റൽ റിച്ച് കൺട്രി. ദ ക്യാപിറ്റൽ പ്രൈസ് ഈസ് ലോവർ ദാൻ ക്യാപിറ്റൽ ലേബർ പ്രൈസ് റേഷ്യോ. ക്യാപിറ്റൽ ലേബർ പ്രൈസ് റേഷ്യോ ഈസ് ലോവർ ദാൻ, ക്യാപിറ്റൽ ലേബർ പ്രൈസ് ഉണ്ട് കേട്ടോ, ക്യാപിറ്റൽ ലേബർ പ്രൈസ് ഈസ് ലോവർ ദാൻ ദി എന്തായിരിക്കും കൺട്രി ലേബർ ഇൻ ദി കൺട്രി 1 എന്ന് പറയുന്നത്. അതായത് ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്, കൺട്രി 2നെ സംബന്ധിച്ചോളം എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ എന്തായത് 25 റുപ്പീസ് എന്തിനു കൊടുത്താൽ മതി, ക്യാപിറ്റലിന് കൊടുത്താൽ മതി അല്ലേ. 25 റുപ്പീസ് എന്ത് ചെയ്താൽ മതി, ക്യാപിറ്റലിന് കൊടുത്താൽ മതി. എന്നാൽ എന്ത് ചെയ്യണം, 50 രൂപ നമ്മൾ എന്ത് ചെയ്യണം, ലേബറിന് കൊടുക്കണം. സോ ലേബർ ബിക്കം എക്സ്പെൻസീവ്. കാരണം എന്താ, ലേബർ എന്താണ് എക്സ്പെൻസീവ് ആണ്. എന്നാൽ കൺട്രി 2നെ സംബന്ധിച്ചോളം ആക്ച്വലി എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, ക്യാപിറ്റൽ എന്ന് പറയുന്നത് വളരെ ചീപ്പറായിട്ട് റിച്ചറായിട്ട് കിട്ടും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്താൽ മതി, ക്യാപിറ്റലിന് ലെസ്സർ പ്രൈസ് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ക്യാപിറ്റൽ ലേബർ റേഷ്യോ കൂടുതൽ ഉള്ളത് ഏത് പ്രൊഡക്റ്റ് ആണോ ആ പ്രൊഡക്റ്റ് എന്ത് ചെയ്യും, ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഗുഡായിട്ട് എന്ത് ചെയ്യും അറിയപ്പെടും. ഓക്കെ, സമ്മറൈസ് ചെയ്യാം. ഇനി ക്യാപിറ്റൽ ലേബർ റേഷ്യോ കുറവായിട്ടുള്ള ഗുഡ് എന്ത് ചെയ്യും, എന്തായിട്ടാണ് അറിയപ്പെടുന്നുണ്ടാവുക, ലേബർ ഇൻറ്റൻസീവ് ഗുഡ്. ലേബർ ഇൻറ്റൻസീവ് ഗുഡ്. ഇവിടെ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഗുഡ് എന്ന് പറയുന്നത് നമ്മുടെ അസംഷനിൽ പറയുന്നുണ്ട് വൈ ആണ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഗുഡ് എന്ന് പറഞ്ഞേക്കുന്നുണ്ട്. ലേബർ ഇൻറ്റൻസീവ് ഗുഡ് എന്ന് പറയുന്നത് എക്സ് എന്നുള്ളത് നമ്മുടെ അസംഷനിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതാണ് എന്ത് പറയുന്നത്, ഇൻറ്റൻസീവിൻ്റെ കേസിൽ ഫസ്റ്റ് റീസൺ ആയിട്ട് പറയുന്നത്. അബൻഡൻറ്റിൻ്റെ കേസിൽ എടുക്കുന്ന സമയത്ത്, ഫിസിക്കൽ ഫാക്ടർ എടുക്കുന്ന സമയത്ത്, ക്വാണ്ടിറ്റി റേഷ്യോ ഓഫ് ദി ക്യാപിറ്റൽ ആൻഡ് ദി ലേബർ എടുക്കുന്ന സമയത്ത് അത് ഏറ്റവും കൂടുതലുള്ളത് ആർക്കാണോ അതെന്തായിരിക്കും, ആ കൺട്രി എന്തായിരിക്കും, ക്യാപിറ്റൽ അബൻഡൻറ്റ് കൺട്രി ആയിരിക്കും. ആ കൺട്രി എന്തായിരിക്കും, ക്യാപിറ്റൽ അബൻഡൻറ്റ് കൺട്രി ആയിരിക്കും. ടോട്ടൽ ക്യാപിറ്റൽ ഡിവൈഡഡ് ബൈ എന്തായിരിക്കും, ടോട്ടൽ ലേബർ കേട്ടോ. ടോട്ടൽ ക്യാപിറ്റൽ amount divided by total labor. Okay, ഇനി എന്ത് ചെയ്യാണ്, ക്വാണ്ടിറ്റി ഓഫ് ക്യാപിറ്റൽ ആൻഡ് ദി ലേബർ റേഷ്യോ ഏറ്റവും കുറവായിട്ടുള്ള കൺട്രി എന്ന് പറയുമ്പോൾ ആക്ച്വലി എന്തായിരിക്കും, അവിടെ എന്തായിരിക്കും, TK ഡിവൈഡ് ബൈ TL കുറവാന്ന് പറയുമ്പോൾ ആക്ച്വലി എന്തായിരിക്കും,
ആ ഒരു കൺട്രി എന്തായിരിക്കും? ലേബർ അബൻഡൻറ്റ് എന്തായിരിക്കും? കൺട്രി ആയിരിക്കും. ലേബർ അബൻഡൻറ്റ് കൺട്രി ആയിരിക്കും. ഇനി പ്രൈസ് റേഷ്യോയിലേക്ക് വരുന്ന സമയത്ത്, പ്രൈസ് റേഷ്യോ ഓഫ് ദി ക്യാപിറ്റൽ ആൻഡ് ലേബറിലേക്ക് വരുന്ന സമയത്ത് പി എച്ച് ഡിവൈഡഡ് ബൈ പി എച്ച് അല്ല പി കെ ഡിവൈഡഡ് ബൈ പി എൽ ചെയ്യുന്ന സമയത്ത് പ്രൈസ് റേഷ്യോ ഓഫ് ദി ക്യാപിറ്റൽ ആൻഡ് ദി ലേബർ വരുന്ന സമയത്ത് ഏറ്റവും കുറവ് ഏതാണോ അതെന്തായിരിക്കും? ക്യാപിറ്റൽ അബൻഡൻറ്റ് കൺട്രി ആയിരിക്കും. അതുപോലെ തന്നെ എന്തായിരിക്കും? പി കെ ഡിവൈഡ് ബൈ പി എൽ എന്തായിരിക്കും? ഏറ്റവും കൂടുതൽ ഏതായിരിക്കും? അതെന്തായിരിക്കും? ലേബർ അബൻഡൻറ്റ് കൺട്രി ആയിരിക്കും. അതെന്തായിരിക്കും? ലേബർ അബൻഡൻറ്റ് കൺട്രി ആയിരിക്കും. സോ അപ്പോൾ ഇവിടെ മനസ്സിലാക്കിയ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോയും അതുപോലെ തന്നെ എന്താണ് ക്വാണ്ടിറ്റി ഓഫ് ദി ലേബർ ആൻഡ് ക്യാപിറ്റൽ ആൻഡ് ലേബർ റേഷ്യോ എന്താണ് കൂടുതലുള്ളത് എപ്പോഴും എന്തായിരിക്കും? എന്താണ്? ക്യാപിറ്റലിനോടുള്ള ചായ്വുള്ളതായിരിക്കും. എന്നാൽ എന്താണ്? പ്രൈസും അതുപോലെ തന്നെ എന്താണ്? പ്രൈസ് ഓഫ് ദി ക്യാപിറ്റൽ ആൻഡ് ലേബർ റേഷ്യോ വരുന്ന സമയത്ത് അത് കുറവുള്ളതായിരിക്കും. എന്തിനോട് ചായ്വുണ്ടായിരിക്കുക? ക്യാപിറ്റലിനോട് ചായ്വുണ്ടായിരിക്കുക. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സോ ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ട്. ഈ രണ്ട് ബേസിക് റീസൺ കൊണ്ടാണ് ആക്ച്വലി എന്ത് വരുന്നത്? കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് വരുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ അല്ലേ? അതായത് ബേസിക് ആയിട്ട് ഒരു അസംഷൻ ഞാൻ പറഞ്ഞുതരാം. ക്യാപിറ്റലിനോട് ചായ്വ് വരണമെങ്കിൽ സിമ്പിളായിട്ട് പറഞ്ഞുതരാം, ഇങ്ങനൊരു കൺഫ്യൂഷൻ വരണ്ടല്ലോ. ക്യാപിറ്റലിനോട് ചായ്വ് വരണമെങ്കിൽ ആക്ച്വലി എന്ത് വേണം? ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ എന്തായിരിക്കണം? കൂടുതലായിരിക്കണം. അതുപോലെ തന്നെ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ക്യാപിറ്റൽ ആൻഡ് ദി ലേബർ റേഷ്യോ എന്തായിരിക്കണം? കൂടുതലായിരിക്കണം. ഓക്കെ. എന്നാൽ പ്രൈസ് ഓഫ് ദി ക്യാപിറ്റൽ ആൻഡ് ലേബർ റേഷ്യോ എന്തായിരിക്കണം? കുറവായിരിക്കും. കാരണം പ്രൈസ് കൂടുതൽ കൊടുക്കുന്നുണ്ടാവുക എവിടെ ആയിരിക്കും? ക്യാപിറ്റൽ അബൻഡൻ്റ് ആവുന്ന കൺട്രിയിലാണ്. ഓക്കെ. ഇനി നമ്മളെന്താണ് ലേബറിൻ്റെ കേസ് എടുക്കുന്ന സമയത്ത് എന്താണ്? ക്യാപിറ്റൽ ലേബർ റേഷ്യോ എന്തായിരിക്കണം? കുറവായിരിക്കണം. എന്തിന്? ഫാക്ടർ ഇൻറ്റൻസിറ്റിയിൽ. ഇനി ഫാക്ടർ അബൻഡൻസിൽ ടോട്ടൽ എമൗണ്ട് ഓഫ് ക്യാപിറ്റലും അതുപോലെ തന്നെ ടോട്ടൽ എമൗണ്ട് ഓഫ് ലേബറും തമ്മിലുള്ള റേഷ്യോ എന്തായിരിക്കണം? കുറവായിരിക്കണം. എന്നാൽ പ്രൈസ് ഓഫ് ദി ക്യാപിറ്റലും അതുപോലെ തന്നെ പ്രൈസ് ഓഫ് ദി ലേബറും തമ്മിലുള്ള റേഷ്യോ എന്തായിരിക്കണം? കൂടുതലായിരിക്കണം. കാരണം എന്തായിരിക്കും? കൺട്രി ബിയിൽ എന്തായിരിക്കും? ക്യാപിറ്റലിൻ്റെ എമൗണ്ട് കൂടുതലായിരിക്കുകയും ക്യാപിറ്റലിൻ്റെ എമൗണ്ട് കൂടുതലായിരിക്കും ക്യാപിറ്റലിന് എന്ത് ചെയ്യും? കൂടുതലായിട്ടുള്ള പ്രൈസ് നമ്മൾ കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ ആൻഡ് ലേബർ പ്രൈസ് റേഷ്യോ കൂടുതലായിട്ടുള്ള കൺട്രിയെ നമ്മൾ എന്ത് പറയും? ലേബർ അബൻഡൻറ്റ് കൺട്രി എന്ന് പറയും. സോ ഇതിനെന്ത് ചെയ്യണം? നമ്മൾ ഗ്രാഫിക്കലി ഇനി റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പോകാം കേട്ടോ. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യാൻ പോവാണ്. സോ നമുക്കറിയാം നമ്മൾ PPC കർവ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത് വരയ്ക്കുന്നത് അല്ലേ. PPC കർവ് എന്താണ്? പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ആണ്. എന്ത് ചെയ്യുന്നുണ്ട്? അത് ഡിഫറെൻറ്റ് കോമ്പിനേഷൻ ഓഫ് എക്സിനെയും വൈനെയും വെച്ചിട്ടാണ് നമ്മൾ PPC വരയ്ക്കുന്നുണ്ടാവുക. അതിന് മുകളിലുള്ള ഓരോ പോയിന്റ് എന്താണ്? മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് ദി റിസോഴ്സസ് ആണ് വരുന്നുണ്ടാവുക. PPCയുടെ താഴെ വരുന്ന പോയിന്റൊക്കെ എന്തായിരിക്കും? അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആയിരിക്കും. PPCയുടെ മുകളിൽ വരുന്ന ഓരോ പോയിന്റ് എന്തായിരിക്കും? ഓവർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആയിരിക്കും. അതായത് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു PPC വരയ്ക്കുകയാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇതാണ് നമ്മുടെ PPC അല്ലേ. ഡിഫറെൻറ്റ് കോമ്പിനേഷൻ ഓഫ് ദി എക്സ് ആൻഡ് വൈ ആണ് ആക്ച്വലി എന്ത് പറയുന്നത്? PPC എന്ന് പറയുന്നത്. PPCയുടെ മുകളിൽ വരുന്ന ഓരോ പോയിന്റ് എന്ത് പറയും? നമ്മൾ മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ് എന്ന് പറയും. PPCയുടെ താഴെ വരുന്ന B എന്ന് പറയുന്ന പോയിന്റ് എന്തായിരിക്കും? അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ് ആയിരിക്കും. PPCയുടെ മുകളിൽ വരുന്ന A എന്ന് പറയുന്ന പോയിന്റ് എന്തായിരിക്കും? ഓവർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ് ആയിരിക്കും. അപ്പോൾ PPC ആണ് നമ്മൾ എക്കണോമിക്സ് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ആദ്യമൊക്കെ ഡിമാൻഡിന് മുമ്പേ പലപ്പോഴും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന ഒരു കർവ് PPC കർവ് ആയിരിക്കും. എൻ്റെ ഒരു ഓർമ്മയിൽ എനിക്ക് അങ്ങനെ തോന്നുന്നത് PPC ആണ് ഞാൻ ഡിമാൻഡിനേക്കാൾ മുമ്പ് പഠിച്ചിട്ടുള്ള കർവ്. ഓക്കെ. അപ്പോൾ ഇവിടെ എന്താണ്? PPC വെച്ചിട്ടാണ് ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യുന്നത്? എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്താണ് പറയുന്നത് നോക്കാല്ലേ? ഓക്കെ. സോ IA is the country 1 PPC because the country 1 produce the more H and the lower Y because of the country 1 is the labor intensive and the labor rich and the labor abundant country relatively flatter കർവ്. അതായത് ഇവിടെ നമുക്കറിയാം IA എന്ന് പറയുന്ന ഈ ഒരു കർവ് ഇവിടെ O ഉണ്ട് കേട്ടോ. ദിസ് ഒറിജിൻ എന്ത് ചെയ്യാണ്? ഇവിടെ എന്താണ്? GA2 അതുപോലെ തന്നെ GA1 എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതിനെ മൊത്തം പോയോ? നമുക്ക് എന്ത് പറയാം? GA2 അല്ലെങ്കിൽ എന്താണ് GA1 എന്ന് പറയുന്ന ഈ ഒരു കർവിനെ നമുക്ക് എന്ത് പറയാം? കൺട്രി 1ൻ്റെ PPC എന്ന് പറയാം.
അതുപോലെ തന്നെ എന്താണ് ഈ ഒരു കേവിനെ നമുക്ക് എന്ത് പറയാം, കൺട്രി 2ൻ്റെ PPC എന്ന് പറയാം. കൺട്രി 2ൻ്റെ PPC എന്ന് പറയാം. ഇവിടെ എന്താണ് കൺട്രി 1ൻ്റെ PPC എടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണ്, എച്ച് ആണ്. എന്തിനേക്കാൾ നമ്മൾ എന്തിനേക്കാൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണ്, വൈനേക്കാൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണ്, എച്ച് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക എന്താണ് ഈ ഒരു എന്താ പറയുക PPCൻ്റെ കേവിൽ നോക്കുക എന്താണ് ഇവിടെ A എന്ന് പറയുന്ന പോയിന്റിലാണ് ഇനീഷ്യലി എന്ത് ചെയ്യുന്നത് ഒരു കൺട്രി ഉള്ളതെന്ന് വിചാരിക്കുക. കാരണം എന്താണ് A എന്ന് പറയുന്ന പോയിന്റ്, B എന്ന് പറയുന്ന പോയിന്റ്. എന്നാൽ ട്രേഡ് ഹാപ്പൻ ആവുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇതാവും നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത്, PA എന്ന് പറയുന്ന പോയിന്റ്, PB എന്ന് പറയുന്ന പോയിന്റ്. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, PA PB എന്ത് ചെയ്താൽ മതി, കൺസിഡർ ചെയ്താൽ മതി ആദ്യം. അതായത് നമ്മൾ എന്ത് ചെയ്യാണ് പോയിന്റിലേക്ക് പോവാണ് അല്ലേ. PA എന്ന് പറയുന്ന പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്യാണ് എച്ചിലേക്ക് വൈയിലേക്ക് നമ്മൾ വരച്ച് വെക്കുന്ന സമയത്ത് നമുക്കറിയാം നമ്മൾ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണ്, എച്ച് എന്ന് പറയുന്ന കമ്മോഡിറ്റിയാണ്. കാരണം എന്താണ് എച്ച് നമ്മൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണം എന്താണ്, എച്ച് എന്ന് പറയുന്നത് എന്ത് ഇൻറ്റൻസീവ് പ്രൊഡക്റ്റ് ആണ്, ലേബർ ഇൻറ്റൻസീവ് പ്രൊഡക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ലേബർ ഏറ്റവും കൂടുതൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എച്ച് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ. ലേബർ റിച്ച് ആയതുകൊണ്ട്, ലേബർ അബൻഡൻ്റ് ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ലേബർ ഇൻറ്റൻസീവ് കൊണ്ടായിട്ടുള്ള എച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി കൺട്രി ബീൻ്റെ കേസ് എടുക്കാം. കൺട്രി ബീൻ്റെ കേസ് എടുക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, ഇവിടെ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണ്, വൈ എന്ന് പറയുന്ന കൂട്ടാണ് കേട്ടോ. വൈ എന്ന് പറയുന്ന കൂട്ടാണ്. എക്സ് ആക്സിസ് നമ്മൾ എച്ച് എന്ന് പറയുന്ന കൂട്ടും, വൈ ആക്സിസ് വൈ എന്ന് പറയുന്ന കൂട്ടാണ്. വൈ എന്തുകൊണ്ട് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു, വൈ എന്ന് പറയുന്നത് എന്ത് ഇൻറ്റൻസീവ് പ്രൊഡക്റ്റ് ആണ്, ക്യാപിറ്റൽ ഇൻറ്റൻസീവ് പ്രൊഡക്റ്റ് ആണല്ലോ. അപ്പോൾ കൺട്രി ബീനെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ കൺട്രി 2നെ സംബന്ധിച്ചോളം എന്താണ് ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത് എന്താണ്, ആക്ച്വലി ക്യാപിറ്റലാണ്. ക്യാപിറ്റൽ റിച്ച് കൺട്രിയാണ്, അതുപോലെ തന്നെ ക്യാപിറ്റൽ അബൻഡൻ്റ് കൺട്രിയാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് അതെന്ത് ചെയ്യുന്നത് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത് വൈ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണം. ഓക്കെ, II ഈസ് ദ കൺട്രി 1 PPC because the country 1 produce the more H and the lower Y because the country 1 is the labor intensive, the labor rich and the labor abundant country. Relatively flatter curve അല്ലേ. ഇവിടെ എന്താണ് റിലേറ്റീവ്ലി ഫ്ലാറ്റർ കേവ് എന്നുള്ളത് പറയാൻ കാരണം, റിലേറ്റീവ്ലി ഫ്ലാറ്റർ കേവ് എന്നുള്ളത് പറയാനുള്ള കാരണം എന്താ, റിലേറ്റീവ്ലി ഫ്ലാറ്റർ കേവ് എന്നുള്ളത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മൾ എച്ചിൻ്റെ കേസ് എടുക്കുക. കൺട്രി 1ൽ എച്ചിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാണ്, ഇത് ഫ്ലാറ്റർ ആയിട്ടാണ് പോകുന്നത്. മോർ ബയാസ്ഡ് ടു എന്താണ് എച്ച് ആക്സിസ് ആണ് അല്ലേ. എച്ച് ആക്സിസിനോട് എന്ത് ചെയ്യാണ് ഇങ്ങനെ അടുത്തടുത്താണ് എന്ത് ചെയ്യുന്നത് ഇതിങ്ങനെ പോകുന്നത് അല്ലേ. എച്ച് ആക്സിസിനോട് അടുത്തടുത്താണ് ഈ ഒരു കേവ് പോകുന്നത് അല്ലേ. ഇനി കൺട്രി എന്താണ് മോർ ബയാസ്ഡ് ടു ദി ഹൊറിസോണ്ടൽ ആക്സിസ് അല്ലേ. അതായത് ഇപ്പോൾ നമ്മൾ ഹൊറിസോണ്ടൽ ആക്സിസ് എടുക്കുന്ന സമയത്ത് ഇതെന്താണ് ഹൊറിസോണ്ടൽ ആക്സിസിനോട് എന്താണ് കൂടുതൽ യോജിച്ചാണ് പോകുന്നത് അല്ലേ. മറ്റേതാണെങ്കിൽ എന്താണ് വെർട്ടിക്കൽ ആക്സിസിനോടാണ് കൂടുതൽ ടച്ച് ചെയ്ത് പോകുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് ഹൊറിസോണ്ടൽ ആക്സിസിനോട് ടച്ച് ചെയ്യാനുള്ള കാരണം എന്താണ്, കൺട്രി 1 പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണ് ഏറ്റവും കൂടുതൽ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എച്ച് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കാരണം എന്താണ് എച്ച് എന്ന് പറയുന്നത് എന്ത് ഇൻറ്റൻസീവ് ആണ്, ലേബർ ഇൻറ്റൻസീവ് പ്രൊഡക്റ്റ് ആണ്. അതാണ് നമ്മൾ എക്സംഷനിൽ പറയുന്നത്. ലേബർ ഏറ്റവും കൂടുതൽ എവിടെയാണ്, കൺട്രി എയിലാണ് അല്ലേ. കൺട്രി 1ലാണ് ഏറ്റവും കൂടുതൽ ലേബർ ഉള്ളത്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് കൺട്രി 1 എന്ത് ചെയ്യുന്നത് കൂടുതൽ എച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കാരണം ലേബർ ഇൻറ്റൻസീവ് പ്രൊഡക്റ്റ് ആയിട്ട് നമ്മൾ എസംഷനിൽ പറയുന്നത് എന്താണ് എച്ച് എന്ന് പറയുന്ന കമ്മോഡിറ്റി ആണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, റിച്ചറായിട്ടുള്ള എന്തുണ്ട് റിച്ചറായിട്ടുള്ള ലേബറും അതുപോലെ തന്നെ റിച്ചറായിട്ടുള്ള എന്ത് വരുന്നുണ്ട്, റിച്ചർ ലേബർ അല്ലെങ്കിൽ അബൻഡൻ്റ് ലേബർ വരുന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കൺട്രി 1 എന്ത് ചെയ്യുന്നത് കൂടുതലായിട്ട് എച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് മോർ ബയാസ് ടു എന്ത് ചെയ്യും ഒറിജോണ്ടൽ ആക്സിസിലേക്ക്, അതായത് ഒറിജോണ്ടൽ ആക്സിസിലേക്ക് എന്ത് ചെയ്യാണ് അത് ബയാസ് ചെയ്ത് എന്ത് ചെയ്യുന്നുണ്ട് ചാഞ്ഞ് കിടക്കുന്നുണ്ട് അല്ലേ, റിലേറ്റീവ്ലി ഫ്ലാറ്റർ ആയിട്ട് കിടക്കുന്നുണ്ട്. ഇനി 2 എടുക്കുക. അതായത് ഇവിടെ 2 മീൻസ് ഇവിടെ I2 or 1 ഇതെന്ന് പറയുന്നത് 1 ഉദ്ദേശിക്കുന്നത് ഈ ഒരു കേവിനാണ്. ഇത് ഇവിടെ പേരിട്ടിട്ടില്ല എന്നുള്ളൂ കേട്ടോ. 1 ഉദ്ദേശിക്കുന്ന ഈ ഒരു പോയിന്റിനാണ്, ഈ ഒരു കേവിനാണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാണ് 2 കേവ് എടുക്കാം. 2 കേവ് എന്ന് പറയുന്നത് എന്താണ് ആക്ച്വലി, 2 കേവ് എന്ന് പറയുന്നത് എന്താണ് ആക്ച്വലി, ഇതാണ് നമ്മുടെ 2 കേവ് കേട്ടോ. ഇതാണ് നമ്മുടെ 2 കേവ്. then ഇവിടെ എന്താ സംഭവിക്കുന്നത്, 2 കേവിൽ എന്ത് സംഭവിക്കുന്നുണ്ട് നമുക്കറിയാം. ഈ ഒരു എന്താ പറയുക, ഈ ഒരു കൺട്രീനെ സംബന്ധിച്ചോളം എന്ത് ചെയ്യുകയാണ്, കൺട്രി ഏറ്റവും കൂടുതൽ ബയാസ്ഡ് ആയിട്ട് നിൽക്കുന്ന വൈ ആക്സിസിലാണ്. കാരണം എന്താണ് വൈ ആണ് ഏറ്റവും കൂടുതൽ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ് PBൻ്റെ കേസ് എടുക്കുക. PBൻ്റെ കേസ് എടുക്കുന്ന സമയത്ത് എന്താണ് വൈ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുകയും എന്താണ് എച്ച് കുറവാണല്ലേ. വൈ ഇത്രത്തോളം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, എന്നാൽ എച്ച് എന്ത് ചെയ്യാണ് ഇത്ര മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടെ. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് അവർ വൈ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ വൈ ഇൻറ്റൻസീവ് ഗുഡ് ആയിട്ടുള്ള, അതായത് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഗുഡ് എന്ന് പറയുന്നത് എന്താണ് വൈ ആണല്ലേ. ക്യാപിറ്റൽ ഏറ്റവും കൂടുതൽ അബൻഡൻ്റ് ആയിട്ട് ക്യാപിറ്റൽ ഏറ്റവും കൂടുതൽ റിച്ചർ ആയിട്ടുള്ളത് ഏത് കൺട്രിയിലാണ്, ആക്ച്വലി നമ്മുടെ ഈ ഒരു 2 കൺട്രിയിലാണ്, അല്ലെങ്കിൽ എന്ത് നമുക്ക് പറയാം കൺട്രി 2ലാണ്. കൺട്രി ബിയിലാണ് ഏറ്റവും കൂടുതൽ എന്ത് വരുന്നത്, നമ്മുടെ ക്യാപിറ്റൽ ഏറ്റവും കൂടുതൽ വരുന്നത്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് കൺട്രി 2 എന്ത് ചെയ്യുന്നത് കൂടുതലായിട്ട് ക്യാപിറ്റൽ എന്ത് ചെയ്യുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ. ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഗുഡായിട്ടുള്ള വൈ എന്ത് ചെയ്യുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ. 2 ഈസ് ദി കൺട്രി 2
PPC because the country to produce the Y and the lower rates because the country to have the capital intensive അതുപോലെ തന്നെ capital rich അതുപോലെ തന്നെ capital abundant കൺട്രിയാണ് ദ വെർട്ടിക്കൽ ആക്സിസ് ബയാസ്ഡ് ആണ് അല്ലേ. എന്ത് ചെയ്യാണ് വെർട്ടിക്കൽ ആക്സിസിനോടാണ് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത് ബയാസ്ഡ് ആയിട്ട് നിൽക്കുന്നത്. വെർട്ടിക്കൽ ആക്സിസിനോടാണ് എന്ത് ചെയ്യുന്നത് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത് ചായ്വ് പ്രകടിപ്പിക്കുന്നത് അല്ലേ. കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത് ഒരു ചായ്വ് പ്രകടിപ്പിക്കുന്നത് എവിടെയാണ് വെർട്ടിക്കൽ ആക്സിസിനോടുമായിട്ടാണ് അല്ലേ. കൺട്രി ടു എന്ത് ചെയ്യുന്നത് കൂടുതലായിട്ടുള്ള ചായ്വ് പ്രകടിപ്പിക്കുന്നത് ഈ ഒരു വെർട്ടിക്കൽ ആക്സിസുമായിട്ടാണ്. Okay, the PPC have the unique shape in the both countries and because the both countries have the different kind of factor endowment. രണ്ട് സ്ഥലത്തും എന്തായിരിക്കും PPCൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഒരുപോലെ ആയിരിക്കും. കാരണം എന്താ രണ്ട് കൺട്രീസ് എന്ത് ചെയ്യുന്നുണ്ട് റിച്ചർ ആവുന്നത് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫാക്ടേഴ്സിലാണ് അല്ലേ. ഒന്നിലെന്താണ് ലേബർ കൊണ്ടാണ് റിച്ചർ ആവുന്നതെങ്കിൽ മറ്റേതിലെന്താണ് ക്യാപിറ്റൽ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് റിച്ചറായിട്ട് മാറുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട് രണ്ടിൻ്റെയും ഷേപ്പ് എന്തായിരിക്കും സെയിം ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് എന്ത് പറയാം ദ ക്ലാസിക്കൽ ട്രേഡ് തിയറി ബിലീവ്സ് ദാറ്റ് ദ കൺട്രീസ് ഹാവ് ദ കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ്. അവരെന്താണ് പറഞ്ഞത് കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് ഉള്ളതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഒരു കൺട്രി കൂടുതലായിട്ട് സ്പെഷ്യലൈസ് ചെയ്യുകയും അത് എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്തുകൊണ്ട് ചില ഗുഡ്സുകൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഇല്ലാത്ത ഗുഡ്സുകളായിരിക്കും അവർ എന്ത് ചെയ്യുന്നുണ്ടാവുക ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. ബട്ട് ദേ ഡിഡൻറ്റ് സേ വാട്ട് ആർ ദ റീസൺസ് ബിഹൈൻഡ് ദാറ്റ്. എന്തുകൊണ്ട് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് വരുന്നു അതിൻ്റെ റീസൺസ് ആര് പറയുന്നില്ല നമ്മുടെ ക്ലാസിക്കൽസ് പറയുന്നില്ല. ദ റീസൺസ് ആർ എക്സ്പ്ലെയിൻഡ് ബൈ ദ എക്ഷർ ഓയിൽ മോഡൽ. ദ കൺട്രീസ് ആർ ഡിഫറെൻറ്റ് ഇൻ ദ ഫാക്ടർ എൻഡോമെൻറ്റ് ആൻഡ് ഡിഫറെൻറ്റ് ദ ഫാക്ടർ ഇൻറ്റൻസിറ്റി. അദ്ദേഹം പറയുന്നത് എന്താണ് എക്ഷർ ഓയിൽ മോഡൽ അവരെന്താ പറഞ്ഞേക്കുന്നത് ആ റീസൺ എന്ന് പറയുന്നതാണ് ഫാക്ടർ എൻഡോമെൻറ്റിൽ വരുന്ന മാറ്റങ്ങളും ഡിഫറെൻ്റ് ആണ്. രണ്ട് കൺട്രിയിലെയും ഫാക്ടർ എൻഡോമെൻറ്റ് ഡിഫറൻസ് ആണ്. രണ്ട് കൺട്രിയിലെയും ഗുഡ്സിൻ്റെ മുകളിലുള്ള ഫാക്ടർ ഇൻറ്റൻസീവ് എന്താണ് ഡിഫറെൻ്റ് ആണ്. ഫാക്ടർ എൻഡോമെൻറ്റ് ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഫാക്ടർ അബൻഡൻസ് എന്താണ് രണ്ട് കൺട്രിയിലും വേറെയാണ് അല്ലേ. ആക്ച്വലി നമ്മളൊരു ഗുഡ് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ആ ഗുഡ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഏറ്റവും കൂടുതൽ ഏത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ടോ അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക ഗുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക. അതിനാണ് നമ്മളെന്ത് പറയുക ഫാക്ടർ എൻഡോമെൻറ്റ്. അതുപോലെ തന്നെ ഫാക്ടർ അബൻഡൻറ്റ് എന്ന് പറയുന്നത് ഇതിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് രണ്ട് ടേം ഉപയോഗിച്ചിട്ടാണ്. ഒന്ന് ഫിസിക്കൽ ക്രൈറ്റീരിയനും ഒന്നും പ്രൈസ് ക്രൈറ്റീരിയനും. ഫിസിക്കൽ ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ ടോട്ടൽ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഡിവൈഡഡ് ബൈ എന്തായിരിക്കും ടോട്ടൽ ലേബർ ആയിരിക്കും അല്ലേ. ടോട്ടൽ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ ലേബർ ആയിരിക്കും. അതുപോലെ തന്നെ പ്രൈസ് ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ പ്രൈസ് ഓഫ് ക്യാപിറ്റൽ ഡിവൈഡഡ് ബൈ എന്തായിരിക്കും പ്രൈസ് ഓഫ് ലേബർ ആയിരിക്കും. പ്രൈസ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് പ്രൈസ് ക്രൈറ്റീരിയ ഈസ് പ്രൈസ് റേറ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് ടു പ്രൈസ് റേറ്റ് ഓഫ് ലേബർ ആയിരിക്കും. ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ക്യാപിറ്റൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ലേബർ എടുക്കുന്ന സമയത്ത് ഇത് കൂടിയ കൺട്രിയെ നമ്മൾ എന്ത് പറയും ക്യാപിറ്റൽ അബൻഡൻറ്റ് കൺട്രി എന്നും അതുപോലെ തന്നെ ഇത് കുറഞ്ഞ കൺട്രിയെ നമ്മൾ എന്ത് പറയും ലേബർ അബൻഡൻറ്റ് കൺട്രി എന്ന് പറയും. ലേബർ അബൻഡൻറ്റ് കൺട്രി എന്നും പറയും. ഇനി പ്രൈസ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ലേബർ റേഷ്യോ എടുക്കുന്ന സമയത്ത് എന്താണ് പ്രൈസ് കുറവ് കൊടുക്കുന്നുണ്ടാവുക എവിടെയായിരിക്കും ക്യാപിറ്റൽ അബൻഡൻ്റ് ആയിട്ടുള്ള കൺട്രിയിലായിരിക്കും അല്ലേ. അപ്പോൾ പ്രൈസ് ആൻഡ് ക്യാപിറ്റൽ ലേബർ റേഷ്യോ ഉണ്ട്. പ്രൈസ് ആൻഡ് ക്യാപിറ്റൽ ലേബർ റേഷ്യോ കുറഞ്ഞായിട്ടുള്ള കൺട്രിയെ നമ്മൾ എന്ത് പറയും ക്യാപിറ്റൽ അബൻഡൻറ്റ് കൺട്രി എന്ന് പറയും. അതുപോലെ തന്നെ എന്ത് പറയും അത് കൂടിയിട്ടുള്ള കൺട്രിയെ പ്രൈസ് ആൻഡ് ക്യാപിറ്റൽ ലേബർ റേഷ്യോ കൂടിയിട്ടുള്ള കൺട്രിയെ നമ്മൾ എന്ത് പറയും ലേബർ അബൻഡൻറ്റ് കൺട്രി എന്ന് പറയും. ഇതാണെന്ത് പറയുന്നത് ഫാക്ടർ എൻഡോമെൻറ്റ് അഥവാ ഫാക്ടർ അബൻഡൻസ് എന്ന് പറയുന്നത്. ഫാക്ടർ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും ക്യാപിറ്റൽ ലേബർ റേഷ്യോ വെച്ചിട്ടായിരിക്കും. ക്യാപിറ്റൽ ലേബർ റേഷ്യോ കൂടിയിട്ടുള്ള കൺട്രിയെ നമ്മൾ എന്ത് പറയും ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള വൈ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കൺട്രി ആയിട്ട് നമ്മൾ പറയും. അതുപോലെ തന്നെ ക്യാപിറ്റൽ ലേബർ റേഷ്യോ എന്താണ് കുറവുള്ള കൺട്രിയെ നമ്മൾ എന്ത് പറയും അതിൻ്റെ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള എഡ്സ് കൂടുതൽ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള എഡ്സ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സാണ് എന്ത് പറയും കൺട്രിയാണെന്ന് നമ്മൾ പറയും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ എന്താണ് ക്വാണ്ടിറ്റി ഓഫ് ക്യാപിറ്റൽ ആൻഡ് ലേബർ റേഷ്യോ പോസിറ്റീവും അതുപോലെ തന്നെ ക്യാപിറ്റൽ ലേബർ റേഷ്യോ പോസിറ്റീവ് ആയിരിക്കും എന്ത് വരുന്നത് ക്യാപിറ്റൽ കൺട്രീസിൽ വരുന്നുണ്ടാവുക. എന്നാൽ പ്രൈസ് ലേബർ റേഷ്യോ എന്തായിരിക്കും അതിന് നെഗറ്റീവ് ആയിട്ടായിരിക്കും വരുന്നത്. ദാറ്റ് മീൻസ് ലോവസ്റ്റ് ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. കൂടിയത് എന്ത് വരും ക്യാപിറ്റൽ ലേബർ റേഷ്യോയും അതുപോലെ തന്നെ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ക്യാപിറ്റൽ ആൻഡ് ലേബർ റേഷ്യോ കൂടുതലുള്ളത് ആക്ച്വലി എന്തായിരിക്കും ക്യാപിറ്റലിനോട് ചായ്വുള്ള കൺട്രി ആയിരിക്കും. എന്നാൽ അതിൻ്റെ പ്രൈസ് ആൻഡ് ലേബർ റേഷ്യോ എടുക്കുന്ന സമയത്ത് എന്തായിരിക്കും കുറവുള്ളതായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക നമ്മുടെ ക്യാപിറ്റലിനോട് ചായ്വുള്ള എന്താ പറയുക കൺട്രി ആവുന്നുണ്ടാവുക. അതിൻ്റെ എക്സാക്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും ലേബറിൻ്റെ കേസ് ഉണ്ടായിരിക്കുക. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ അല്ലേ. ഓക്കെ, ദെൻ മൂവ് ടു നെക്സ്റ്റ് പാർട്ട്. So the country will specialize in the production of and export of those commodity who is thus intensively uses whose factors those relatively endowment. അതായത് നമ്മളൊരു ഗുഡ് സ്പെഷ്യലൈസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊരു ഗുഡ് സ്പെഷ്യലൈസ് ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം വളരെ ലോവസ്റ്റ് കോസ്റ്റിൽ വളരെ ഇൻറ്റൻസീവായിട്ട് വളരെ ഫാക്ടർ അബൻഡൻസിൽ എന്ത് ചെയ്യാൻ പറ്റണം നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം. അങ്ങനെ ഗുഡ്സിനെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക സ്പെഷ്യലൈസ് ചെയ്യുക അല്ലേ. ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലേ നമ്മളൊരു കൺട്രിയിൽ ഒരു ഗുഡ് നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അതിനെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം ആ ഗുഡിനെ എത്രത്തോളം ആ ഒരു കമ്മോഡിറ്റിനെ എത്രത്തോളം ഇൻറ്റൻസീവ്ലി അതുപോലെ തന്നെ എന്ത് ചെയ്യണം റിലേറ്റീവ്ലി എന്ത് ചെയ്യാണ്
വളരെയധികം അബൻഡൻറ്റ് ഫാക്ടറികൾ നമുക്ക് എന്ത് ചെയ്യണം, അത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആ ഒരു ഗുഡായിരിക്കും നമ്മൾ കൂടുതലായിട്ട് സ്പെഷ്യലൈസ് ചെയ്യുകയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടാവുക അല്ലേ. കമ്പാരിറ്റീവ് കോസ്റ്റ് ഡിഫറൻസ് ഈസ് മെയ്ഡ് ബൈ ദ ടു ഫാക്ടേഴ്സ്. കൺട്രീസ് ഡിഫറൻസ് ഇൻ ദി ഫാക്ടർ എൻഡോമെൻറ്റ്. എന്തുകൊണ്ടാണ് രണ്ട് കൺട്രിക്കും ഡിഫറൻറ്റ് ഗുഡ്സിൻ്റെ മുകളിൽ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ലീസ്റ്റ് കമ്പാരിറ്റീവ് ഡിസഡ്വാൻറ്റേജ് വരുന്നുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബേസിക് റീസൺ എന്ന് പറയുന്നത് രണ്ട് കൺട്രിയിലും എന്താണ് ഫാക്ടർ എൻഡോമെൻറ്റിൻ്റെ അളവ് എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആണല്ലേ. ഒരു കൺട്രിയിൽ ലേബർ ആയിരിക്കും കൂടുതലുണ്ടാവുക, ഒരു കൺട്രിയിൽ എന്തായിരിക്കും ക്യാപിറ്റൽ ആയിരിക്കും കൂടുതലുണ്ടാവുക. ലേബർ കൂടുതലുള്ള കൺട്രി എന്ത് ചെയ്യും, ലേബർ ഇൻറ്റൻസീവ് ഗുഡായിട്ടുള്ള എഡ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുകയും സ്പെഷ്യലൈസ് ചെയ്യുകയും ചെയ്യുന്നു. ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഗുഡായിട്ടുള്ള എന്ത് ചെയ്യും, ക്യാപിറ്റൽ കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള കൺട്രി എന്ത് ചെയ്യും, ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഗുഡായിട്ടുള്ള വൈൻ എന്ത് ചെയ്യും കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും, സ്പെഷ്യലൈസ് ചെയ്യുക ഓർ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി കൂടുതൽ നോക്കും. ദ കമ്മോഡിറ്റീസ് ഡിഫറൻസ് ഇൻ ദെയർ ഫാക്ടർ ഇൻറ്റൻസിറ്റി. ഫാക്ടർ ഇൻറ്റൻസിറ്റി അനുസരിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവും, നമ്മൾ എടുക്കുന്നുണ്ടാവും അല്ലേ. എത്രത്തോളം ക്യാപിറ്റലും അതുപോലെ തന്നെ ലേബർ റേഷ്യോ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഗുഡ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യണം. ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവാം, ക്യാപിറ്റൽ ഫാക്ടർ ഇൻറ്റൻസിറ്റി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവാം, മെഷർ ചെയ്യുന്നുണ്ടാവാം. കൺട്രി വൺ വിൽ പ്രൊഡ്യൂസ് ദ കമ്മോഡിറ്റി എക്സ് ബിക്കോസ് ദ കമ്മോഡിറ്റി എക്സ് ഇസ് എ ലേബർ ഇൻറ്റൻസീവ് കമ്മോഡിറ്റി ആൻഡ് കൺട്രി ടു വിൽ പ്രൊഡ്യൂസ് ദ കമ്മോഡിറ്റി വൈ ബിക്കോസ് ദ കമ്മോഡിറ്റി വൈ is the capital intensive commodity. ക്ലിയർ ആണോ? ഓക്കെ, ഇനി എന്താണ് ഈ കമ്പാരിറ്റീവ് കോസ്റ്റ് ഡിഫറൻസ് വരാനുള്ള കാരണം? ഇതെന്താണ്, നമ്മളൊരു ചെയിന് പോലെ പഠിക്കാം കേട്ടോ. നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യം. എന്തുകൊണ്ട് കമ്പാരിറ്റീവ് കോസ്റ്റ് ഡിഫറൻസ് ഡിഫറെൻറ്റ് കൺട്രീസിന് ഡിഫറെൻറ്റ് കുട്ടിൻ്റെ മുകളിൽ വരുന്നത്? കമ്പാരിറ്റീവ് പ്രൈസ് ഡിഫറൻസ് വരുന്നതുകൊണ്ടാണ് അല്ലേ. അതായത് ലേബർ ഇപ്പോൾ കൂടുതലായിട്ട് അവൈലബിൾ ഉള്ള സ്ഥലത്ത് കുറച്ച് പ്രൈസ് കൊടുത്താൽ മതി, ക്യാപിറ്റൽ കൂടുതലായിട്ടുള്ള സ്ഥലത്ത് കുറച്ച് പ്രൈസ് മാത്രം ക്യാപിറ്റലിന് കൊടുത്താൽ മതി അല്ലേ. കൺട്രീസ് ഹാവ് ദ ഡിഫറെൻറ്റ് ഫാക്ടർ എൻഡോമെൻറ്റ്. എന്തുകൊണ്ടാണ് ഡിഫറെൻറ്റ് പ്രൈസ് കൊടുക്കേണ്ടി വരുന്നത്? അതിനെന്താണ്, രണ്ട് കൺട്രീസിലും എന്താണ് അബൻഡൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് രണ്ടും ഡിഫറെൻ്റ് ആണല്ലേ. ദ കൺട്രീസ് വിൽ സ്പെഷ്യലൈസ് ഇൻ ദി പ്രൊഡക്ഷൻ ആൻഡ് ദി എക്സ്പോർട്ട് ഓഫ് ദോസ് കമ്മോഡിറ്റി ഹൂസ് ഇൻറ്റൻസീവ്ലി യൂസസ് ഹൂസ് ഫാക്ടേഴ്സ് ദോസ് ദ റിലേറ്റീവ്ലി എൻഡോമെൻറ്റ്. അതായത് എന്തുകൊണ്ട് കമ്പാരിറ്റീവ് കോസ്റ്റ് ഡിഫറൻസ് ഡിഫറെൻറ്റ് കൺട്രീസിന് ഡിഫറെൻറ്റ് ഗുഡിൻ്റെ മുകളിൽ വരുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് മുകളിൽ വരുന്ന കോസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് അല്ലേ, പ്രൈസ് ഡിഫറൻസിനെ ബേസ് ചെയ്തിട്ടാണ്. എന്തുകൊണ്ട് പ്രൈസ് ഡിഫറൻസിൽ മാറ്റം വരുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ കൺട്രിയിലും അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു ഫാക്ടേഴ്സിൻ്റെ എൻഡോമെൻറ്റ് വെച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ ഫാക്ടർ അബൻഡൻസ് വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, പ്രൈസിൽ ഡിഫറൻസ് വരാം. ഇപ്പോൾ എന്താണ് കൺട്രി വണ്ണിനെ സംബന്ധിച്ചോളം എഡ്സ് ആണ് ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളതെങ്കിൽ അതിന് മുകളിലുള്ള പ്രൈസ് എന്തായിരിക്കും കുറവാവുകയും അതുകൊണ്ട് അത് സ്പെഷ്യലൈസ് ചെയ്യുകയും അതെന്ത് ചെയ്യും കൂടുതലായിട്ട് എന്ത് ചെയ്യും എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ഇനി കൺട്രി ടൂവിനെ സംബന്ധിച്ചോളം വൈ ആണ് എന്ത് ചെയ്യുന്നത് കൂടുതലായിട്ടുള്ളതെങ്കിൽ എന്ത് ചെയ്യും അതിനുള്ള പ്രൈസ് കുറവായിരിക്കും, കോസ്റ്റ് കുറവാവുകയും അതെന്ത് ചെയ്യും കൂടുതൽ സ്പെഷ്യലൈസ് ചെയ്യുകയും അതെന്ത് ചെയ്യും എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ വൺ എന്ത് ചെയ്യും, വൺ എന്ന് പറയുന്ന കൺട്രി എന്ത് ചെയ്യും എക്സ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുകയും അത് എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. ടു എന്ത് ചെയ്യും വൈ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുകയും അത് എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ഇഫ് ദ കൺട്രി ലേബർ അബൻഡന്റ് കൺട്രി വിൽ ബി പ്രൊഡ്യൂസ് ഇൻ ദ ലേബർ ഇൻറ്റൻസീവ് കമ്മോഡിറ്റി ആൻഡ് ദ കൺട്രി വൺ വിൽ ബി സ്പെഷ്യലൈസ് ദ കമ്മോഡിറ്റി എച്ച് ആൻഡ് ബിക്കോസ് ദ കമ്മോഡിറ്റി എച്ച് ഈസ് ദി ലേബർ ഇൻറ്റൻസീവ് പ്രോഡക്റ്റ് ആൻഡ് കൺട്രി ടു വിൽ സ്പെഷ്യലൈസ് ദ കമ്മോഡിറ്റി വൈ ബിക്കോസ് ദ കമ്മോഡിറ്റി വൈ ഈസ് ദി capital intensive product അല്ലേ. If a country capital abundant country will produce the capital intensive commodity, one factor is abundant, that is a cheaper factor, less expensive factor. അതായത് ഒരു കൺട്രിയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യും ഒരു ഫാക്ടർ അവൈലബിൾ ആണെങ്കിൽ അതിന് മുകളിൽ ലെസ്സർ കോസ്റ്റ് മാത്രമേ നമുക്ക് വരില്ല. ചീപ്പർ ഫാക്ടർ ആണെങ്കിൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ആ ഒരു ഫാക്ടർ കൂടുതൽ അവൈലബിൾ ആണെങ്കിൽ നമുക്ക് എന്ത് പറയും ആ ഒരു ഫാക്ടർ നമ്മളെ സംബന്ധിച്ചോളം നമ്മളെ കൺട്രിയെ സംബന്ധിച്ചോളം എന്താണ് ചീപ്പർ ഫാക്ടർ ആണെന്ന് പറയും. അതിന് മുകളിൽ ലെസ് എക്സ്പെൻസീവ് മാത്രമേ നമുക്ക് വരുന്നുണ്ടാവും. അത് കൂടുതലായിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുകയും സ്പെഷ്യലൈസ് ചെയ്യുകയും അതെന്ത് ചെയ്യും കൂടുതലായിട്ട് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യാണ് നമ്മൾ ഇതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ത് ചെയ്യാണ് പൂർണ്ണമായിട്ട് നമ്മൾ പഠിക്കാൻ പോകണം. നേരത്തെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഓരോ ഗുഡും എങ്ങനെയാണ് സ്പെഷ്യലൈസ് ചെയ്യുന്നത് അല്ലേ, എങ്ങനെയാണ് കൂടുതലായിട്ട് ബയാസ്ഡ് ആവുന്നത് എന്നുള്ളതാണ് നമ്മൾ ബേസിക്കലി നോക്കുന്നത്. ഇതിന് നമ്മൾ എന്ത് ചെയ്യണം ഓവറോൾ ഒരു ഗ്രാഫിക്കൽ ഐഡിയ നോക്കാൻ പോവാണ്. അതായത് എങ്ങനെയാണ് നമ്മൾ ഓവറോൾ ഗ്രാഫിക്കൽ ഐഡിയ നോക്കാൻ പോകുന്നത്. അതായത് കൺട്രി എനെ സംബന്ധിച്ചോളം എന്താണ് കൺട്രി എ എന്ത് ചെയ്യുന്നുണ്ട് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഗുഡായിട്ടുള്ള എന്ത് ചെയ്യുന്നുണ്ട് കൺട്രി എ എന്ത് ചെയ്യുന്നുണ്ട് ലേബർ ഇൻറ്റൻസീവ് ഗുഡായിട്ടുള്ള എഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ കൺട്രി ബി എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് വൈ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേഡ് നടത്തുകയും എന്ത് സംഭവിക്കുകയും ചെയ്യുന്നുണ്ട് അവർക്ക് കോസ്റ്റ് ബെനിഫിറ്റ് അതായത് ബെറ്റർ എന്ത് കിട്ടുന്നുണ്ട് ബെറ്റർ സാറ്റിസ്ഫാക്ഷനിലേക്ക് അവർ മൂവ് ഓൺ ചെയ്യുന്നുണ്ട് അല്ലേ. എന്താണ് ട്രേഡ് രണ്ടുപേർക്കും ബെനിഫിറ്റ് ആവുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കൺട്രി എ ഒരിക്കലും ഓൺലി എഡ്സ് മാത്രമല്ല പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന എഡ്സ് ആണ്. കാരണം എന്താണ് എഡ്സിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ് ലേബർ ആണ്. സോ ലേബർ എന്താണ് ഏറ്റവും ലോവർ കോസ്റ്റിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ എഡ്സ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും എന്ന് വിചാരിച്ചിട്ട് വൈ പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കുന്നില്ല. വൈ എന്ത് ചെയ്യും കമ്പാരിറ്റീവ്ലി കുറവായിട്ടായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. കാരണം എന്താണ് വൈ എന്താണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ക്യാപിറ്റൽ എന്ത് ചെയ്യുന്നുണ്ട് കൺട്രിയിൽ കുറവാണ്. അപ്പോൾ വൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എക്സ്പെൻസ് അധികം വരും. ഓക്കെ, അപ്പോൾ വൈ എന്ത് ചെയ്യും കുറവ് പ്രൊഡ്യൂസ് ചെയ്യും. ഇനി ബി എന്ന് പറയുന്ന കൺട്രിയെ സംബന്ധിച്ചോളം എന്തായിരിക്കും
വൈ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്യാപിറ്റൽ കൂടുതലാണ്, അപ്പോൾ എന്ത് ചെയ്യും, വൈ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ. പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യും, എച്ച് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ലേബർ കുറവാണ്, അപ്പോൾ എന്ത് ചെയ്യും, ലേബർ എന്ത് ചെയ്യും, കുറവായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ വൈ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും, അത് എക്സ്പോർട്ട് ചെയ്യുകയും സ്പെഷ്യലൈസ് ചെയ്യുകയും എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യും. എച്ച് എന്ത് ചെയ്യുന്നില്ല, പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കുന്നില്ല. എച്ച് ചെയ്യുന്നുണ്ട് ഒരു ലെസ്സർ ക്വാണ്ടിറ്റിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, കൺട്രി ബി എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിങ്ങനെ നടത്തിയതിന് ശേഷം ഇൻ്റർനാഷണൽ ട്രേഡ് എങ്ങനെയാണ് രണ്ട് പേർക്കും മോസ്റ്റ്ലി എന്ത് ചെയ്യുന്നത്, മ്യൂച്വൽ ബെനിഫിറ്റ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ബേസിക്കലി നമ്മൾ ഈ ഒരു ഗ്രാഫിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുള്ള പല അസംഷനെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് പറഞ്ഞു വെക്കുന്നത്, ഫസ്റ്റ് എന്താ പറയുന്നത്, സോ GA1 GA2 ദ PPC ഓഫ് ദി കൺട്രി 1 അല്ലേ, GA1 ആൻഡ് GA2, അതായത് GA1 ആൻഡ് GA2 എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു കേവ് എന്താണ്, നമ്മുടെ കൺട്രി 1ൻ്റെ PPC കേവാണ്. മോർ ബയാസ്ഡ് ടുവേർഡ് ദ കമ്മോഡിറ്റി എച്ച് ബിക്കോസ് കമ്മോഡിറ്റി എച്ച് ഇസ് എ ലേബർ ഇൻറ്റൻസീവ് കമ്മോഡിറ്റി. എന്താണ്, കൂടുതലായിട്ട് അടുത്തിട്ടുള്ളത് എക്സ് ആക്സിസിലേക്കാണ് അല്ലെ, ഹൊറിസോണ്ടൽ ആക്സിസിലേക്കാണ്. കാരണം എന്താണ്, ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണ്, എന്തിനേക്കാൾ, നമ്മുടെ എന്താണ് ക്യാപിറ്റലിനേക്കാൾ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മളെ വൈനേക്കാൾ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എച്ച് ആണ്. കാരണം എന്താണ്, എച്ചിൻ്റെ ഇൻറ്റൻസീവായിട്ടുള്ള എന്താണ് ലേബർ ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ്, കൺട്രി 1ലാണല്ലേ. കൺട്രി 1ലാണ് ഏറ്റവും കൂടുതൽ എന്തുള്ളത്, ലേബർ ഉള്ളത്. അതുകൊണ്ട് തന്നെ ലേബർ ഇൻറ്റൻസീവ് പ്രൊഡക്റ്റ് ആയിട്ടുള്ള എച്ച് ആണ് എന്ത് ചെയ്യുന്നത്, കൺട്രി 1 കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അത് ഹൊറിസോണ്ടൽ ആക്സിസിൽ എന്ത് ചെയ്യുന്നത്, ബയാസ്ഡ് ആയിട്ട് വരാനുള്ള കാരണം അല്ലേ. അതുകൊണ്ടാണ് അത് എന്ത് ചെയ്യുന്നത്, അത് ഹൊറിസോണ്ടൽ ആക്സിസിൽ ബയാസ്ഡ് ആയിട്ട് വരാനുള്ള കാരണം. ഇനി എന്ത് ചെയ്യാണ്, കൺട്രി 2ൻ്റെ കേസ് എടുക്കുക. കൺട്രി 2ൻ്റെ കേസ് എടുക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, കൺട്രി 2ൻ്റെ കേസ് എടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നുണ്ട്, നമുക്കറിയാം എന്താണ്, PPC അല്ലേ. ഇതാണ് എന്ത് പറയുന്നത്, G2B G21 ആൻഡ് G2B ആണ് എന്ത് പറയുന്നത്, കൺട്രി ബീൻ്റെ എന്ത് പറയുന്നത്, PPC കർവ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും, ഇവിടെ അവരെന്ത് ചെയ്യുന്നുണ്ട്, വൈ ആക്സിസിനോടാണ് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്, ബയാസ്ഡ് ആയിട്ട് നിൽക്കുന്നത് അല്ലെ, കൂടുതലായിട്ട് ചെരിവ് പ്രകടിപ്പിക്കുന്നത്. കാരണം എന്താണ്, ഇവിടെ കൺട്രി ബി ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ത് ഗുഡാണ്, കൺട്രി ബി ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ത് ഗുഡാണ്, വൈ ഗുഡാണ്. കാരണം എന്താണ്, ഇവിടെ വൈ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഗുഡാണ്. കൺട്രി 2ൽ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത് ക്യാപിറ്റലാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഗുഡായിട്ടുള്ള വൈ എന്ത് ചെയ്യുന്നത്, കൺട്രി ബി എന്ത് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കൺട്രി 1 എന്ത് ചെയ്യാണ്, പ്രൊഡ്യൂസ് ചെയ്യുന്നത് എച്ച് എന്ന് പറയുന്ന കമ്മോഡിറ്റിയാണ്. കാരണം എന്താണ്, എച്ച് എന്ന് പറയുന്ന കമ്മോഡിറ്റിയാണ് എച്ച് ആക്സിസിലേക്ക് കൂടുതൽ ബയാസ്ഡ് ആയിട്ട് നിൽക്കാനുള്ള കാരണം എച്ച് ആണ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കാരണം എന്താണ്, എച്ച് എന്ന് പറയുന്ന കമ്മോഡിറ്റി ലേബർ ഇൻറ്റൻസീവ് ആണ്. കൺട്രി 1 എന്ത് ചെയ്യാണ്, ഏറ്റവും കൂടുതലുള്ളത് എന്താണ്, ലേബേഴ്സാണ്. ഇനി കൺട്രി ബിയിൽ എടുക്കുന്ന സമയത്ത് എന്താണ്, ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണ്, വൈ എന്ന് പറയുന്ന കമ്മോഡിറ്റിയാണ്. വെർട്ടിക്കൽ ആക്സിസിനോട്, അതായത് മറ്റേത് ഹൊറിസോണ്ടൽ ആക്സിസിനോടാണെങ്കിൽ ഇവിടെ വെർട്ടിക്കൽ ആക്സിസിനോടാണ് കൂടുതലായിട്ട് ബയാസ്ഡ് ആയിട്ട് നിൽക്കുന്നത്. കാരണം എന്താണ്, വൈ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. വൈ എന്തുകൊണ്ട് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, വൈ എന്ന് പറയുന്നത് എന്താണ്, ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഗുഡാണ്. ക്യാപിറ്റൽ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത് എവിടെയാണ്, നമ്മുടെ കൺട്രി 2ലാണ്. അതുകൊണ്ടാണ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഗുഡായിട്ടുള്ള വൈ എന്ത് ചെയ്യുന്നത്, കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനീഷ്യൽ പ്രൊഡക്ഷൻ പോയിന്റ് ഓഫ് ദി കൺട്രി 1 is the point AA. Initial production point of the country 2 is the point AB, and that is a autarky point because there is no trade happen between nations. Welfare of the both the countries represent on the basis of the common IC. Both have the same IC because the taste and preference and the taste and preference ആണ്. ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ആണ്. ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ആണ്. പ്രിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ കൺട്രി എൻ്റെ കേസ് എടുക്കുക. കൺട്രി എൻ്റെ എന്ത് ചെയ്യണം, PCC നമുക്കറിയാം. സോ നമ്മൾ എന്ത് ചെയ്യണം, കൺട്രി എൻ്റെ കേസ് എടുക്കുന്ന സമയത്ത് എ എന്ന് പറയുന്ന പോയിന്റിലാണ് കൺട്രി എൻ്റെ എന്ത് പറയുന്നത്, ഇനീഷ്യൽ പ്രൊഡക്ഷൻ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി കൺട്രി ബീൻ്റെ ഇനീഷ്യൽ പ്രൊഡക്ഷൻ പോയിന്റ് എന്ന് പറയുന്നത് ബി എന്ന് പറയുന്ന പോയിന്റിലാണ്. ഈ എ എന്ന് പറയുന്ന പോയിന്റിലും അതുപോലെ തന്നെ എ ബി എന്ന് പറയുന്ന പോയിന്റാണ്. അതായത് കൺട്രി എനെ സംബന്ധിച്ചോളം എന്ത് ചെയ്യുന്നുണ്ട്, എ എന്ന് പറയുന്ന പോയിന്റാണ് ഇനീഷ്യൽ പ്രൊഡക്ഷൻ പോയിന്റ്. അതുപോലെ തന്നെ കൺട്രി ബീനെ സംബന്ധിച്ചോളം ഇനീഷ്യൽ പ്രൊഡക്ഷൻ പോയിന്റ് എന്ന് പറയുന്നത് എ ബി ആണ്. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നത്, ഡിഫറെൻറ്റ് കോമ്പിനേഷൻ ഓഫ് എന്ത് ചെയ്യുന്നുണ്ട്, എച്ച് ആൻഡ് വൈകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഡിഫറെൻറ്റ് കോമ്പിനേഷൻ ഓഫ് രണ്ട് ഗുഡ്സ് അവരെന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതെന്താണ് ആക്ച്വലി ട്രേഡ് ഹാപ്പൻ ആവുന്നതിന് മുമ്പുള്ള പോയിന്റാണ്, ഒട്ടാർക്കി പോയിന്റാണ്. ഒട്ടാർക്കി പോയിന്റ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പോയിന്റാണ് നമ്മൾ ഒട്ടാർക്കി സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഒട്ടാർക്കി സിറ്റുവേഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ എന്ത് ചെയ്യാണ്, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പോയിന്റാണ് നമ്മൾ ഒട്ടാർക്കി സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഇല്ല കേട്ടോ. ഇവിടെ ഒട്ടാർക്കി എന്ന് പറയുമ്പോൾ എന്താണ്, ഇതാണ് ഒട്ടാർക്കി.
ഒട്ടാർക്കി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ആക്ച്വലി എന്താണ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പോയിന്റിനാണ് നമ്മൾ എന്ത് പറയുന്നത് ഒട്ടാർക്കി സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അതായത് വേറൊരു കൺട്രീനെയും ഡിപ്പെൻഡ് ചെയ്യാതെ എന്താണ് സെൽഫ് സഫീഷ്യൻ്റ് ആയിട്ട് നിൽക്കുന്ന പോയിന്റിനാണ് നമ്മൾ എന്ത് പറയുന്നത് ഒട്ടാർക്കി സിറ്റുവേഷൻ എന്ന് പറയാം. ഓക്കെ, ഇതിൻ്റെ സ്പെല്ലിംഗ് ഇതല്ല കേട്ടോ, ഒട്ടാർക്കിൻ്റെ സ്പെല്ലിംഗ് ഇതല്ല. AUTARKY, ഇതാണ് ഒട്ടാർക്കിൻ്റെ സ്പെല്ലിംഗ് കേട്ടോ. ഇത് ടെക്സ്റ്റ് ചെയ്ത് നമ്മൾ ഇത് പോയതാണ്. ഒട്ടാർക്കി എന്ന് പറയുന്നത് വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എന്ത് ചെയ്യുക, രണ്ടുപേരും എന്ത് ചെയ്യുക, എക്സും വൈയും എന്ത് ചെയ്യുക, സ്വന്തം രാജ്യത്തിന് വേണ്ടിയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുക. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, വേറൊരു രാജ്യത്ത് അവരെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ എന്ത് പറയുന്നത് ഇക്കണോമിയിൽ ഒട്ടാർക്കി എന്ന് പറയും. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുക, വേറൊരു കൺട്രിയെ ഡിപ്പെൻഡ് ചെയ്യാതെ സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷനാണ് നമ്മൾ ഇക്കണോമിക്സിൽ ഒട്ടാർക്കി എന്ന് പറയുന്നത്. അപ്പോൾ കൺട്രി എനെ സംബന്ധിച്ചോളം എന്ത് ചെയ്യാണ് എ എന്ന് പറയുന്ന പോയിന്റും അതുപോലെ തന്നെ കൺട്രി ബിനെ സംബന്ധിച്ചോളം AB എന്ന് പറയുന്ന പോയിന്റും ആക്ച്വലി എന്താണ് ഒട്ടാർക്കി പോയിന്റാണ്. അവർ പരസ്പരം എന്ത് ചെയ്യാണ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എന്ത് ചെയ്യണം, അവരുടെ ഗുഡ്സ് ആൻഡ് സർവീസസുകൾ എന്ത് ചെയ്യാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. അവിടെ എന്തില്ല, നോ ട്രേഡ് ആണ്, ഒരു തരത്തിലുള്ള ട്രേഡും ഇല്ല. ട്രേഡ് വരുമ്പോഴാണ് അവരുടെ ഡിപ്പെൻഡൻസി വരിക, അവിടെ ഒരു തരത്തിലുള്ള ട്രേഡും ഇല്ല കേട്ടോ. അവർക്ക് രണ്ടുപേർക്കും ആവശ്യമായിട്ടുള്ള ഗുഡ്സുകൾ അവരെന്ത് ചെയ്യുന്നുണ്ട്, എക്സും വൈയും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഒരിക്കലും എന്ത് ചെയ്യില്ല, ബാക്കിയുള്ള ഒരു കൺട്രിയിൽ നിന്ന് ഇമ്പോർട്ട് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നില്ല, റെഡി ആവുന്നില്ല. സോ വെൽഫെയർ ഓഫ് ദി ബോത്ത് കൺട്രീസ് റെപ്രസെന്റ് ഓൺ ദി ബേസിക് ഓഫ് ദി IC കർവ്. അതായത് രണ്ട് പേർക്കുള്ളത് എന്താണ്, കോമൺ IC ആണ്. രണ്ട് പേർക്കുള്ളത് എന്താണ്, കോമൺ IC ആണ്. അതായത് ഇവിടെ നിങ്ങൾ നോക്കാം, രണ്ട് പേർക്കുള്ളത് എന്താണ്, കോമൺ IC ആണ്. എന്തുകൊണ്ട് രണ്ട് പേർക്കും കോമൺ IC വരാനുള്ള കാരണം, അതായത് ഇവിടെ നമുക്കറിയാം ഈ രണ്ട് പോയിന്റിലൂടെ, ഇപ്പോൾ കൺട്രി 2ൻ്റെ കേസാണ്, ദെൻ കൺട്രി 1ൻ്റെ കേസ്, രണ്ട് പേർക്കുള്ളത് എന്താണ്, കോമൺ IC ആണ് അല്ലേ. കോമൺ IC എന്നുള്ള പറയാനുള്ള കാരണം എന്താ, കോമൺ IC എന്നുള്ള പറയാനുള്ള കാരണം എന്താ, രണ്ട് പേർക്കും കോമൺ IC എന്നുള്ള പറയാനുള്ള കാരണം എന്താണ്, രണ്ട് പേർക്കും എന്താണ് നമ്മൾ അസംഷനിൽ പറയുന്നുണ്ട് എന്താണ്, രണ്ട് കൺട്രീസിലുമുള്ള എന്താണ് രണ്ട് ഗുഡ്സിൻ്റെ മുകളിലുള്ള ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് എന്താണ്, സെയിം ആണ്. അതുകൊണ്ടാണ് ഇത് എന്ത് വരുന്നത്, രണ്ട് പേർക്കും എന്ത് ചെയ്യുന്നുണ്ട്, കോമൺ IC വരാനുള്ള കാരണം. ഓക്കെ, ഇതുവരെ ഓക്കെ ആണല്ലോ. അപ്പോൾ എന്ന് പറയുന്നതാണ് കൺട്രി എൻ്റെ എന്ത് പറയുന്നത് ഇനീഷ്യൽ പ്രൊഡക്ഷൻ പോയിന്റ്. അതുപോലെ തന്നെ കൺട്രി ബീൻ്റെ ഇനീഷ്യൽ പ്രൊഡക്ഷൻ പോയിന്റാണ് AB എന്ന് പറയുന്നത്. രണ്ടുപേരും എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറെൻറ്റ് കോമ്പിനേഷൻ ഓഫ് എന്ത് ചെയ്യുന്നുണ്ട്, എക്സും വൈയും എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. രണ്ടുപേരും ഒട്ടാർക്കി സിറ്റുവേഷനിലാണ്, എന്ത് ചെയ്യുന്നില്ല, ട്രേഡ് നടത്തുന്നില്ല. രണ്ടുപേർക്കും വേണ്ട കാര്യങ്ങളൊക്കെ അവരെന്ത് ചെയ്യുന്നുണ്ട്, സെൽഫ് സഫീഷ്യൻ്റ് ആയിട്ട് വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, എക്സും വൈയും അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. രണ്ട് പേർക്ക് എന്താണ്, കോമൺ IC കർവാണ് വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അസംഷനിൽ പറഞ്ഞു വെക്കുന്നുണ്ട് എന്താണ്, രണ്ട് പേർക്കും ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതുകൊണ്ടാണ് എന്ത് വരുന്നത്, രണ്ട് പേർക്കും എന്ത് ചെയ്യുന്നത്, കോമൺ IC കർവ് വരുന്നത്. ഇനി എന്ത് ചെയ്യാൻ പോകണം, ട്രേഡ് ഹാപ്പൻ ആവാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജ് നമ്മൾ എന്ത് കണ്ടു, ട്രേഡ് ഇല്ലാത്ത സിറ്റുവേഷൻ കണ്ടു. ഇനി ട്രേഡ് ഹാപ്പൻ ആവാൻ പോവാണ്. ആഫ്റ്റർ ദ ഫ്രീ ട്രേഡ് കൺട്രി 1 will move from the AA to BA and the country 2 move from AB to PB. അതായത് ഇനീഷ്യൽ സ്റ്റേജിൽ ട്രേഡ് ഇല്ലാത്ത ഒട്ടാർക്കി സിറ്റുവേഷനിൽ കൺട്രി എൻ്റെ പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു, പോയിന്റ് ആയിരുന്നു. ഇവിടെ ഈ ഒരു കോമ്പിനേഷൻ ഓഫ് എക്സും വൈ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ട്രേഡ് ഹാപ്പൻ ആയതിൻ്റെ ഭാഗമായിട്ട് കൺട്രി എന്ത് ചെയ്യും, AAയിൽ നിന്നെയും PA എന്ന് പറയുന്ന പോയിന്റിലേക്ക് എന്ത് ചെയ്യും, മൂവ് ചെയ്യും. PA എന്ന് പറയുന്ന പോയിന്റിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, അവർ തിരിച്ചറിയാണ് എന്താണ്, അവർക്ക് ഏറ്റവും കൂടുതൽ സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റുന്നത് എന്താണ്, എക്സ് എന്ന് പറയുന്ന കുട്ടിനെയാണ് എന്തിനേക്കാൾ, വൈനേക്കാൾ. അപ്പോൾ എന്ത് ചെയ്യും, ഇനീഷ്യൽ സ്റ്റേജിൽ ഉണ്ടായിട്ടുള്ള വൈൻ്റെ എമൗണ്ട് എന്ത് ചെയ്യും, കുറയുകയും എന്നാൽ എന്ത് ചെയ്യും, ഇനീഷ്യൽ സ്റ്റേജിൽ ഉണ്ടായിട്ടുള്ള എക്സിൻ്റെ എമൗണ്ടിൽ എന്ത് ചെയ്യും, ട്രേഡ് ഹാപ്പൻ ആവുന്നതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യും, എക്സ് കമ്മോഡിറ്റി എന്ത് ചെയ്യും, അവർ കൂടുതലായിട്ട് സ്പെഷ്യലൈസ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുകയും ചെയ്യും. എന്നാൽ ഇവിടെ കംപ്ലീറ്റ് സ്പെഷ്യലൈസേഷൻ ആണ് വരുന്നത് എക്സിൻ്റെ മുകളിൽ, ഒരിക്കലല്ല. സ്പെഷ്യലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടെ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, വൈ പ്രൊഡ്യൂസ് ചെയ്യാതെക്കുന്നില്ല. എന്നാൽ കമ്പയർ ചെയ്യുന്ന സമയത്ത്, പണ്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള വൈനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് പിന്നീട് ട്രേഡ് നടക്കുന്ന സമയത്ത് അവർ റിയലൈസ് ചെയ്യുകയാണ് എന്താണ്, കൺട്രി എന്ന് പറയുന്നതാണ് ലേബർ അവൻറ്റിൻ്റെ കൺട്രിയാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ലേബർ ഇൻറ്റൻസീവ് പ്രൊഡക്റ്റ് ആയിട്ടുള്ള എക്സിനെ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവരെന്ത് ചെയ്യാണ്, പണ്ടുണ്ടായിട്ടുള്ള ഇനീഷ്യൽ സ്റ്റേജിലുണ്ടായിട്ടുള്ള വൈൻ്റെ എമൗണ്ട് കുറയ്ക്കുകയും എന്ത് ചെയ്യും, എക്സിൻ്റെ എമൗണ്ട് എന്ത് ചെയ്യും, കൂട്ടുകയും ചെയ്യും അല്ലേ. കൺട്രി എന്ത് ചെയ്യും, എക്സിൻ്റെ കേസിൽ സ്പെഷ്യലൈസ്ഡ് ആവുകയും അത് അറ്റ് സെയിം ടൈമിൽ എന്ത് ചെയ്യുന്നുണ്ട്, വൈ പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കുന്നില്ല, ഇത്രയും ക്വാണ്ടിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, വൈ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി കൺട്രി ബീൻ്റെ കേസ് എടുക്കുകയാണെങ്കിലോ, കൺട്രി ബീൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നുണ്ടാവും, കൺട്രി ബീൻ്റെ കേസാണ് ഇനീഷ്യൽ സ്റ്റേജിൽ നിന്ന് AB എന്ന് പറയുന്ന പോയിന്റ് ആയിരുന്നു. ഈ ഒരു സ്റ്റേജിൽ ഈ ഒരു കോമ്പിനേഷൻ ഓഫ് എന്തുണ്ട്, എക്സും വൈയും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇനി എന്ത് ചെയ്യാണ്, ABയിൽ നിന്ന് എന്ത് ചെയ്യാണ്, PBയിലേക്ക് മൂവ് ഓൺ ചെയ്യാണ്. ട്രേഡ് ഹാപ്പൻ ആവുന്നതിൻ്റെ ഭാഗമായിട്ട് എന്ത് സംഭവിക്കും, ഈ ഒരു എമൗണ്ട് ഓഫ് എന്തായിരിക്കും,
എന്തായിരിക്കും വൈ ആയിരിക്കും, അതുപോലെ തന്നെ ഈ ഒരു എമൗണ്ട് ഓഫ് എക്സ് ആയിരിക്കും. അപ്പോൾ ട്രേഡ് ഹാപ്പൻ ആവുന്ന സമയത്ത് അവർ മനസ്സിലാക്കാൻ എന്താണ് ട്രേഡ് എന്തുകൊണ്ട് ഹാപ്പൻ ആവുന്നു, ഒരു ഗുഡിൻ്റെ മുകളിൽ സ്പെഷ്യലൈസേഷൻ വരുന്നതുകൊണ്ടാണ്. എങ്ങനെ സ്പെഷ്യലൈസേഷൻ വരുന്നു, ആ ഒരു ഗുഡ് ഏറ്റവും കൂടുതൽ അബൻഡൻ്റ് ആയിട്ട് ഇൻറ്റൻസീവായിട്ട് കിട്ടുന്നുണ്ടെന്ന് മനസ്സിലാക്കുമ്പോഴാണ്. അപ്പോൾ ട്രേഡ് ഹാപ്പൻ ആവുന്ന സമയത്ത് കൺട്രി ബി എന്താ റിയലൈസ് ചെയ്യാണ്, പണ്ടുള്ളതിനേക്കാൾ നമുക്ക് ഏറ്റവും കൂടുതലുള്ളത് ക്യാപിറ്റൽ ആണ്, അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് കൂട്ടായിട്ടുള്ള വൈനെ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ പണ്ടുള്ള പോയിന്റിൽ നിന്ന് എന്ത് ചെയ്യും, ഒരു കൂടിയ പോയിന്റ് എന്ത് ചെയ്യും, വൈ കൂടുതലായിട്ട് എന്ത് ചെയ്യും പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ലേബർ എന്ന് പറയുന്നത് നമുക്ക് കുറവാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ലേബർ എക്സ്പെൻസീവ് ആണ്, അതുകൊണ്ട് തന്നെ ലേബർ ഇൻറ്റൻസീവ് കൂട്ടായിട്ടുള്ള എക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പോൾ അവരെന്ത് ചെയ്യും, ലേബർ ഇൻറ്റൻസീവ് കൂട്ടായിട്ടുള്ള എക്സിൻ്റെ എമൗണ്ട് കുറയ്ക്കുകയും ചെയ്യുന്നു കേട്ടോ. സോ അവരെന്ത് ചെയ്യും, ട്രേഡ് ഹാപ്പൻ ആവുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ ഒരു എമൗണ്ട് ഓഫ് എന്ത് ചെയ്യും, ഈ ഒരു എമൗണ്ട് ഓഫ് എന്ത് ചെയ്യും, വൈ പ്രൊഡ്യൂസ് ചെയ്യും, ഈ ഒരു എമൗണ്ട് ഓഫ് വൈ പ്രൊഡ്യൂസ് ചെയ്യുകയും, എന്നാൽ ഈ ഒരു എമൗണ്ട് എന്ന് പറയുമ്പോൾ ഇതിന് ഈക്വൽ ആയിട്ടുള്ള അല്ലേ, ഈ ഒരു എമൗണ്ട് ഓഫ് എന്ത് ചെയ്യുന്നുണ്ട്, അവർ എക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ട്രേഡ് ഹാപ്പൻ ആവുന്ന സമയത്ത് എന്ത് ചെയ്യണം, അവർ റിയലൈസ് ചെയ്യാണ് ഏറ്റവും കൂടുതലുള്ളത് എന്താണ്, ക്യാപിറ്റലാണ് അല്ലേ, കൺട്രി ബിയിലുള്ളത് ഏറ്റവും കൂടുതലുള്ള ക്യാപിറ്റലാണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ക്യാപിറ്റൽ മാത്രം പ്രൊഡ്യൂസ് ചെയ്താൽ പോലും ഒരിക്കലും അല്ലേ. എക്സ്ട്രാ ഓയിലി മോഡൽ പ്രകാരം എന്താണ്, രണ്ട് ഗുഡ്സും എന്ത് ചെയ്യും, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യൂലേ. എന്ത് ചെയ്യും, ഈ ഒരു എമൗണ്ടിൽ ക്യാപിറ്റൽ കൂടുതലായിട്ട് ഇനീഷ്യൽ കണ്ടീഷനേക്കാൾ കൂടുതൽ ക്യാപിറ്റൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നില്ല, ഫൈനലി ഒരിക്കലും എക്സ് പ്രൊഡ്യൂസ് ചെയ്യാതെക്കുന്നില്ല. എക്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു റേഞ്ചിൽ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ് എന്ത് ചെയ്യുന്നുണ്ട്, കൺട്രി ബി എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു റേഞ്ചിൽ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ് എന്ത് ചെയ്യുന്നുണ്ട്, കൺട്രി ബി എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബിക്കോസ് ദർ സ്പെഷ്യലൈസ് ഇൻ ദർ കമ്മ്യൂണിറ്റി. അതായത് എന്തുകൊണ്ട് കൺട്രി വൺ എന്ത് ചെയ്യുന്നു, കൂടുതൽ എക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അവർ തിരിച്ചറിയാണ് ഏറ്റവും കൂടുതൽ എന്താ പറയുക ലേബർ നമ്മുടെ കയ്യിലുണ്ട്, അതുകൊണ്ട് തന്നെ ലേബർ ഇൻറ്റൻസീവ് ഗുഡായിട്ടുള്ള എക്സ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുക, അത് കൂടുതൽ സ്പെഷ്യലൈസ് ചെയ്യുന്നു. കൺട്രി ബി ആണെങ്കിലോ ഏറ്റവും കൂടുതൽ ക്യാപിറ്റൽ ഉണ്ടെന്ന് തിരിച്ചറിയാണ്, അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഗുഡായിട്ടുള്ള എന്ത് ചെയ്യണം, വൈ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി അവർ തീരുമാനിക്കുകയാണ്. കൺട്രി വൺ വിൽ പ്രൊഡ്യൂസ് ദ സ്മോളർ വൈ ആൻഡ് ദി ലാർജർ എക്സ് ബിക്കോസ് ദർ ഇസ് എ നോ കംപ്ലീറ്റ് സ്പെഷ്യലൈസേഷൻ ഈവൻ ആഫ്റ്റർ ദ ട്രേഡ് ഓഫ് ദി ബോത്ത് കൺട്രീസ് വിൽ ബി പ്രൊഡ്യൂസ് ദ ബോത്ത് കമ്മോഡിറ്റീസ്. എന്താണ് ഇവിടെ ഒരു കംപ്ലീറ്റ് സ്പെഷ്യലൈസേഷൻ രണ്ട് കൺട്രീൻ്റെ കേസിലും വരുന്നില്ല. എന്ത് ചെയ്യുന്നുണ്ട്, രണ്ട് ഗുഡും അവരെന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അവർ തിരിച്ചറിയാണ് ഏറ്റവും കൂടുതലുള്ള ലേബർ ആണെങ്കിൽ ലേബർ ഇൻറ്റൻസീവ് ഗുഡായിട്ടുള്ള എക്സിന് എന്ത് ചെയ്യുന്നുണ്ട്, കൺട്രി എ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും വൈ പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കുന്നില്ല. ഇനിയിപ്പോൾ എന്താണ്, കൺട്രി ബീൻ്റെ കേസ് ആണെങ്കിൽ എന്താണ്, കൂടുതൽ ക്യാപിറ്റൽ ഉണ്ടെന്ന് മനസ്സിലാക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള വൈ അവർ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ, ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, എക്സിന് അവർ എന്ത് ചെയ്യുന്നില്ല, പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കുന്നില്ല കേട്ടോ. സോ അതുകൊണ്ട് തന്നെ ബോത്ത് ഗുഡ്സും അവരെന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ബോത്ത് ഗുഡ്സും എന്ത് ചെയ്യുന്നുണ്ട്, അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇനി എന്താണ്, ബോത്ത് കൺട്രീസ് വിൽ എക്സ്പോർട്ട് ദർ സ്പെഷ്യലൈസ്ഡ് കമ്മോഡിറ്റി. അവർ എക്സ്പോർട്ട് ചെയ്യുന്നത് എന്തായിരിക്കും, അവർ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള, അതായത് ലെസർ കോസ്റ്റിൽ ഏത് ഗുഡാണോ അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്, ഏറ്റവും കൂടുതൽ അബൻഡൻറ്റ് ഫാക്ടർ വരുന്ന ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഗുഡ് ഏതാണോ അതായിരിക്കും അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക, സ്പെഷ്യലൈസ് ചെയ്യുന്നുണ്ടാവുക, അതായിരിക്കും അവർ എന്ത് ചെയ്യുന്നുണ്ടാവുക, കമ്മോഡിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ടാവുക, എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടാവുക. ആഫ്റ്റർ ഫ്രീ ട്രേഡ് വി ക്യാൻ സീ ദാറ്റ് ദ ബോത്ത് കൺട്രീസ് ഓൺ ദി ഹയർ ഇൻഡിഫറൻസ് കർവ് IC2 ദ ന്യൂ കൺസംഷൻ പോയിന്റ് ഇസ് CA = CB. എന്ത് ചെയ്യാണ്, ബിഫോർ ട്രേഡ് എന്തായിരുന്നു, കൺട്രി 2 എന്ന് പറയുന്നത്, കൺട്രി ബി എന്ന് പറയുന്നത് AB എന്ന് പറയുന്ന പോയിന്റിലും കൺട്രി A എന്ന് പറയുന്ന എന്താണ് AA എന്ന് പറയുന്ന പോയിന്റിലായിരുന്നു. എന്നാൽ ആഫ്റ്റർ ട്രേഡ് എന്ത് സംഭവിക്കുന്നുണ്ട്, രണ്ട് പേരും എന്ത് ചെയ്യുന്നുണ്ട്, ഹയർ ഇൻഡിഫറൻസ് കർവിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് രണ്ട് പേർക്ക് എന്ത് കിട്ടുന്നുണ്ട്, ട്രേഡിലൂടെ മ്യൂച്വൽ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. ദാറ്റ് മീൻസ് ഹയർ സാറ്റിസ്ഫാക്ഷൻ ലെവൽ കിട്ടുന്നുണ്ട്. മ്യൂച്വലി ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഹയർ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട് പറയാം. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ആഫ്റ്റർ ട്രേഡ് എന്ത് ചെയ്യുന്നത്, അവരെന്ത് ചെയ്യുന്നത്, ഹയർ ഇൻഡിഫറൻസ് കർവായിട്ടുള്ള IC2ലേക്ക് മൂവ് ഓൺ ചെയ്യുന്നത്, ഹയർ ഇൻഡിഫറൻസ് കർവായിട്ടുള്ള IC2ലേക്ക് മൂവ് ചെയ്യുന്നത്. ട്രേഡ് ഹാപ്പൻ ആവുന്നതിന് മുമ്പ് IC1 ആയിരുന്നു, ദെൻ ട്രേഡ് ഹാപ്പൻ ആയതിനു ശേഷം എന്താണ്, IC2 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആഫ്റ്റർ ട്രേഡ് എന്ത് ചെയ്യാണ്, അവർ പുതിയൊരു എന്താ പറയുക ഹയർ ഇൻഡിഫറൻസ് കർവിലേക്ക് മൂവ് ഓൺ ചെയ്തിട്ടുണ്ട്. അവിടെ എന്തായിരിക്കും, A എന്ന് പറയുന്ന കൺട്രിക്കും അതുപോലെ തന്നെ B എന്ന് പറയുന്ന കൺട്രിക്കും എന്തായിരിക്കും, മ്യൂച്വലി ബെനിഫിറ്റ് ആണ്, രണ്ടുപേർക്കും ഈക്വൽ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും ഉണ്ടാകുന്നുണ്ടാവുക. ദാറ്റ് ഈസ് കമ്പയർ ടു ട്രേഡ് ഇല്ലാത്തൊരു സിറ്റുവേഷനെ കമ്പയർ ചെയ്യുമ്പോൾ ഹയർ ഇൻഡിഫറൻസ് കർവിലാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഹയർ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും അവർക്ക് കിട്ടുന്നുണ്ടാവുക. ദിസ് ഈസ് എക്സ്പ്ലെയിൻ ദാറ്റ് ദ വെൽഫെയർ ഓഫ് ദി ടു കൺട്രീസ് ഹാവ് ദ സെയിം ആൻഡ് ദ ട്രേഡ് ഗീവ് ദ ഗെയിൻ ഫോർ ദി ബോത്ത് കൺട്രീസിലേക്ക്. ട്രേഡ് എന്ത് ചെയ്യുന്നുണ്ട്, രണ്ടു പേർക്കും ഒരേ സമയം എന്ത് ചെയ്യുന്നുണ്ട്, എന്ത് കൊടുക്കുന്നുണ്ട്, ഗെയിൻ കൊടുക്കുന്നുണ്ട്. സ്പെഷ്യലൈസേഷൻ ഓഫ് ദി കമ്മോഡിറ്റി പ്രൊഡക്ഷൻ ആൻഡ് എക്സ്പോർട്ട്, അതായത് ഓരോ ഗുഡിനും മുകളിലും അവർക്കൊരു സ്പെഷ്യലൈസേഷൻ വരാണെങ്കിലും അത് എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിലും ട്രേഡ് എന്ത് ചെയ്യുന്നുണ്ട്, രണ്ട് പേർക്കും എന്ത് ചെയ്യുന്നുണ്ട്, ഗെയിൻ കൊടുക്കുന്നുണ്ട്. ട്രേഡ് എന്ന് പറയുന്നത് എന്താണ്, മ്യൂച്വലി ബെനിഫിറ്റ് ആയിരിക്കും എന്നുള്ളത് തന്നെയാണ് ആര് പറയുന്നത്, രണ്ട് പേർക്കും മ്യൂച്വലി ബെനിഫിറ്റ് ആയിരിക്കും എന്നുള്ളത് തന്നെയാണ് ആര് പറയുന്നത്, എക്സ്ട്രാ ഓയിൽ പറയുന്നത്. പ്രൈസ് ലൈൻ ഓഫ് ദി ബോത്ത് കൺട്രീസ് ഹാവ് ദ സെയിം ബിക്കോസ് ദർ ഇസ് നോ ട്രേഡ് ബാരിയേഴ്സ് ആൻഡ് ദി ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. ഇനി ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരൊറ്റ പോയിന്റും കൂടെ ഉണ്ട്, എന്താണ്,
ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരൊറ്റ പോയിന്റ് കൂടെ ഉണ്ട്. എന്താണ്? ഇവിടെ നമുക്കറിയാം ട്രേഡ് ഹാപ്പൻ ആയതിനു ശേഷമുള്ള രണ്ട് പേരുടെയും പ്രൈസ് ലൈൻ നോക്കാം. ട്രേഡ് ഹാപ്പൻ ആയതിനു ശേഷമുള്ള പോയിന്റ് ഇതാണല്ലേ, പി ബി എന്ന് പറയുന്ന പോയിന്റാണ്. അതുപോലെ തന്നെ കൺട്രി ചെയ്യേണ്ടത് പി എ എന്ന് പറയുന്ന പോയിന്റാണ്. രണ്ടിനെയും കൂട്ടി യോജിപ്പിച്ച് വരയ്ക്കുന്ന പ്രൈസ് ലൈൻ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? പ്രൈസ് ലൈൻ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? സെയിം ആണ് അല്ലേ. രണ്ടിനെയും കൂട്ടി യോജിപ്പിച്ച് നമ്മൾ വരയ്ക്കുന്ന പ്രൈസ് ലൈൻ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? സെയിം ആണ്. കാരണം എന്തേ? അതായത് ട്രേഡ് ഹാപ്പൻ ആയതിനു ശേഷമുള്ള കൺട്രി ബീൻ്റെ പോയിന്റ് ഇതാണ്, കൺട്രി എന്റെ പോയിന്റ് ഇതാണ്. രണ്ട് പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പ്രൈസ് ലൈൻ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ആക്ച്വലി സെയിം പ്രൈസ് ലൈനാണ്. കാരണം എന്താണ്? നമ്മൾ ഓൾറെഡി അസംഷനിൽ പറയുന്നുണ്ട് എന്താണ്? ദർ ഇസ് നോ ട്രേഡ് ബാരിയേഴ്സ്. ദാറ്റ് മീൻസ് പി ബി കൺട്രിയിൽ ഇപ്പോൾ വൈ എന്ന് പറയുന്ന ഗുഡാണ് അവർ സ്പെഷ്യലൈസ് ചെയ്യുന്നത്. വൈ എന്ന് പറയുന്ന ഗുഡ് അവർ വിൽക്കുന്നത് 100 റുപ്പീസിനാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? ബി എന്ന് പറയുന്ന കൺട്രിയിലും ആ സെയിം ഗുഡ് അവർ വിൽക്കുന്നത് 100 റുപ്പീസിലാണ്. ബി എന്ന് പറയുന്ന കൺട്രിയിലും വൈ എന്ന് പറയുന്ന ഗുഡ് അവർ വിൽക്കുന്നത് 100 റുപ്പീസിലാണ്. ദർ ഇസ് നോ ട്രേഡ് ബാരിയേഴ്സ്. അതുകൊണ്ട് എന്തില്ല? പ്രൈസിൽ എന്തില്ല? ഡിഫറൻസ് ഇല്ല. രണ്ട് സ്ഥലത്തും എന്താണ്? പ്രൈസ് സെയിം ആണ്. അതുകൊണ്ടാണ് ആഫ്റ്റർ ട്രേഡിന് ശേഷം എന്താവുന്നത്? രണ്ട് പേരുടെയും പ്രൈസ് ലൈൻ എന്താവുന്നത്? സെയിം ആവാനുള്ള കാരണം. ഇനി അതുപോലെ തന്നെ കൺട്രി എൻ്റെ എന്താണ്? എഡ്സ് എന്ന് പറയുന്ന ഗുഡ് എന്ത് ചെയ്യാണ്? 50 രൂപക്കാണ് കൺട്രി എയിൽ വിൽക്കുന്നതെങ്കിൽ ആ സെയിം 50 രൂപക്ക് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? കൺട്രി ബിയിലും എന്ത് ചെയ്യുന്നത്? എഡ്സ് എന്ന് പറയുന്ന ഗുഡ് എന്ത് ചെയ്യുന്നത്? വിൽക്കുന്നത്. കാരണം ദർ ഇസ് നോ ട്രേഡ് ബാരിയേഴ്സ്. അതുകൊണ്ട് എന്തായിരിക്കും? രണ്ട് സ്ഥലത്തിലെയും രണ്ട് കമ്മോഡിറ്റീസിനെ എടുക്കുന്ന സമയത്ത്, കോമൺ ഗുഡ് എടുക്കുന്ന സമയത്ത് രണ്ട് സ്ഥലത്തും എന്തായിരിക്കും? അതിൻ്റെ പ്രൈസ് ലെവൽ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇതിന് രണ്ട് പേർക്കും എന്ത് ചെയ്യുന്നത്? ഒരു കോമൺ പ്രൈസ് ലൈന് വരാനുള്ള കാരണം. അതുകൊണ്ടാണ് രണ്ട് പേർക്ക് എന്ത് ചെയ്യുന്നത്? ആഫ്റ്റർ ട്രേഡിൻ്റെ പോയിന്റാണ് കേട്ടോ പി ബി. അതുപോലെ തന്നെ പി എ ആഫ്റ്റർ ട്രേഡിന് ശേഷം രണ്ടുപേരുടെയും പ്രൈസ് ലൈന് കോമൺ ആയിട്ട് വരാനുള്ള റീസൺ എന്ന് പറയുന്നത്. സോ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, നമുക്ക് കുറച്ചധികം പഠിക്കാണ്ടായിരുന്നില്ല, കുറച്ചധികം നമുക്ക് നോക്കാണ്ടായിരുന്നു. ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ബേസിക്കലി നമ്മുടെ ട്രേഡിൻ്റെ ബേസിക് റീസൺ ആയിട്ട് അവർ പറയുന്നത് എന്താണ്? കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജിൽ ആര് പറഞ്ഞു വെക്കുന്നുണ്ട്? ഡേവിഡ് റിക്കാർഡ് പറഞ്ഞു വെക്കുന്നുണ്ട്. എന്നാൽ ഈ കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജിൻ്റെ ബേസിക് റീസൺ ആയിട്ട് അവർ പറയുന്നത് ഫാക്ടർ ഇൻറ്റൻസിറ്റിയും അതുപോലെ തന്നെ ഫാക്ടർ അബൻഡൻസ് ആണ്. ഫാക്ടർ ഇൻറ്റൻസിറ്റി നമ്മൾ കാണുന്നത് എന്താണ്? ക്യാപിറ്റൽ ലേബർ റേഷ്യോ വെച്ചിട്ടാണ്. ഫാക്ടർ അബൻഡൻസ് കാണുന്നത് നമ്മൾ ഫിസിക്കൽ ക്രൈറ്റീരിയ നോക്കുന്ന സമയത്ത് ടോട്ടൽ ക്യാപിറ്റൽ ആൻഡ് ടോട്ടൽ ലേബർ റേഷ്യോ വെച്ചിട്ടും അതുപോലെ തന്നെ പ്രൈസ് ഓഫ് ദി ക്യാപിറ്റലും ആൻഡ് പ്രൈസ് ഓഫ് ദി ലേബറിൻ്റെ റേഷ്യോ വെച്ചിട്ടായിരിക്കും. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള റീസൺ ആയിട്ട് പറഞ്ഞത്. അതിനെന്ത് ചെയ്യാണ് നമ്മൾ എന്ത് ചെയ്തു? എക്സ്പ്ലെയിൻ ചെയ്തു. ഗ്രാഫിക്കലും നമ്മൾ എന്ത് ചെയ്തു? അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കണ്ടു. ഇന്ന് ഇത്രയാണ് പഠിക്കാനുള്ളത്. സോ എന്തെങ്കിലും ഡൗട്ട് വരാണെങ്കിൽ ചോദിക്കാം. എവിടെയെങ്കിലും ഒരു കൺഫ്യൂഷൻ വരും നിങ്ങൾക്ക്, എന്തെങ്കിലും എന്ത് ചെയ്യുക, ഡൗട്ട് വരുന്ന ഒരു ഏരിയ വരാണെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. സോ എന്ത് ചെയ്യുക? നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാം. കുറച്ചധികം ലെങ്തി ആയിട്ടുണ്ടെന്ന് എനിക്കറിയാം, എങ്കിലും എന്ത് ചെയ്യുക? നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാം കേട്ടോ. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുക. വിഷ് ഓൾ ദ വെരി ബെസ്റ്റ്.